ബ്രിട്ടാനിയ എന്ന് പേരിട്ടത് രാജനാണ്. അവിടെയാണെങ്കിൽ ജേക്കബ് ബിസ്ക്കറ്റ്സും സിംഗപ്പൂരി വേറെ ബ്രാൻഡും എല്ലാം ആയിരുന്നു, ഗിഫിൻസ് എന്നെല്ലാം പറഞ്ഞുണ്ട്. അതെല്ലാം രാജനൻ മേടിച്ചു കഴിഞ്ഞിട്ട് ഇറ്റ് ഓൾ ബിക്കെയിം പാർട്ട് ഓഫ് എ ബ്രിട്ടാനിയ എംപയർ. അങ്ങനെ ഹി ബിക്കെയിം ദ ലാർജസ്റ്റ് ബിസ്ക്കറ്റ് മാനുഫാക്ചറർ ഇൻ ഏഷ്യ. ആ സമയത്തായിരുന്നു ഈ നഷ്ടം വന്നപ്പോഴായി ഈ ബ്രിട്ടാനിയയുടെ ഒരു ഓഫർ വന്നത്, ഈ 11% ഇക്വിറ്റി മേടിച്ചിട്ട് അതിൻ്റെ ചെയർമാൻ രാജനൻ ആവാമെന്ന് പറഞ്ഞിട്ട്. ആ ഓപ്പർച്യൂണിറ്റി എടുത്തിട്ട് നമ്മളൊരു ഗുഡ് ഡേ എന്ന് പറഞ്ഞൊരു ബിസ്ക്കറ്റ് തുടങ്ങിയ. ഈ ബിസ്ക്കറ്റിൻ്റെ മുകളിൽ 3 കൊച്ചു പീസസ് ഓഫ് കാഷ്യൂസ് വെച്ചിട്ട് കാഷ്യൂ ഗുഡ് ഡേ എന്ന് പറഞ്ഞിട്ട് പ്രതിസന്ധി ഘട്ടത്തിൽ ബിക്കോസ് ഇത് ആരും ഇല്ലായിരുന്നു മേടിക്കാനായിട്ട്. പണ്ടാണെങ്കിൽ വേൾഡിലെ 16% കാഷ്യൂസ് കേരളം മാത്രമായിരുന്നു ഉണ്ടാക്കുന്നത്. അതിപ്പം 1-1.5% അങ്ങ് മാറി. ഇപ്പം 83-84 എനിക്ക് 1 കിലോ കാഷ്യൂ കൊണ്ട് ഒരു മിനിസ്റ്ററിനെ ബ്രൈബ് ചെയ്യായിരുന്നു, ഈവൻ ഇൻ ദി ക്യാബിനറ്റ് ഇൻ ദി സെൻട്രൽ മിനിസ്ട്രി. ഇന്ന് എല്ലാ ദിവസവും ചായക്ക് എല്ലാ സെക്രട്ടേറിയറ്റിലും കാഷ്യൂസാണ് കൊടുക്കുന്നത്. ഈ സമയത്ത് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാൾ അച്ഛനായിരുന്നോ? ഡെഫിനറ്റ്ലി. അന്ന് കാഷ്യൂസ് ആയിരുന്നു 3rd ലാർജസ്റ്റ് എക്സ്പോർട്സ് ഫ്രം ഇന്ത്യ. അപ്പൊ അതിന്റെ ബിഗ്ഗസ്റ്റ് ആവുന്ന ഇസ് എ വെരി ബിഗ് കാര്യം. എസ് ക്ലാസ് ബെൻസ് അന്ന് ഉണ്ടായിരുന്നത് ഒരെണ്ണം was with the Maharaja of Travancore, മറ്റേത് was with my father. രാജാവ് കഴിഞ്ഞാൽ പിന്നെ ബെൻസ് ഉണ്ടായിരുന്നു. അച്ഛനായിരുന്നു. ഞങ്ങളുടെ ടോട്ടൽ അസറ്റ്സ് അന്നത്തെ, ഈവൻ ദോ ഹി വാസ് എ വെരി റിച്ച് മാൻ, 3.5 കോടി രൂപയേ ഉള്ളായിരുന്നു. എല്ലാ ലാൻഡും ബിൽഡിങ്ങും എല്ലാം കൂടെ അന്ന് അത്രേ ഉള്ളൂ വാല്യൂ. 82-ൽ അന്ന് ഞങ്ങളുടെ ലയബിലിറ്റി വാസ് 40 crores. ഞാനാണെങ്കിൽ 18 വയസ്സിൽ ടേക്ക് ഓവർ ചെയ്ത 175 കേസായിരുന്നു എനിക്കുള്ളത്. എല്ലാ ഈ ബിസിനസ്സസ് ഈ ബോംബെയിലും ഡൽഹിയിലും വളരെ കുറച്ച് ആളുകളേ ഉള്ളു അങ്ങനെ മീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന, വളരെ കുറച്ച് ആളുകൾ. നമസ്കാരം. മറുനാടിൻ്റെ ഏറ്റവും പുതിയ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. വളരെ കൗതുകമുണർത്തുന്ന ഒരു ജീവിതാനുഭവമാണ്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ കഥയാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. നമുക്കൊക്കെ അറിയാം, ഇപ്പോൾ ഏറ്റവും വലിയ സമ്പന്നരാരാണെന്ന് ചോദിച്ചാൽ യൂസഫ് അലി, രവി പിള്ള, അല്ലെങ്കിൽ ജോയിയ ലൂക്കാസ്, കല്യാണരാമൻ, അങ്ങനെ ഒരുപാട് സമ്പന്നരെ നമുക്കറിയാം. എന്തിനേറെ നമ്മുടെ ബോച്ചെ പോലും അത്യാവശ്യം ഉടായിപ്പായിട്ട് നടക്കുന്നെങ്കിലും നമ്മൾ സമ്പന്നരുടെ പട്ടികയിൽപ്പെടുത്തി പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതിനൊക്കെ മുമ്പ് കേരളത്തിൽ സമ്പന്നമായിരുന്ന ഒരു കുടുംബം, ഇപ്പോഴും ആ സമ്പത്ത് പല പ്രതിസന്ധികളെയും അതിജീവിച്ച് കൊണ്ടു നടക്കുന്ന ഒരു കുടുംബമുണ്ട് കൊല്ലത്ത്. വളരെയേറെ പ്രസിദ്ധനായിരുന്ന രാജൻ പിള്ളയുടെ കുടുംബം. രാജൻ പിള്ളയ്ക്ക് എന്തു സംഭവിച്ചു, എങ്ങനെ സ്വത്തുണ്ടാക്കി, എങ്ങനെ മരിച്ചു, രാജൻ പിള്ളയുടെ ആ ലെഗസി സഹോദരൻ എങ്ങനെ കൊണ്ടുപോകുന്നു, ആരായിരുന്നു രാജൻ പിള്ളയുടെയും രാജ്മോഹൻ പിള്ളയുടെയും പിതാവായ ജനാർദ്ദൻ പിള്ള. വളരെ കൗതുകമുണർത്തുന്ന കേരളത്തിൻ്റെ ചരിത്രപരമായ ഒരു പ്രതിസന്ധിയുടെയും വിജയത്തിൻ്റെയും തുടർച്ചയുടെയും ഒക്കെ കഥ നമുക്കിന്ന് കേൾക്കാം. ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ രാജ്മോഹൻ പിള്ള. നമസ്കാരം. എനിക്ക് വളരെ അങ്ങയെക്കുറിച്ച് ആദ്യം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ചരിത്രത്തിലേക്ക് പോകാം. അങ്ങ് ഇപ്പോൾ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്? നമ്മൾ ഡ്രൈഡ് ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഡിസ്ട്രിബ്യൂഷൻ യൂറോപ്പിലും അമേരിക്കയിലും ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾ കാഷ്യൂ പ്രോസസ്സിങ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ നിന്നും. ഇപ്പോൾ ആഫ്രിക്കയിലും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് എക്സ്പോർട്ട്സ് യൂറോപ്പും അമേരിക്കയിലോട്ടും പോകാനായിട്ട്. എക്സ്പോർട്ടാണ് മെയിൻ. എന്നിട്ട് നമ്മൾ കോക്കനട്ട് മിൽക്ക്, കോക്കനട്ട് വാട്ടർ തായ്ലൻഡിൽ നമ്മൾ ഒരു കമ്പനി ടേക്ക് ഓവർ ചെയ്തിട്ട് അവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ടാണ് നമ്മുടെ ബിസിനസ്, നമ്മൾ ബേസിക് ആയിട്ട്. ഇപ്പോൾ ഏകദേശം ഒരു ടേൺ ഓവർ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ കാണും? നമുക്കാണെങ്കിൽ തിരക്കേടില്ലാതെ ഉണ്ട്. ഒരു $2-3 billion എല്ലാം ടേൺ ഓവർ. ഇന്ത്യയിലാണോ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതോ വെളിയിൽ? അല്ല, മാൾട്ടയിലായിരുന്നു. നമുക്കൊരു ടാക്സ് എക്സംഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത് അവിടെ പോകുന്നത്. ഞാൻ ആദ്യമേ തുടങ്ങിയ ലണ്ടനാണ്, ചേട്ടനെ പോലെ ഇത് ചെയ്തിട്ട്. അത് കഴിഞ്ഞ് ഹോളണ്ടിൽ പോയി, കുറേ കൂടെ കോസ്റ്റ് കുറവായിരുന്നു. ലണ്ടൻ ബിക്കെയിം വെരി എക്സ്പെൻസീവ്. അതിൻ്റെ ഒരു 1/3 കോസ്റ്റും ആ ഗവൺമെൻറ് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് അവിടെ പോയത്. അപ്പോൾ അതിനൊരു എക്സംഷൻ, ടാക്സ് എക്സംഷനും കൂടി അവർ തന്നു ആ ഇൻവെസ്റ്റ്മെൻറ്റിന്. അതനുസരിച്ച് നമ്മൾ മാൾട്ടയിലാണ്. ഇപ്പം മാൾട്ടയാണ് നമ്മുടെ ആസ്ഥാനം. രജിസ്റ്റേർഡ്. കേരളത്തിൽ ഉണ്ട്, കമ്പനി ഉണ്ടെന്നാണോ? അല്ല, രജിസ്റ്റേർഡ് ഇന്ത്യൻ കമ്പനീസിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടെന്നല്ലാതെ നമുക്ക് കേരളത്തിൽ ഇപ്പോൾ ഒരു ഫാക്ടറീസും ഇല്ല. നമ്മളങ്ങ് മാറി. അത് ലാസ്റ്റ് വന്നത്
ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ലാസ്റ്റ് ഒരു ടൈമിന് ഷിബു ബേബി ജോൺ ആയിരുന്നു ലേബർ മിനിസ്റ്റർ. അദ്ദേഹം ഒരു 6 months ബിഫോർ ദി എലക്ഷൻ ഈ വേജസ് ഈ കാഷ്യൂ ഫാക്ടറിയിൽ ഇങ്ങ് ഡബിൾ അങ്ങാക്കി. അപ്പോൾ ഇറ്റ് ബിക്കെയിം നോട്ട് പ്രോഫിറ്റബിൾ ടു പ്രോസസ് ഇൻ കേരള. അപ്പം നമ്മളെല്ലാം അങ്ങ് നിർത്തി, ബിക്കോസ് ഒരു വിധത്തിലും കൊണ്ടുപോകാൻ പറ്റില്ല. ഓൾറെഡി വി വെർ മോർ എക്സ്പെൻസീവ് ദാൻ തമിഴ്നാട് ആ സമയത്ത്. അത് കഴിഞ്ഞ് അതിനെക്കാട്ടി കൂട്ടിയപ്പോഴത്തേക്ക് ഈ സെയിം കാഷ്യൂസ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോഴോ ഒരു ബയ്യർ വിൽ നോട്ട് ആസ്ക് അത് കേരളയിലാണോ പ്രോസസ് ചെയ്ത് തമിഴ്നാട്ടിലാണോ ആന്ധ്രയിലാണോ എന്ന്. ആൻഡ് ദർ വാസ് നോ ഡിഫറൻസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്താലോ അവിടെ പ്രൊഡ്യൂസ് ചെയ്താലോ. ഇവിടെ നടത്തിക്കൊണ്ടിരുന്നു. അത് നിർത്തി. കേരളത്തിന് പുറത്തെവിടെയെങ്കിലും നടത്തുന്നുണ്ടോ ഇപ്പോൾ? തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒറീസയിലും നടത്തുന്നുണ്ട്. അപ്പം കേരളത്തിലെ കാഷ്യൂനട്ട്, കൊല്ലത്തെ കാഷ്യൂനട്ട് അങ്ങോട്ട് കൊണ്ടുപോകും? ഇല്ല, ഇപ്പം കൊല്ലത്ത് കേരളയിൽ കാഷ്യൂനട്ട്സ് വളരെ കുറഞ്ഞു. ഇപ്പം ഈ ബേസിക്കായിട്ട് നമ്മൾ കാഷ്യൂസിന് ഒരു പ്ലാന്റേഷൻ സ്റ്റാറ്റസ് കിട്ടാതെ പോയ ഒരു കമ്മോഡിറ്റിയാണ്, വിച്ച് ആക്ച്വലി പ്ലാന്റേഷൻ സ്റ്റാറ്റസ് കിട്ടേണ്ട ഒരു കമ്മോഡിറ്റി ആയിരുന്നു, പക്ഷേ അത് കിട്ടിയില്ല. അപ്പം ആളുകൾക്കൊന്നും 55 ഏക്കറിൽ കൂടുതൽ ഈ കാഷ്യൂസ് പ്ലാന്റ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഇത് കട്ട് ചെയ്ത് റബ്ബറിലോട്ടും ഈ സ്പൈസസിലോട്ടും അങ്ങനെ അങ്ങ് മാറ്റി ഇതായിട്ട്. അപ്പം കേരളയിൽ പണ്ടാണെങ്കിൽ വേൾഡിൽ 16% കാഷ്യൂസ് കേരളം മാത്രമായിരുന്നു ഉണ്ടാക്കുന്നത്. അതിപ്പം 1-1.5% അങ്ങ് മാറി. അപ്പോൾ ഒരു ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ല കേരളം എനിമോർ. അന്ന് കുറച്ച് ഈ നായന്മാർ ഒരു 8 ഫാമിലീസ് ആയിരുന്നു. വേൾഡിലെ എല്ലായിടത്തെയും കാഷ്യൂസ് 98% ഓഫ് ദി കാഷ്യൂസ് കൊല്ലത്ത് കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് ത്രൂ ഔട്ട് ദ വേൾഡ് പോപ്പുലർ ആക്കിയത്. ആ കാര്യം കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്ത് ഈ പ്ലാന്റേഷൻ സ്റ്റാറ്റസ് കിട്ടാതെയും ഈ ലേബർ കോസ്റ്റ് തമിഴ്നാട്ടും ബാക്കി എല്ലാ സ്റ്റേറ്റ്സിനെയും കമ്പയർ ചെയ്ത് കൂടി വന്നപ്പോഴത്തേക്ക് അപ്പം പതുക്കനെ ഇത് ATC തന്നെ ഇത് തമിഴ്നാട്ടിൽ പോകാൻ തുടങ്ങി. പിന്നെ ഈ കാഷ്യൂ കൾട്ടിവേഷൻ ആന്ധ്രയെല്ലാം അങ്ങ് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. അവർക്ക് നമ്മളെക്കാട്ടിൽ മെച്ചപ്പെട്ട കാലാവസ്ഥയാണോ അവിടെ കാഷ്യൂനട്ടിന്? സെയിമാ. ഇതിൽ ഈ കോസ്റ്റൽ റീജിയൻ ഇത് ഇപ്പം ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മഹാരാഷ്ട്രയിലെ രത്നഗിരി ഡിസ്ട്രിക്റ്റ്. അവരും എല്ലാം ഈ അധികം നമുക്ക് ഈ ഫാമിംഗ് ഒന്നും അധികം ആവശ്യമില്ലാതെ ഈസി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതും ഇതൊരു 3 മാസത്തിനായി ഇതിൻ്റെ ഫുൾ ക്രോപ്പ് വരും. അത് മാത്രം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ബേസിക് ട്രീ ആയി കാഷ്യൂ ട്രീ. എന്നിട്ട് നന്നായിട്ട് സോയിൽ ഇറോഷൻ സ്റ്റോപ്പും ചെയ്യും. ഈ സോയിൽ ഇറോഷൻ സ്റ്റോപ്പ് ചെയ്യാനായിട്ടായിരുന്നു ആദ്യമേ ഈ പോർച്ചുഗീസ് ഇത് ഗോവയിൽ കൊണ്ടുവന്നത്. അപ്പം അങ്ങനത്തെ ഒരു കാര്യം ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാവുന്ന ഒരു കാര്യം ഇവരും അങ്ങ് പ്ലാന്റ് ചെയ്യാൻ തുടങ്ങി. ഗവൺമെൻറ്റായിട്ട് ആന്ധ്രയിലും ഒറീസയിലും രത്നഗിരിയിലും ഇപ്പം വെസ്റ്റ് ബംഗാളിലും എല്ലാം അങ്ങ് തുടങ്ങി. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് ഈ കാഷ്യൂസ് ഇവിടെ കൊണ്ടുവന്ന് പ്രോസസ് ചെയ്യുന്നതിനെക്കാട്ടി ഈസിയർ ബിക്കെയും അവിടെ പ്രോസസ് ചെയ്യുന്നത്. സെക്കൻഡ് കാര്യം, ഇവിടുത്തെ ലേബർ കിട്ടാതെ വന്നു. ഇവിടുത്തെ ഫാക്ടറിയിൽ ബംഗാളീസിനെ ഇട്ടിട്ടാണ് പ്രോസസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കാട്ടി ഈസിയർ അവിടെ തന്നെ പോയി ഫാക്ടറി ഇടുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ഈ ഇതിന്റെ ലഭ്യത അനുസരിച്ചായിരിക്കും തമിഴ്നാട്ടിലും ആന്ധ്രയിലും. അതെ, വലിയ നമുക്ക് ഫാക്ടറി ഉണ്ടോ? ഇല്ല, ഫാക്ടറി ഉണ്ട്. നമ്മൾ തന്നെ കളക്ട് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്ത് അതാണെങ്കിൽ പാക്ക് ചെയ്ത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പോർട്ട് കമ്പനിയായിട്ടാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആണ്. അപ്പോൾ ഇതാണോ നമ്മുടെ മെയിൻ ബിസിനസ്? അല്ല, നമ്മുടെ മാൾട്ടയിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ യൂറോപ്പിലെ ഏറ്റവും വലിയ ബിസിനസ് ആയിട്ട് മാറിയിരിക്കുന്നത്. അല്ല, അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ എന്താണ് ഒരു എക്സ്പോർട്ട് കമ്പനി മാത്രം? പ്രോസസ്സിങ്ങും എക്സ്പോർട്ടും ലോക്കലായിട്ട് സെല്ല് ചെയ്യും ഈ കാഷ്യൂ. ഇപ്പം ഇന്ത്യ ഹാസ് ബിക്കം ദ ലാർജസ്റ്റ് കൺസംഷൻ ഓഫ് കാഷ്യൂസ് ഇൻ ദ വേൾഡ്. അങ്ങനെയായി. പണ്ടാണെങ്കിൽ നമ്മൾ ഇവിടെ 2% ഉള്ളായിരുന്നു നമ്മളുടെ എക്സ്പോർട്ട്, ഇപ്പം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കൺസംഷൻ. ഇതിപ്പം ഇന്ത്യ അമേരിക്കയും കാട്ടിയും വലിയൊരു കൺസ്യൂമറായി. അപ്പം ആ ഒരു വലിയൊരു വ്യത്യാസമാണ് ഇപ്പോൾ ഇന്ത്യയെ വന്നിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയും, ഇപ്പം 83-84 എനിക്ക് 1 കിലോ കാഷ്യൂ കൊണ്ട് ഒരു മിനിസ്റ്ററിനെ ബ്രൈബ് ചെയ്യായിരുന്നു, ഈവൻ ഇൻ ദി ക്യാബിനറ്റ് സെൻട്രൽ മിനിസ്ട്രി. ഇന്ന് എല്ലാ ദിവസവും ചായക്ക് എല്ലാ സെക്രട്ടേറിയറ്റിലും കാഷ്യൂസാണ് കൊടുക്കുന്നത്. അത്ര വലിയ വ്യത്യാസമാണ് ഇന്ത്യ വന്നിരിക്കുന്നത്.
ആസ് ഫാർ ആളുകൾക്ക് സമ്പത്ത് കൂടിയത് കൊണ്ടാണോ? ഡെഫിനറ്റ് ആയിട്ട് എക്കോണമി ഭയങ്കരമായിട്ട് അങ്ങ് ഗ്രോ ചെയ്തു. നമ്മൾ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത മണി കുറെ കൂടെ ആളുകളുടെ കയ്യിലോട്ട് ആയി വന്നു. ഈ ഇന്ത്യയിൽ അങ്ങയുടെ ഈ മെയിൻ ബിസിനസ് ഇത് മാത്രമാണ്, കാഷ് നെറ്റ് കളക്ഷൻ പ്രോസസ്സിങ്. അതിന്റെ ഏകദേശം ഒരു വലിപ്പം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഏകദേശം എന്തേരം ഉണ്ടെന്ന് ഇന്ത്യൻ ബിസിനസ്? ഇന്ത്യൻ ബിസിനസ് നമ്മളുടെ ഫുൾ ബിസിനസിന്റെ ഒരു 10%, 12% വരുന്നുണ്ട്. എത്ര ജോലിക്കാരുണ്ടാവും ഇന്ത്യയിൽ? ഇന്ത്യയിൽ ഓൾമോസ്റ്റ് 8,000 പീപ്പിൾ ഫാക്ടറീസിലുണ്ട്. നമുക്ക് ടോട്ടൽ 25,000 വർക്കേഴ്സാ വേൾഡ് വൈഡ്. തായ്ലൻഡിൽ നമുക്കാണെങ്കിൽ 4,000 പീപ്പിൾ അവിടെ മാത്രമുണ്ട്. ബാക്കിയെല്ലാം എല്ലായിടത്തും കൂടെയാ. മാൾട്ടയിൽ നമുക്ക് സെന്ററിനേ ഉള്ളൂ. മാൾട്ടയില് ഒരു 22 ആളുകൾ ഓഫീസേഴ്സ് ഈ ട്രേഡിങ് ഡെസ്കും എല്ലാം ആയിട്ട് അവിടെ ഇത് ചെയ്യുന്നത്. ബാക്കി എല്ലാവരും ഈ ലോജിസ്റ്റിക്സ് ഡിസ്ട്രിബ്യൂഷൻ, ഈ ലോറീസ് കൊണ്ടുപോയിട്ട് ഓരോരോ ഈ സോൾട്ടേഴ്സിൻ്റെ അടുത്ത് സപ്ലൈ ചെയ്യുന്ന ആളുകളല്ല. അപ്പം അങ്ങ് എവിടെ ബേസ് ചെയ്തിരിക്കുന്നത്? ഞാൻ ഇപ്പം കൂടുതലും ട്രിവാൻഡ്രത്താ. മാൾട്ട രജിസ്റ്റേർഡ് ഓഫീസ് ആയതുകൊണ്ട് അധികം അങ്ങനെ നമ്മൾ ഫിസിക്കലായിട്ട് പോയി സെറ്റിൽ ചെയ്യണം എന്നില്ല. ഞാൻ കുറേ കാലമായിട്ട് ഇന്ത്യയിലാണ്. ഇപ്പം എൻ്റെ കുട്ടികൾ 2 പേരും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടിയാണെങ്കിൽ ആഫ്രിക്കയിലെല്ലാം അദ്ദേഹം കൂടെ പോവും. ഹി ഓൾസോ ഹാസ് കംപ്ലീറ്റ് ജോയിൻ ചെയ്തു ബിസിനസ്സിൽ. എന്നിട്ട് നമുക്ക് എല്ലായിടത്തും അവിടുത്തെയും ലോക്കൽ മാനേജിങ് ഡയറക്ടേഴ്സാണ് ഉള്ളത്. എനിക്ക് എപ്പോഴും അതാ എൻ്റെ ബിലീഫ്. അവർക്ക് അവിടുത്തെ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന പോലെ ഒരു വെളിയിൽ നിന്ന് ഒരു പോകുന്ന ഒരാൾക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല. അപ്പം നമുക്ക് അവർക്ക് ശമ്പളം കൂടാതെ ഇതും കൊടുക്കണ്ടേ? പെർസെൻറ്റേജും കൊടുക്കും, ലാഭവിഹിതം കൊടുക്കേണ്ടി വരും? ഇല്ല, അത് എല്ലായിടത്തും ഡിഫറെൻറ്റ് ഇതാ. ഞാനാണെങ്കിൽ സാധാരണ ഒരു ഷെയർ കൊടുക്കും ബിറ്റ്വീൻ ഒരു 5% to 11% ഓഫ് ദി കമ്പനി ആ ലോക്കൽ എംപ്ലോയീസിനുള്ള. ലോക്കൽ കൺട്രിയിൽ മാത്രം? ലോക്കൽ കൺട്രിയിൽ മാത്രം. അവർ ചെയ്യുന്ന ബിസിനസ് അവർ സാധാരണ ഇമ്പോർട്ട് എക്സ്പോർട്ട് എല്ലാവർക്കും ജീവനക്കാർക്കെല്ലാം കൊടുക്കുമോ? അതോ ഈ ആ മാനേജിങ് ഡയറക്ടറും ക്രിട്ടിക്കൽ ആളുകൾക്ക്, മറ്റേവരെല്ലാം മാറിക്കൊണ്ടല്ല ഇരിക്കുന്ന ആളുകളായിരിക്കും. ആ രീതിയിൽ പോകുന്നതുകൊണ്ട് ലാഭം കൂടാൻ അവർക്കും താല്പര്യമുണ്ട്. അവർക്ക് വളരെ അവരാ ശരിക്കും ബാക്ക് ബോൺ നമ്മളുടെ ബിസിനസ് ഗ്രോ ചെയ്യുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പോകും. വൺസ് ഇൻ 3 months എല്ലായിടത്തും ഒന്ന് പോയി നോക്കും. അപ്പൊ ഇവിടെ ഫാക്ടറിയിലും അങ്ങനെ തന്നെ ഒഡീഷയിൽ ഫാക്ടറിയിൽ ഇപ്പോൾ ഒന്ന് ഞാൻ പോകേണ്ട ആവശ്യമില്ല. ഞാൻ ഇപ്പോൾ ഓൾറെഡി 40 years ഈ പ്രോസസ്സിങ് ഫീൽഡിലുണ്ട്. നമ്മളെ ആളുകളെല്ലാം ഉണ്ട്. സോ ദേ ആർ വെരി വെൽ വേഴ്സ്ഡ്. അപ്പൊ തിരുവനന്തപുരത്ത് തന്നെ നമുക്ക് ചെറിയ ഓഫീസ് ഉണ്ടാവും? ചെറിയ ഓഫീസ് ഉണ്ട്. നമ്മളെ മെയിൻ ഒരു 6 ആളുകൾ, ലീഗൽ ഹെഡും ഫൈനാൻസ് ഹെഡും എല്ലാം ഇവിടെ ആയിരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. പക്ഷേ ഇതൊരു മാൾട്ട കമ്പനിയാണ്. അത് കൊള്ളാം. അതേസമയം പ്രൊഡക്ഷനും പ്രോസസ്സിങ്ങും കേരളത്തിന് പുറത്ത് നടക്കുന്നുണ്ട്. കേരളത്തിലും തായ്ലൻഡിൽ നടക്കുന്നുണ്ട്. നമ്മൾ ലോജിസ്റ്റിക്സ് ഡിസ്ട്രിബ്യൂഷൻ യൂറോപ്പ് ഫുള്ളായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം അമേരിക്കയിലും ഉണ്ട്. അപ്പം പിന്നെ കേരളത്തിലേക്ക് അതിനുശേഷം പിന്നെ തിരിച്ച് ഇവിടെ പ്രൊഡക്ഷൻ വേണ്ടാന്ന് വെച്ചു. പിന്നെ ഇപ്പോഴും ലാഭകരമല്ല? അല്ല, ഇറ്റ് ഈസ് നോട്ട്. എനിക്ക് തോന്നുന്നു കേരള കുറച്ചും കൂടി ഒരു ടൂറിസവും IT ഓറിയൻറ്റഡ് ബിസിനസ്സിന് മാത്രം അങ്ങായി പോയി. ബിക്കോസ് നമ്മളുടെ കുട്ടികളെ അങ്ങനെയാണ് പഠിപ്പിച്ചത്, ഇൻക്ലൂഡിങ് കാഷ്യൂ വർക്കേഴ്സിൻ്റെ കുട്ടികളെ പഠിപ്പിച്ചത് അങ്ങനത്തെ ജോലിക്ക് വേണ്ടി. ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ് അങ്ങനെ അങ്ങ് പഠിപ്പിച്ച് അതൊരു ഫാഷനായി അങ്ങനെ അങ്ങ് വന്നു. അപ്പം നമുക്ക് മറ്റേതിനൊന്നും ലേബറിനെയും കിട്ടത്തില്ല. അപ്പം അങ്ങനത്തെ ഒരു സൊസൈറ്റി ആയിട്ട് മാറിയിരിക്കുക കേരളം. ഐ ഡോണ്ട് തിങ്ക് നമുക്ക് ഈ ലേബർ ഇൻറ്റൻസീവ് ഒരു കാര്യവും നമുക്ക് മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ സ്കോപ്പേ ഇല്ലെന്നാ പറയുന്നത് അല്ലേ? ഇല്ല, ഈ കേരളത്തിലില്ല, വളരെ കുറവാണ്. ഏത് സർക്കാർ വന്നാലും എത്ര നയം വന്നാലും ഇറ്റ് ഡസന്റ് മാറ്റർ. നമുക്ക് പ്രൊഡക്ഷൻ പാടാണ്. ഇപ്പം തന്നെ അവരാണെങ്കിൽ 150 രൂപ ഒരു കിലോ തറവില വെച്ചു കാഷ്യൂസിന്. ഇറ്റ് ഈസ് അൺറീസണബിൾ. ബാക്കി എല്ലായിടത്തും നമുക്ക് ഇമ്പോർട്ട് ചെയ്ത 120 രൂപയ്ക്ക് കിട്ടുന്ന ഒരു സാധനം 150 വെച്ചിട്ട് അത് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ അത് പർച്ചേസ് ചെയ്ത് അതിൻ്റെ നഷ്ടം ഇത് ചെയ്ത് അവരുടെ ബാലൻസ് ഷീറ്റ് അവർ ഫയൽ ചെയ്യത്തില്ല. എന്നിട്ട് ടാക്സ് പേയേഴ്സ് മണിയാകുമ്പോൾ അവർക്ക് പല കാര്യങ്ങളും ചെയ്യാം വിച്ച് വി കനോട്ട്. നമുക്ക് കമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു പ്രൈവറ്റ് ആക്കുക അവരുമായിട്ട് കമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് എനി ബിസിനസ് ദറ്റ് ഗവൺമെൻറ് ഇസ് ഇൻ നമുക്ക് ഒരിക്കലും കമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് അവർക്ക് ബഡ്ജറ്ററി ഫണ്ട്സാണ് കിട്ടുന്നത്. അല്ല, അപ്പോഴും ഞാൻ ചോദിക്കുന്നത് ഈ കർഷകർക്ക് വേണ്ടേ? അവർക്ക് 150 രൂപയിലും കിട്ടിയാൽ അവർക്ക് മുതലാവും. ഈ കർഷകർ സത്യമായിട്ടും ആ കർഷകരായിട്ട് മാറിയായിരുന്നെങ്കിൽ ഈ 150 അല്ല, ഈവൻ അറ്റ് 100 rupees they would have made a profit. ഇതിപ്പം
ആരെങ്കിലും എല്ലാം വീട്ടിൻ്റെ പുറവശത്ത് 2 കശുമാങ്ങ മാവ് കാണും, അതെടുത്ത് ഒരു ഹോൾസെയിലറിന് കൊണ്ടു കൊടുക്കും, അവരാ കൊണ്ട് ഈ ഗവൺമെൻറ്റിന് വേണ്ടി കൊടുക്കുന്നത്. ഇവർക്ക് മാത്രമേ ഉള്ളൂ ബെനിഫിറ്റ്, അല്ലാതെ ദർ ആർ നോ ബേസിക് ഫാമേഴ്സ് ഓഫ് കാഷ്യൂസ് ഇൻ കേരള. ആണോ? കശുവണ്ടി തോട്ടങ്ങളൊന്നും ഈ സെയിം കർഷകർ തന്നെയല്ലേ ആന്ധ്രയിലും ഒറീസയിലും ഇതില്ല. അവർക്ക് എങ്ങനെയാ ഈ ലോവർ വിലയ്ക്ക് തരാൻ പറ്റുന്നത്? അവർ ലാഭത്തിലാണ്. ഇത് തന്നെ ഇത്രയും എല്ലാ 5 ഇയേഴ്സും കാഷ്യൂ കൾട്ടിവേഷൻ ത്രൂ ഔട്ട് ദ വേൾഡ് ഡബിൾ ചെയ്തിട്ടുണ്ട്. ആണോ? എല്ലാ വർഷവും ഇത്രയും ഗ്രോ ചെയ്തിട്ടും പ്രൈസ് ഡോളർ ടേംസിൽ കുറഞ്ഞിട്ടില്ല. അപ്പം ഈ കൺസംഷൻ കൂടിക്കൊണ്ടിരിക്കുക. ഇത് വെച്ചിട്ട് ഇത് ഗ്രോ ചെയ്യണമെങ്കിൽ ദർ മസ്റ്റ് ബി എ റീസൺ വൈ ഇറ്റ് ഇസ് ഗ്രോയിങ്, അല്ലാതെ ഇറ്റ് കനോട്ട് ഗ്രോ. ആ ഒരു പ്രോസസ്സ് വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം നമ്മളൊരു അൺറീസണബിളായിട്ട് വെച്ചാൽ നമ്മളുടെ ഇൻഡസ്ട്രി കൊച്ചാവത്തേ ഉള്ളൂ. ഇറ്റ് കനോട്ട് വർക്ക്. അത് നമ്മളൊരു ബൈയിങ് സെല്ലിങ് ഒരു സിറ്റുവേഷനിൽ ഇതിലും വേറിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. ഈ കശുവണ്ടി അല്ലാതെ ഉള്ള ബിസിനസ്സുകളുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണോ തോന്നുന്നത് കേരളത്തിലെ അവസ്ഥ? അതായത് ഇപ്പോൾ കശുവണ്ടി മാനുഫാക്ചറിങ്, ലേബർ, എനിത്തിങ് ദറ്റ് ഈസ് ലേബർ ഇൻറ്റൻസീവ്, ഈ ലേബർ ഇൻറ്റൻസീവ് കാര്യങ്ങൾ IT പോലത്തെ ഇപ്പം IBM വരാനായിട്ടോ ഗൂഗിളിനെല്ലാം വരാനായിട്ട് ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി. പക്ഷേ അതിന് ഇപ്പം കോമ്പറ്റീഷൻ ബാംഗ്ലൂരും ഹൈദരാബാദും എല്ലാം ആകുമ്പം അവിടെ കുറെ കൂടെ പോപ്പുലേഷനും ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, എല്ലാം ചീപ്പ് ലേബർ ആൻഡ് ചീപ്പ് ലേബർ. ഇതെല്ലാം കൂടി ഒരു കോമ്പിനേഷനാണ്. നമ്മളുടെ കുട്ടികൾക്ക് തന്നെ ദേ ഫൈൻഡ് ഇറ്റ് ഈസിയർ ടു ഗോ ആൻഡ് വർക്ക് ഇൻ ബാംഗ്ലൂർ ദാൻ ഇൻ കേരള. അതാ ഒരു ഭയങ്കര ഒരു പാരഡോക്സാ ഈ ഒരു സിറ്റുവേഷൻ. അതായത് അപ്പം നമ്മൾ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുകയോ വേണ്ട, സർവീസ് ഇൻഡസ്ട്രി കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയാൽ കറക്റ്റ് നമുക്ക് കുറച്ച് ഇൻഫ്രാസ്ട്രക്ചറും, കാരണം നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള പിള്ളേരുണ്ട്, അതുകൊണ്ട് മെച്ചപ്പെടുത്തിയാൽ പറ്റും. അത് ആ കുട്ടികളെയും കൂടെ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആക്കണം ഇവിടെ നമുക്കാണെങ്കിൽ ലിവ് ചെയ്യാനായിട്ട്. ഇപ്പം അവർ കുറച്ചൊരു അൺഹാപ്പിയാ ഇവിടെ ലിവ് ചെയ്യാനായിട്ട്. ദേ ഫൈൻഡ് ഇറ്റ് ഈസിയർ ടു ലിവ് ഇൻ എ പ്ലേസ് ലൈക്ക് ബാംഗ്ലൂർ. എല്ലാ വിധത്തിലും നമ്മളൊക്കെ ഒരു കൾച്ചർ അങ്ങനെ ആയിപ്പോയി. ബിക്കോസ് നമ്മൾ വളരെ പൊളിറ്റിക്കലായിപ്പോയി ഇൻ ദ തിങ്കിങ്. ഒരു കുട്ടി ജനിക്കുമ്പം തന്നെ എപ്പോഴാണ് കല്യാണം കഴിക്കുന്നത്, എപ്പോഴാണ് കുട്ടികളുണ്ടാവുന്നത്, അങ്ങനത്തെ ഒരു തിങ്കിങ്. ബിക്കോസ് എക്കണോമിക്കായിട്ടല്ല നമ്മൾ തിങ്ക് ചെയ്യുന്നത്. നമ്മളുടെ തിങ്കിങ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറി. ശരിക്കും ആ കർമ്മത്തിൽ എപ്പോഴും എല്ലാ ഫാമിലീസ് ത്രൂ ഔട്ട് ദ വേൾഡ് സാധാരണ കോൺഷ്യസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഫ്രം തുടങ്ങുമ്പം തന്നെ നമ്മളൊരു ഒരു 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 ഫോറസ്റ്റിൽ ലിവ് ചെയ്യുമ്പോഴും ഈ ഫുഡ് കൊണ്ടുപോകാൻ വരുന്ന ഒരാൾക്കൊരു ഇമ്പോർട്ടൻസും അതിന് വേണ്ടിയ വീടും ബാക്കിയെല്ലാം ഫോം ചെയ്യുന്നത്. അത് മാറി വേറെ എന്തോ അല്ല ആയി ഇമ്പോർട്ടൻസും. ഇതല്ലാതെ എന്ത് ബിസിനസ്, ഈ കാഷ്നട്ട് മാനുഫാക്ചറിങ് അല്ലാതെ മറ്റെന്ത് ബിസിനസ്സാണ്? നമ്മൾ കുറച്ച് സ്റ്റാർട്ടപ്സ് ഇന്ത്യയിലുണ്ടോ? ഈവൻ കേരളയിൽ നമ്മളൊരു AI കമ്പനി സ്റ്റാർട്ടപ്പായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ പ്രൊമോട്ടറാണ്. ഐഡിയയും അത് എല്ലാ കുട്ടികളും, ഒരു കുട്ടിയുണ്ട് സ്റ്റാർട്ടപ്പിൽ നമ്മുടെ അടുത്ത് വന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ വി വിൽ ആക്ച്വലി ഫൈനാൻസ് ഇറ്റ്. ഞങ്ങളൊരു വലിയൊരു സ്പോർട്സ് കമ്പനി ഞങ്ങൾ ഫൈനാൻസ് ചെയ്തു. പക്ഷേ ദാറ്റ് വെൻ ബാങ്ക്രപ്റ്റ് ഈ കോവിഡ് ടൈമിൽ. അവർ ഒരു ഔട്ട്ഡോർ സ്പോർട്സ് ഒരു കമ്പനി ആയിരുന്നു. അത് ആ സമയത്ത് നടക്കാൻ പറ്റാതെ ഒരു 16 നല്ല കുട്ടികളായിരുന്നു. എല്ലാവരും IT റിലേറ്റഡ് ഹു വേഴ്സ് ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ് ഇതിൽ തുടങ്ങിയത്. അപ്പം നമ്മളിങ്ങനെ വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് മൊത്തം നമ്മൾ എടുക്കും. നമ്മൾ ആ ഷെയർ, അവരുടെ സ്വെറ്റ് ഇക്വിറ്റിയും നമ്മളുടെ ഷെയറും ആ കമ്പനീസിലെല്ലാം അവർക്ക് മേജർ ഷെയർസ് കാണും, നമുക്ക് മൈനോറിറ്റി. നമ്മളൊരു ഇൻവെസ്റ്റർ ആയിട്ട് പോത്തത് മാത്രമേ ഉള്ളൂ. അങ്ങനെ എത്ര കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും? നമ്മളൊരു 35 എണ്ണം. ലാഭത്തിൽ പോകുന്നുള്ളൂ? ഇപ്പം ഒരെണ്ണവേ ലാഭത്തിൽ പോകുന്നുള്ളൂ. ഈ AI കമ്പനി മാത്രമേ ഉള്ളൂ ലാഭത്തിൽ പോകുന്നത്. അപ്പൊ പിന്നെ നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ് പിന്നെ തുടരുന്നതോ? അത് ഇതിൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഈ കമ്പനി നാളെ ലിസ്റ്റ് ചെയ്താൽ നമുക്കാണെങ്കിൽ ഒരു 200 ടൈംസ് എല്ലാം കിട്ടും. പക്ഷെ വലിയ പാടാ. ഇറ്റ് ഇസ് നോട്ട്, ഇത് വളരെ വലിയ റിസ്ക്. ഇത് സെലക്ട് ചെയ്യാൻ നമുക്ക് എക്സ്പെർട്ട് ടീം ഉണ്ടോ? എക്സ്പെർട്ട് ടീം ഉണ്ട്, നല്ല ആളുകൾ
ടെക്നിക്കലെല്ലാം ഉണ്ട്. ഇതിലെല്ലാം നമുക്കാണെങ്കിൽ ആർക്കും ഇത് സക്സീഡ് ചെയ്യുവോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ നമ്മളുടെ ചലഞ്ചസ് വളരെ ഹൈയാണ്. നമ്മളുടെ ഒരു ഇക്കോസിസ്റ്റവും അത് ബാംഗ്ലൂരിൻ്റെ ഒരു ഇക്കോസിസ്റ്റവും സിലിക്കോൺ വാലിയുടെ ഒരു ഇക്കോസിസ്റ്റവും വലിയ വ്യത്യാസമാണ്. ഈ വേൾഡിൽ ഇപ്പോൾ ഈ പ്രോഡക്ട്സ് എല്ലാം വേൾഡ് കോമ്പറ്റീറ്റീവ് ആവണം. അപ്പം ചാൻസസ് നമുക്ക് വളരെ കുറവാണ്. നമ്മൾ കുട്ടികൾ തന്നെ ഹൗ ദേ ഗ്രോ, അവരുടെ തിങ്കിങ് എന്തുവാന്നെല്ലാം ഒരു ബിസിനസ് പോലെ അല്ല അവർ തിങ്ക് ചെയ്യുന്നത്. അവരുടെ വളരെ കൊച്ചു തിങ്കിങ്, കൊച്ചു ഐഡിയാസ്. പിന്നെ ബാംഗ്ലൂരിൽ പോയി കഴിഞ്ഞാൽ അതാ ഏറ്റവും വലിയ സിറ്റി ഇൻ ദ വേൾഡ് എന്ന് വിചാരിക്കുന്ന ആളുകളാണ്. ഇതിൽ നിന്നെല്ലാം വലിയ ഒരു വേൾഡ്, ഒരു വലിയൊരു ഇക്കോസിസ്റ്റമാണ്. അതിൻ്റെ അകത്ത് കോമ്പറ്റീഷൻ വേണമെങ്കിൽ യു വിൽ ഹാവ് ടു ഹാവ് ദ റൈറ്റ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് ടൈം. എന്നാലേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് അണ്ടർസ്റ്റാൻഡിങ് ഇപ്പം പതുക്കനെ വരുന്നുണ്ട്. ബിക്കോസ് ദേ നോ ഈ കോമ്പറ്റീഷനും ദേ നോ ഹൗ ഇറ്റ് ഈസ് ആക്ച്വലി ഹാപ്പനിങ്. അവർക്കാണെങ്കിൽ ഒരു 5 കോടിയോ 10 കോടി കിട്ടുമ്പോൾ തന്നെ ദേ തിങ്ക് ദറ്റ് ദേ ഹാവ് ഓൾറെഡി റീച്ച്ഡ് വലിയ സിറ്റുവേഷൻ. ഇത് 100 മില്യനാ, 500 മില്യനാ, 2000 മില്യനാന്നുള്ള കാര്യങ്ങളൊന്ന് അവർ മാറുന്നു. അന്ന് അവർ കാറും ഡിന്നേഴ്സും ലഞ്ചസും, ഞാൻ IT ടെക്നോ പാർക്കിൽ ഒരു ആൾക്ക് $330 million എന്തോ കിട്ടി അന്ന്. ദാറ്റ് വാസ് ദ ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. 5 ദിവസം 24 hours പാർട്ടിയാണ്. അതാ അവർ ഫസ്റ്റ് കാണിക്കുന്നത്. എല്ലാവരെയും വിളിച്ച്, ഇൻക്ലൂഡിങ് എന്നെ വിളിച്ച് പാർട്ടി തന്നെ. അപ്പോൾ ഐ വാസ് വെരി സർപ്രൈസ് അവരെങ്ങനെയാണ് ഫോക്കസ് മാറുന്നത് ഇൻ ദറ്റ് സിറ്റുവേഷൻ. തായ്ലൻഡിലെ ബിസിനസ് എങ്ങനെയാന്ന് പറഞ്ഞേ? ഈ ബാങ്കോക്കിലാണോ? അല്ല, ബാങ്കോക്കും പട്ടായയുടെ ഇടയ്ക്ക് ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ട്. ഒരു 1.5 hours അവേ ഫ്രം ഇത്. അവിടെ ഒരു ഇൻഡസ്ട്രിയൽ, അവിടെ നമ്പർ 1 ഫാക്ടറിയാണ് തായ് അഗ്രി ഫുഡ്സ് എന്ന്. അതിലെന്തൊക്കെയാണ്? അതിൽ കോക്കനട്ട് മിൽക്ക്, കോക്കനട്ട് വാട്ടറാ ബേസ് പ്രോഡക്റ്റ്. എറോയിഡിയും പാഞ്ചി എന്ന് പറഞ്ഞുകൊണ്ട് 2 ബ്രാൻഡ്സ്. ആ പ്രോഡക്റ്റ് യൂറോപ്പിലേക്ക് കയറ്റുമതി. യൂറോപ്പ് അമേരിക്കയിലെ ഏറ്റവും വലിയ ബ്രാൻഡാണ് അവിടുത്തെ. നമ്മൾ തന്നെ, ഞാൻ തന്നെ അമേരിക്ക ഇപ്പം എറോയിഡി AROYD എന്ന് പറഞ്ഞുകൊണ്ട്, പാഞ്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ. അതൊക്കെ അവിടുത്തെ പേരാണോ? അവിടുത്തെ തായ്ലൻഡ് ഒരു കമ്പനിയായിരുന്നു നമ്മൾ ടേക്ക് ഓവർ ചെയ്തത്. അമേരിക്കയിലൊക്കെ ബ്രാൻഡ്. അമേരിക്കയിലല്ല, എല്ലായിടത്തും ഈ എത്തനിക് ഫുഡ്സ് കിട്ടുന്ന എല്ലായിടത്തും ഈ കോക്കനട്ട് മിൽക്ക് ഏറ്റവും ബെസ്റ്റ് കോക്കനട്ട്സ് വേൾഡിലെ തായ്ലൻഡിലാണ്. അതിൻ്റെ കോക്കനട്ട് മിൽക്ക് ആളുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതന്നെ ഞാൻ തന്നെ എൻ്റെ ഓൺ റിലേറ്റീവ്സ് അമേരിക്കയിൽ പോകുമ്പോൾ ഞാൻ വേണമെന്നുകൊണ്ട് കിച്ചണിൽ ചെന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പം നമ്മളെ ടിന്ന കാണുന്നത്. ഞാൻ അടുത്ത ആഴ്ച പോകുന്നുണ്ട്. ആണ് ഈസി ആയിട്ട്. ഇത് ബൈ ഫാർ, ഇൻക്ലൂഡിങ് ഇൻ ലണ്ടനും എല്ലായിടത്തും ഓൾ ഓവർ ദി വേൾഡ് കോമ്പറ്റീഷൻ ഇല്ല എന്നല്ല. കൊക്കോ എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷേ ഏറ്റവും നന്നായിട്ട് പോകുന്നത് അമേരിക്കയിലും ജർമ്മനിയെല്ലാം നമ്മളുടെ. അത് കഴിഞ്ഞ് വേറെ എന്താ അവിടെ ഉള്ളത്? ഈ കോക്കനട്ടിന്റെ കോക്കനട്ട്, പിന്നെ ഈ ചൈനീസ് ടീ, ഈ ജാക്ക് ഫ്രൂട്ട് നിർമ്മിക്കുക. എല്ലാം ലോക്കലായിട്ട് മാനുഫാക്ചർ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നത്. തായ്ലൻഡ് മാർക്കറ്റ് നമ്മൾ വിൽക്കുന്നുണ്ട് വളരെ കുറച്ച്. തായ്ലൻഡ് മാർക്കറ്റ് എക്സ്പോർട്ട് കമ്പനി, അവിടെ എക്സ്പോർട്ട് കമ്പനിയാണ്. എക്സ്പോർട്ട് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ടാക്സ് ഇല്ലായിരിക്കും അല്ലേ? ടാക്സ് ഇല്ല. പിന്നെ വേറെ എവിടെ? മാൾട്ടയിൽ മാനേജ്മെന്റ്, ഈ ട്രേഡിംഗ് ഡെസ്ക് മാത്രം. വേറെ സിംഗപ്പൂരിലുണ്ടോ? ഇല്ല, മലേഷ്യയിലുണ്ട് നമുക്ക്. അതിൻ്റെ കൂടെ നമുക്കൊരു യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടും എല്ലാം മലേഷ്യയിലുണ്ട്. മാൾട്ടയിൽ നമുക്കൊരു ഡാൻസ് ചെയ്യും, അവിടുത്തെ ഫ്ലെമിംഗോ ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതൊക്കെ ലാഭത്തിനല്ലോ. അല്ലല്ല, അതല്ല അവിടുത്തെ ഓൺ CSR ആക്ടിവിറ്റി പോലെ അങ്ങ് നടത്തുന്ന. ഇപ്പോഴത്തെ മേജർ കാര്യം. 25,000-ഓളം ഇതിന്റെയൊക്കെ ചെയർമാനാണ്. ആണ് ചെയർമാനാ. മക്കൾക്കൊക്കെയോ? അവർ ഡയറക്ടേഴ്സ് ആയിട്ട്, ഒരാൾ ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്തു, മറ്റവർ ഇപ്പോഴും വർക്ക് ചെയ്യുക. എല്ലാവരും ഞാൻ ഓരോ രാജ്യത്തെയും സെപ്പറേറ്റ് കമ്പനികളല്ലേ? എല്ലാം സെപ്പറേറ്റ്. അപ്പൊ അവിടെ നമ്മളായിരിക്കും ഡയറക്ടർ ബോർഡിലുള്ളത്. നമ്മളും ഉണ്ട് ലോക്കലായിട്ട്. ലോക്കൽ ആളുകൾക്ക് ആ മെജോറിറ്റി ഇൻ ദ ബോർഡ്. അങ്ങനെ ഫോറിൻ സിറ്റിസൻസ് അങ്ങനെ നിയന്ത്രണങ്ങളൊന്നും ഒരിടത്തും ഡയറക്ടർ ആവാനായിട്ട് പ്രോബ്ലം ഒന്നുമില്ല. അവിടെ ഇൻവെസ്റ്റ്മെന്റ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഇൻവെസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്ടർ ആവാം കമ്പനീസിൽ. അവിടെയൊക്കെ സർക്കാരിന്റെ ഒക്കെ സഹകരണം എങ്ങനെ? ബുദ്ധിമുട്ടിക്കാറുണ്ട് ഇവരാരെയും? വളരെ ഈസിയാണ്. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി. ഞാനാണെങ്കിൽ ഇത് ഈ ഫസ്റ്റ് ഞാൻ നെതർലൻഡ്സിൽ പോയത് 87-ലാണ്. അന്ന് ഞാനാണെങ്കിൽ ഇപ്പം നമ്മൾ ഇവിടെ ഈ പുഷിങ് ദ ഫയൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോൺസെപ്റ്റ് നമുക്കുണ്ട്. അപ്പം ഞാനാണെങ്കിൽ നമ്മളെ ജനറൽ അയച്ചിട്ട് 3 ആഴ്ച കഴിഞ്ഞ് ഞാൻ ലാൻഡ് ചെയ്ത് ഞാൻ പറഞ്ഞു നമുക്ക് രജിസ്ട്രേഷൻ കിട്ടാനായിട്ട് അവരുടെ ഓഫീസ്, കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോകാം എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടും അവിടെ ചെന്ന് ഓഫീസറിനെ ചോദിച്ചപ്പോൾ ഉടനെ തന്നെ വന്ന് പ്ലീസ് കം എന്ന് പറഞ്ഞിട്ട് എന്തോ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ രജിസ്ട്രേഷൻ ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്,
3 വീക്സേ ആയുള്ളൂ, ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അത് കിട്ടിയാൽ കൊള്ളാം, ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനാണ്. ഈ 3 ആഴ്ചയായിട്ട് കിട്ടിയില്ലേ എന്ന് പറഞ്ഞിട്ട് അയാളൊരു ഫോൺ എടുത്ത് വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പം പറഞ്ഞാൽ അവർ പറഞ്ഞു അവർ ഇന്ത്യയിൽ കോമേഴ്സ് മിനിസ്ട്രിയിൽ എഴുതിയായിരുന്നു, അന്ന് ഫാക്സ് ആയിരുന്നു, ഫാക്സ് അയച്ചിട്ടുണ്ട്, റിപ്ലൈ വന്നിട്ടില്ല, അതുകൊണ്ടാണ് തരാത്തതെന്ന്. അപ്പം സാരമില്ല, ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ടെമ്പററി സർട്ടിഫിക്കറ്റ് താ, അത് കിട്ടുമ്പം യു ഗിവ് ദ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. അന്ന് അപ്പം തന്നെ ഫാക്സ് എടുത്തിട്ട് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, പ്ലീസ് സ്റ്റാർട്ട്, ദി എക്കോണമി ഈസ് ലൂസിങ് മണി, ഞങ്ങൾ വി ആർ ലൂസിങ്, നമ്മൾ ലേബറേഴ്സ്, ഇത് പ്ലീസ് സ്റ്റാർട്ട് ദിസ് ബിസിനസ്. ഇല്ല ഒന്ന് ഈ ഫാക്സിൻ്റെ ഒരു കോപ്പിയും കൂടെ എടുക്കുക, ഫാക്സ് കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് മാഞ്ഞു പോവും, യു ടേക്ക് എ കോപ്പി ആൻഡ് കീപ്പ് ഇറ്റ്, ദർ ഇസ് നോ പ്രോബ്ലം. ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഹി കോൾ മീ അപ്പ് ആൻഡ് സെഡ്, ലുക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ കോമേഴ്സ് മിനിസ്ട്രിയിൽ? അത് റിപ്ലൈ ഞങ്ങൾ 4-5 എണ്ണം കൊടുത്തിട്ടും റിപ്ലൈ വന്നില്ല. അപ്പം ഞാനാണെങ്കിൽ പറഞ്ഞു, ഒന്ന് സർ പ്ലീസ് വെയിറ്റ്. ഞാനും മറന്നുപോയായിരുന്നു, ഞങ്ങളിങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ കൊല്ലത്തുനിന്ന് ഒരാൾ ഡൽഹി ചെന്ന് ആ കോമേഴ്സ് മിനിസ്ട്രി ചെന്നിട്ട് അവിടെ ഫയല് പുഷ് ചെയ്ത് അതിൻ്റെ ഇതെടുത്ത് ബോംബെയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കൊണ്ടുവന്ന് ഒരു സീൽ കവറിൽ കൊണ്ടുവന്ന് അത് കൊടുത്ത് അത് കൺഫർമേഷൻ മേടിച്ച് തിരിച്ച് കോമേഴ്സ് മിനിസ്ട്രി കൊണ്ടുപോയിട്ട് ഫാക്സ് ഇവിടെ തിരിച്ച് വന്നിട്ടാണ് ഈ ഒരു സിസ്റ്റം ശരിയായത്. അതിന് സ്വാഭാവികമായിട്ട് കാശ് മുടക്കം കാണും. എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് നത്തിങ് യു ക്യാൻ ഡു അബൌട്ട് ഇറ്റ്. ആ രീതിയിൽ അങ്ങ് പോകാൻ ഇന്ത്യയിൽ ആ സ്ഥിതി മാറിയില്ലേ ഇപ്പോൾ? കുറേ വളരെ ഇപ്പം എല്ലാം ഓൺലൈനാണ്. ഇപ്പം നമുക്കാണെങ്കിൽ ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത 4 hours നമുക്ക് നമ്മളെ സ്റ്റാർട്ട് സർട്ടിഫിക്കറ്റും ബാക്കിയെല്ലാം കിട്ടും. അത് എല്ലായിടത്തും മാറി. അത് വലിയൊരു വ്യത്യാസമാണ് ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ് കൊണ്ടുവന്നതും ഡിജിറ്റലൈസേഷൻ കൊണ്ടുവന്നതും എല്ലാം ഡെഫിനറ്റ് ആയിട്ട് വലിയ വ്യത്യാസം. എന്നിട്ട് നെതർലൻഡ്സിൽ നിന്ന് പിന്നെ നമ്മളെ ചിലവ് കുറഞ്ഞത് കൊണ്ടാണ് മാറിയത്. അപ്പം നെതർലൻഡ്സ് ഇപ്പോൾ ഇല്ല. നെതർലൻഡ്സ് ഇപ്പോൾ ഇല്ല. നമുക്ക് അവിടുത്തെ പോർട്ടിലാണ് ഇമ്പോർട്ട്സ് വരുന്നതും ഡിസ്ട്രിബ്യൂട്ടും ചെയ്യുന്നത്. പക്ഷേ അതെല്ലാം ഇപ്പൊ യൂറോപ്പിലെല്ലാം ഓൾമോസ്റ്റ് ഇന്റഗ്രേറ്റഡ് ആണ്. ഇവിടെ പറഞ്ഞു UK ഈ സാധനം കയറ്റുമതി ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കമ്പനി വേണ്ട. ആ പ്രോഡക്റ്റ് നമുക്ക് പണം അങ്ങോട്ട് വരുക, മാൾട്ടയിലോട്ട് വരുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമില്ല. ഒരു പ്രശ്നം. മാൾട്ട ആയിരിക്കും നമ്മുടെ ഫൈനാൻഷ്യലിന്റെ മെയിൻ ക്യാപിറ്റൽ അവിടെ തന്നെ. അപ്പം അത്രയും നന്നായിരിക്കുന്നു. അങ്ങയെക്കുറിച്ച് ഏകദേശം എനിക്ക് തോന്നുന്ന ആളുകൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നല്ലേ? എന്താണ് അങ്ങനെ ഒരു അനുഭവം ഈ ബിസിനസ് ചെയ്യുന്നതിൽ? കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്തൊക്കെ എന്തെങ്കിലും ഒന്നും പ്രത്യേകിച്ച് പറയാനുണ്ടോ ഇപ്പോഴത്തെ? ഡെഫിനറ്റ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ട്രിവാൻഡ്രത്ത് വന്ന് താമസിക്കാൻ. ബിക്കോസ് വളരെ കാമാ, ഇറ്റ് ബിക്കംസ് വെരി ഈസി ടു തിങ്ക്. നമ്മളൊരു പ്രോബ്ലം എല്ലാം ഉണ്ടായത്. ബിക്കോസ് ഞാനാണെങ്കിൽ ഈ ബിസിനസ്സിൽ വരുന്ന 18 വയസ്സില്ല. ബിക്കോസ് എൻ്റെ അച്ഛനാണെങ്കിൽ വലിയൊരു നഷ്ടം ഉണ്ടായി. അന്നൊരു ട്രേഡ് വാർ ഉണ്ടായിരുന്നു USSR ഇന്ത്യയായിട്ട്. ആ ട്രേഡ് വാർ, ഇന്നത്തെ ഈ ടാരിഫ് പോലത്തെ ഒരു സിറ്റുവേഷനിൽ USSRയിൽ നിന്ന് നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സ്റ്റോപ്പ് ചെയ്തു ഇന്ത്യ. ബിക്കോസ് ഇന്ത്യയിൽ ഫെർട്ടിലൈസർ 82 ഇന്ത്യയും USSR നല്ല ബന്ധത്തിലായിരുന്നു, വളരെ നല്ല ബന്ധം. ഇപ്പോഴും ഡിഫൻസ് അല്ല, പക്ഷേ വി ഹാഡ് എ ട്രേഡ് വാർ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇവിടെ ഈ ഒരു പ്രോസസ്സിങ് തുടങ്ങിയായിരുന്നു ഫെർട്ടിലൈസർ. ഗോവയിലും ഒറീസയിലും എല്ലാം ഫാക്ടറി, ഇന്ദിരാഗാന്ധിയുടെ കാലം. ആ സമയത്ത് നമ്മൾ ഫെർട്ടിലൈസേഴ്സ് മേടിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ നമ്മളുടെ കമ്മോഡിറ്റീസ് ഏറ്റവും കൂടുതൽ അറ്റ് ദ ഹയസ്റ്റ് പ്രൈസ് മേടിച്ചുകൊണ്ടിരുന്ന USSR ആയിരുന്നു. അപ്പം ഞങ്ങൾക്കാണെങ്കിൽ USSR ഡയറക്റ്റായിട്ട് ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കോൺട്രാക്ട് ചെയ്ത് അന്നത്തെ 25,000 tons ഓഫ് കേർണൽസ് ഞങ്ങൾ കോൺട്രാക്ട് ചെയ്ത് ഞങ്ങൾ റോ മെറ്റീരിയൽ എല്ലാം മേടിച്ച് പ്രോസസ് ചെയ്ത് കാഷ്യൂനട്ട്സ് എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴത്തേക്ക് അവർ സ്റ്റോപ്ഡ് ഓൾ ഇമ്പോർട്ട്സ് ഓഫ് ഈ കമ്മോഡിറ്റീസ്, എല്ലാ കമ്മോഡിറ്റീസും ഫ്രം ഇന്ത്യ. അപ്പോഴത്തേക്ക് ഇത് ന്യൂസ് വേൾഡ് വൈഡ് അറിഞ്ഞിട്ട് ഈ പ്രൈസസ് അന്ന് $3.65 താഴെ ഇടിഞ്ഞു വന്ന് 185 ആയി. ഈ ഷെയർ മാർക്കറ്റ് എല്ലാം പോലെ തന്നെ. ആരും മേടിക്കാനില്ല. റഷ്യ നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറ്റ് ബിക്കേം, റഷ്യ ആയിരുന്നു നമ്മളെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണർ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. ഈ നഷ്ടം വന്നിട്ട് അന്നത്തെ ഏറ്റവും വലിയ ലയബിലിറ്റി ബാങ്കിങ്
ലയബിലിറ്റി കേസ് എൻ്റെ അച്ഛൻ്റെ പേരിലാണ് കൊടുത്തത്. അന്ന് ഇന്ത്യൻ ഓവർസീസ് ബാങ്കും ഇന്ത്യൻ ബാങ്കും ആയിരുന്നു ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ആയിരുന്നു ഏറ്റവും വലിയ ഫൈനാൻസേഴ്സ്. എങ്ങനെയാണ് ഈ ഫൈനാൻസ് വേണ്ടി വരുന്നത്? നമ്മൾ ഈ പ്രോഡക്റ്റ് വാങ്ങി കൊടുക്കാനായിട്ട് അത് തിരിച്ച് കിട്ടുന്ന വരെയുള്ള കാലയളവാണ് എങ്ങനെ വരുന്നത്? അല്ല, ഈ പ്രോഡക്റ്റ് ഈ കാഷ്യൂസിൻ്റെ വില ഭയങ്കര ഹൈ ആണ്. അപ്പം നമ്മൾ 25% ഓഫ് ദി മണിയും ഒരു ലാൻഡ് എല്ലാം പ്ലെഡ്ജ് ചെയ്താൽ 75% ബാങ്കിങ്ങാണ് തരുന്നത്. അപ്പം അത് വെച്ചിട്ട് ഈ വലിയ വോളിയൂംസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അന്ന് തന്നെ മില്യൺസ് ഓഫ് ഡോളേഴ്സ് ബിസിനസ് ചെയ്യണമെങ്കിൽ ഈ ബാങ്കിൻ്റെ അതിന് രൂപ എടുത്തിട്ടാണ് that you actually do. എന്നിട്ട് അവിടെ നിന്ന് വരുമ്പോൾ അതടയ്ക്കും. അതൊരു റൊട്ടേഷനായിട്ട് അങ്ങ് പോകും. എപ്പോഴും ഈ പ്രോസസ്സിങ് നമ്മളായി ഫസ്റ്റായിട്ട് ഈ 365 ഡേയ്സും പ്രോസസ്സിങ് തുടങ്ങിയത്. അന്ന് നമ്മൾ സൺഡേസ് പായസം കൊടുക്കുമായിരുന്നു, സോ ദാറ്റ് ദ പീപ്പിൾ വിൽ കം ആൻഡ് വർക്ക്. അപ്പം അങ്ങനത്തെ ഒരു ഇൻക്ലൂഡിങ് കേരളയിലെല്ലാം ഫുൾ എല്ലാ ദിവസവും പ്രോസസ്സിങ് ആയിരുന്നു. അന്ന് കേരളത്തിലല്ലേ ഉള്ളൂ പ്രോസസ്സർ? കേരളത്തിൽ മാത്രമല്ല അന്ന്. പിന്നെ ആ സമയത്ത് ഫസ്റ്റ് തമിഴ്നാട്ടിൽ തുടങ്ങിയത്. അല്ല, എന്നിട്ട് അപ്പോൾ അവരെ നിർത്തിവെച്ചു. അപ്പം നമുക്ക് ഒന്നും കയറ്റാൻ പറ്റിയില്ല. നമ്മളെ കുറേ ഗുഡ്സ് ചീത്തായിപ്പോയി. ഈ ഫുഡ് ഐറ്റം അല്ലേ, ഇത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാതെ നമ്മൾ കുറച്ച് നേരം പിടിച്ചു വെച്ചിരുന്നു, പ്രൈസ് കൂടിയിട്ട്. ബിക്കോസ് ഈ പ്രൈസ് വിറ്റ എന്തായാലും നഷ്ടം വരും എന്ന് അറിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചു ഈ ഷെയർസ് എല്ലാം പിടിക്കുന്ന പോലെ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്താൽ പ്രൈസസ് കൂടും എന്നെല്ലാം വിചാരിച്ചു. ഈ ട്രേഡ് വാർ തീരും എന്ന് വിചാരിച്ചു. അതൊന്നും ശരിയാവാതെ ഒടുക്കം ഡിസ്ട്രെസ് ആയിട്ട് നമുക്ക് വിൽക്കേണ്ടത് വന്നു. ഈ കളഞ്ഞില്ല, വിറ്റു. കുറെ എല്ലാം വിറ്റു, കുറച്ച് വെളിയിൽ. അല്ല, അന്ന് ഇന്ത്യയിൽ ഒരു മാർക്കറ്റ് ഇല്ലായിരുന്നു. അതെ, ആ സമയത്ത് ആയിരുന്നു ഈ ബ്രോക്കൺ കാഷ്യൂസിനൊന്നും ഈ ഫോറിനിൽ ഡിമാൻഡില്ല. എല്ലാം ഈ ഹോൾ കാഷ്യൂസ് മാത്രമായിരുന്നു. ആ സമയത്തായിരുന്നു ഈ നഷ്ടം വന്നപ്പോഴായി ഈ ബ്രിട്ടാനിയയുടെ ഒരു ഓഫർ വന്നത്. ഈ 11% ഇക്വിറ്റി മേടിച്ചിട്ട് അതിൻ്റെ ചെയർമാൻ രാജനൻ ആവാമെന്ന് പറഞ്ഞിട്ട്. ആ ഓപ്പർച്യൂണിറ്റി എടുത്തിട്ടാണ് നമ്മളൊരു ഗുഡ് ഡേ എന്ന് പറഞ്ഞൊരു ബിസ്ക്കറ്റ് തുടങ്ങിയത്. ഈ ബിസ്ക്കറ്റിൻ്റെ മുകളിൽ 3 കൊച്ചു പീസസ് ഓഫ് കാഷ്യൂസ് വെച്ചിട്ട് കാഷ്യൂ ഗുഡ് ഡേ എന്ന് പറഞ്ഞിട്ട് പ്രതിസന്ധി ഘട്ടത്തിൽ ബിക്കോസ് ഇത് ആരും ഇല്ലായിരുന്നു മേടിക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഈ ക്വാളിറ്റി ഐസ്ക്രീം ഈ ഫാക്ടറി ഓൾറെഡി ബ്രിട്ടാനിയയുടെ ഫാക്ടറി ഓൾറെഡി മദ്രാസും കൽക്കട്ടയും ബോംബെയിലും ഓൾറെഡി ഉണ്ടായിരുന്നു. അവരെന്തിനാ നമുക്ക് തരാമെന്ന് പറയാൻ കാര്യം? നമ്മൾ അതിൻ്റെ ചെയർമാനായി രാജനൻ എൻ്റെ ചെയർമാൻ ആയപ്പോഴത്തേക്ക് നമുക്ക് അതെങ്ങനെയാന്ന് പറഞ്ഞു. രാജൻ ആ സമയത്ത് ആ സമയത്ത് നമ്മളുടെ റൂള് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ വരുന്നത് ദാറ്റ് ഫോറിൻ കമ്പനീസിന് 49% കുറവായിട്ട് വേണം അവരുടെ ഷെയർസ് എന്ന്. ഇത് കൂടുതൽ ബ്രിട്ടാനിയക്ക് ഉണ്ടായിരുന്നു, ഫുൾ അവരുടെ ആയിരുന്നു. അവർക്ക് കൊച്ചൊരു പബ്ലിക് ലിസ്റ്റഡ് ആയിരുന്നു, പക്ഷെ കൊച്ചൊരു എമൗണ്ട് ആയിരുന്നു പബ്ലിക് ലിസ്റ്റഡ്. But they had to reduce their percentage of shares. ബ്രിട്ടാനിയ ഇവിടെ ലണ്ടൻ ബേസ്ഡ് ആയിരുന്നു. അന്ന് സ്റ്റാൻഡേർഡ് ബ്രാൻഡ്സ് ലണ്ടൻ ബേസ്ഡ് ഒരു കമ്പനി ആയിരുന്നു. അത് വാസ് ടേക്കൺ ഓവർ ബൈ എ കമ്പനി കോൾഡ് നെബിസ്കോ എന്ന് പറഞ്ഞൊരു കമ്പനി. എവിടെയുള്ള? അമേരിക്കയിലുള്ള നെബിസ്കോ ആയിരുന്നു നമ്മളുടെ ലാർജസ്റ്റ് ബയർ ഓഫ് കാഷ്യൂസ്. നെബിസ്കോ ആയിരുന്നു നമ്മുടെ കാഷ്യൂസ് മേടിച്ചോണ്ട്. അവർക്കൊരു ബ്രാൻഡ് ഉണ്ട്, പ്ലാന്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയിൽ. ആ പ്ലാന്റേഴ്സ് ബ്രാൻഡ് ഇപ്പോഴും അന്നും ഏറ്റവും വലിയ ബ്രാൻഡ് ഇൻ നട്ട്സ്. അവരുടെ പ്ലാന്റേഴ്സ് പീനട്ട്സോ പ്ലാന്റേഴ്സ് കാഷ്യൂസോ എല്ലാം ഏറ്റവും വലുത്. അപ്പം നമുക്ക് ഓൾറെഡി വി ന്യൂ ദം. അപ്പം അവർക്കും രാജനെല്ലാം അറിയാവുന്ന ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് കാഷ്യൂസ്, അവരുടെ ഏറ്റവും വലിയ സപ്ലയർ ആയിട്ട് അറിയാവുന്ന ആൻഡ് മെനി ഇയേഴ്സ് ഓഫ് ബന്ധങ്ങളാണ് അവരായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെന്ത് പറഞ്ഞു? അപ്പോൾ അവർ പറഞ്ഞു ദാറ്റ് ലുക്ക് ഹിയർ, ഇങ്ങനത്തെ ഈ ഓപ്പർച്യൂണിറ്റി ഫസ്റ്റായിട്ട് കൊണ്ടുവരുന്നത് നസ്ലി വാഡിയ എന്ന് പറഞ്ഞിട്ട് ബോംബെ ഡൈങ്ങിൻ്റെ ഒരു ചെയർമാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം രാജനും വിജയമലയും വലിയ ഫ്രണ്ട്സ് ആയിരുന്നു. ഇവർ 3 പേരുമായിരുന്നു ഒരുമിച്ച് പാർട്ടിങ്ങും എല്ലാം. നസ്ലി വാഡിയയും വിജയമല്ല, അവർ 3 പേര് എങ്ങനെ പാർട്ട്നേഴ്സ് അല്ല, അവർ ഫ്രണ്ട്സ് ആയിരുന്നു. ഇവരെല്ലാവരും ബോംബെയിൽ ഓൾമോസ്റ്റ് സെയിം ടൈമിൽ ഉണ്ടായിരുന്നു. ബോംബെയിൽ നമുക്കൊരു മീറ്റ് എക്സ്പോർട്ട്സും ഒരു ഈ ഇമ്പോർട്ട് ചെയ്ത് വിൽക്കുന്ന ജാൻസോ എക്സ്പോർട്ട്സ് എന്ന് പറഞ്ഞൊരു കമ്പനി വിച്ച് ഈ ലൈസൻസിന് ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ത്യയിൽ വിൽക്കുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു ബോംബെയിൽ. ആ കമ്പനിയിൽ രാജനൻ വാസ് ഇൻവോൾവ്. അപ്പം ബോംബെയിൽ എപ്പോഴും പോകുന്ന ഇവർ 3 പേരുമായിരുന്നു
ഏറ്റവും വലിയ ഫ്രണ്ട്സ് അറ്റ് ദാറ്റ് പോയിന്റ്, ഏറ്റവും വലിയ ബാച്ചിലേഴ്സ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. അന്ന് രാജൻ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? രാജനൻ സിംഗപ്പൂരിൽ ഓൾറെഡി ആയിരുന്നു. അന്ന് അവിടെ ഈ റോസ്റ്റഡ് ആൻഡ് സോൾട്ടഡ് കാഷ്യൂസ് ഒലെ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ലോഞ്ച് ചെയ്തു. അത് ഓൾ ഓവർ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഈ കാഷ്യൂസ്, ആൽമണ്ട്സ്, പിസ്റ്റാഷ്യൂസ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുക. അത് കാഷ്യൂസ് മാത്രം, ബാക്കിയെല്ലാം ഇമ്പോർട്ട് ചെയ്ത് പ്രോസസ് ചെയ്യുക. സിംഗപ്പൂർ ബേസ്ഡ് പൊട്ടറ്റോ ചിപ്സും എല്ലാം ഉണ്ടാക്കി ഹി വാസ് സെല്ലിങ് ഇറ്റ് ത്രൂ ഔട്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. ആ സെയിം ടൈമിൽ കെലോഗ്സിൻ്റെ സാധനങ്ങളെല്ലാം സിംഗപ്പൂരിൽ ഹി വാസ് ഡിസ്ട്രിബ്യൂട്ടിങ്. ഡെൽമോണ്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രൂട്ട്സ് എല്ലാം ഹി വാസ് ഡിസ്ട്രിബ്യൂട്ടിങ് ഇൻ ഹോങ്കോങ്. അപ്പോൾ ഒരു ഫുഡ് കമ്പനി അന്നേ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അന്ന് ജുറോങ്ങിൽ സിംഗപ്പൂരിൽ സ്റ്റാർട്ട് ചെയ്ത ഫാക്ടറി വാസ് കൺസിഡർഡ് ദ താജ് മഹൽ ഓഫ് സിംഗപ്പൂർ, ബിക്കോസ് അത്രയൊരു ഏറ്റവും മോസ്റ്റ് മോഡേൺ ഫാക്ടറി ആയിരുന്നു ഓഫ് സിംഗപ്പൂർ. അപ്പോൾ അത് വെച്ചിട്ട് തുടങ്ങിയ സമയത്തായിരുന്നു ഈ ജാൻസോ എക്സ്പോർട്സ് എന്ന് പറഞ്ഞുകൊണ്ട് ബോംബെയിൽ നമ്മൾ കമ്പനി മീറ്റ് എക്സ്പോർട്സും എല്ലാം തുടങ്ങിയത്. അപ്പോൾ അതിന് ഹി യൂസ് ടു കം ടു ബോംബെ. അപ്പോൾ ഇവർ മൂന്നുപേരും വലിയ ഫ്രണ്ട്സ് ആയിരുന്നു, ഈ നസ്ലിവാഡിയും രാജനനും വിജയമല കുറേ കൂടെ യങ്ങർ ആയിരുന്നു. പക്ഷേ ദേ വെയർ ഓൾ 3 ബാച്ചിലേഴ്സ് ടുഗദർ. ഈ നസ്ലിവാഡിയെ ഫസ്റ്റായിട്ട് രാജനൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, യു ആർ ഓൾറെഡി ഡൂയിങ് ബിസിനസ് വിത്ത് നെബിസ്കോ. റോസ് ജോൺസൺ എന്ന് പറഞ്ഞ രാജനൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു ചെയർമാൻ ഓഫ് നെബിസ്കോ. അപ്പം ഈ കമ്പനിക്ക് എനിവേ ഹാസ് ടു ബിക്കം എ മൈനോറിറ്റി, why do I want to become the chairman of നസ്ലിവാഡിയയ്ക്ക് ഞാൻ അതിൻ്റെ ബാക്കി ഷെയർസ് മേടിച്ചിട്ട് വി വിൽ ടുഗെദർ ആൻഡ് വൈ ഡോണ്ട് യു ഗോ ആൻഡ് ടോക്ക് ടു ദം. അപ്പം രാജനൻ പോയി. റോസ് ജോൺസനെ അറിയായിരുന്നു, ബിക്കോസ് നമ്മൾ ഓൾറെഡി സപ്ലയർ he already knew them. പോയി സംസാരിച്ചപ്പോൾ റോസ് ജോൺസൺ പറഞ്ഞു, ഹൂ ഇസ് ദിസ് നസ്ലിവാഡിയ? വി ഡോണ്ട് നോ. ബ്രിട്ടാനിയ ഇസ് എ സ്മോൾ കമ്പനി. അവർ നെബിസ്കോയിൻ്റെ 1% സെയിൽസേ ഉള്ളായിരുന്നു ഹോൾ ഓഫ് ബ്രിട്ടാനിയ. ഇറ്റ്സ് എ സ്മോൾ കമ്പനിയാണ്, അവർ ഭയങ്കര വലിയ കമ്പനിയാണ്. അപ്പം ഇഫ് യു വോണ്ട് വി വിൽ മേക്ക് യു ദി ചെയർമാൻ, യു ബൈ ദ 11% ഷെയർ, വി വിൽ മേക്ക് യു ദ ചെയർമാൻ. അപ്പോൾ ഒരു ഫസ്റ്റ് ഒരു കൊച്ചൊരു വഴക്കുണ്ടായി ഈ നസ്ലിവാഡിയും രാജനത് പറഞ്ഞു. നസ്ലിവാഡിയ ഈ ഐഡിയ കൊടുത്തത്, ഇങ്ങനത്തെ ഒരു ഐഡിയ രാജനൻ ഇല്ലായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് പോയി സംസാരിച്ച് ഒടുക്കം രാജനൻ ബിക്കെയിം ദി ചെയർമാൻ ഓഫ് ബ്രിട്ടാനിയ. ഈ അതിലൊരു വളരെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്തത് രാജനൻ്റെ ഒരു വൈഫുണ്ട്, നീന പിള്ളை എന്ന് പറഞ്ഞിട്ട്, സെക്കൻഡ് വൈഫാണ് രാജനൻ്റെ. ഷീ വാസ് ഓൾസോ അണ്ടർസ്റ്റുഡ് ഈ ബ്രിട്ടാനിയയുടെ ഒരു പവർ കമ്പയർഡ് ടു രാജനൻ. ഈ ബേസിക്കായിട്ട് ഈ കാഷ്യൂസ് ഇതുമെല്ലാം സെല്ല് ചെയ്യുന്ന ഒരാളായിട്ട് ഹി ഡിഡ് നോട്ട് നോ ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഒരു സ്ട്രെങ്ത് അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഗോപി എച്ച് ഓൾസോ എൻകറേജ്ഡ് ഹിം ടു actually become part of Britannia and grow that whole operation. അങ്ങനെയാണ് ഇത് വന്നത്. ഈ കൊച്ചൊരു വഴക്ക് ഉണ്ടായിട്ട് വരെ ഹി റിയലി ബിക്കെയിം ദി ചെയർമാൻ ഓഫ് ദാറ്റ്. ബിക്കോസ് പിണങ്ങിയില്ല, ദേ വർ സ്റ്റിൽ ഫ്രണ്ട്സ്. ഈ ഗോപി ചേച്ചിയെ നീന പിള്ള, ഗോപി ചേച്ചി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, നീന പിള്ള എന്ന പേര്, കല്യാണം കഴിക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്ത് നസ്ലിവാഡി അച്ഛൻ്റെ അടുത്ത്. ശരി. അപ്പം രാജന്റെ ആദ്യത്തെ ഭാര്യ അവർ ഡിവോഴ്സ് ചെയ്തു. അവർ പോയിരുന്നു. പിള്ളേരുണ്ടായിരുന്നു? ഇല്ലായിരുന്നു. ഒരു 3 വീക്സേ ഒരുമിച്ച് താമസിച്ചുള്ളൂ. രണ്ടുപേരും നല്ല പീപ്പിളാണ്. ഇപ്പോഴും എൻ്റെ അടുത്ത് ഷീ ഈസ് ഇൻ കോൺടാക്ട് ആൻഡ് എവറിത്തിങ്. എങ്ങനെ കണ്ടെത്തുന്നു? നീനെ എയർ ഹോസ്റ്റസ് ആയിരുന്നു. അതിൻ്റെ മുമ്പേ ഷീ വാസ് വർക്കിംഗ് ഇൻ താജിൽ റിസപ്ഷനിസ്റ്റ് ആയിരുന്നു. അപ്പോൾ രാജനൻ ഒരു ദിവസം രാജനൻ്റെ കീ പോയി ചോദിച്ചപ്പം ഹൂ ആർ യു എന്ന് ചോദിച്ചു. രാജനനും അച്ഛനും എല്ലാം ഏറ്റവും കൂടുതൽ താജ് ഉപയോഗിക്കുന്ന ആളായിരുന്നു. അപ്പം സാധാരണ ആരും ചോദിക്കത്തില്ല, എല്ലാവർക്കും VIPസിനെ എല്ലാം അറിയാവുന്ന ഒരു സമയമായിരുന്നു ആ ടൈം. അപ്പം രാജനൻ ചിരിച്ചിട്ട് ചോദിച്ചു, വേർ ആർ യു ഫ്രം എന്ന് ചോദിച്ചപ്പോൾ മലയാളിയാന്ന് പറഞ്ഞു. ഷീസ് നായർ ഫ്രം തൃശ്ശൂർ. പക്ഷേ ഞാൻ ഇവിടെ അധികം കാലം വർക്ക് ചെയ്യത്തില്ല, ഐ എം ഗോയിങ് ഇൻ ടു BOACയിൽ, ബ്രിട്ടീഷ് എയർവേസിൻ്റെ പഴയ പേര് BOACയിൽ എനിക്ക് വർക്ക് ചെയ്തിട്ട് ഐ എം ജസ്റ്റ് ഗോയിങ് ടു ബി ഹിയർ ഫോർ എ ഫ്യൂ, ഒരു മാസമേ കാണത്തോളം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ജനറൽ മാനേജർ ഓടി വന്നു, മിസ്റ്റർ പിള്ളെ യു സോറി ഷീസ് ന്യൂ, ആക്കി എടുത്ത് കൊടുത്തിട്ട് പോയി. അപ്പം രാജനന് റിയലി ലൈക്ഡ് ഹർ ഇതായിട്ട്. അപ്പം ഹീ സ്റ്റാർട്ടഡ് ബുക്കിംഗ് ഫ്ലൈറ്റ്സ് ഇൻ ടു BOAC സോ ദറ്റ് ദേ കുഡ് ട്രാവൽ ടുഗെദർ ആൻഡ് എവറിത്തിങ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര ഒരു
ലവ് സ്റ്റോറി. അപ്പം ഗോപിയേച്ചി ഓൾസോ ഹാഡ് ഓപ്ഷൻസ് ഓഫ് അതർ പീപ്പിൾ ടു മാരി. അന്ന് വിജയ് അമർരാജ് ഉണ്ടായിരുന്നു, ഹു വാസ് ഓൾസോ എ ഫ്രണ്ട് ഓഫ് ഇവരുടെ എല്ലാം ഫ്രണ്ട്സ്. ഈ നസ്ലി വാഡിയ, വിജയ് മല്യ വാസ് യങ്ങർ. ഇവർ കുറേ ബാച്ചിലേഴ്സ് അന്ന് പോസിബിലിറ്റി, ദേ ഓൾ നോ ഈച്ച് അതർ. ഇവർ ഒരുമിച്ച് വെളിയിലെല്ലാം പോകും. പക്ഷേ അൾട്ടിമേറ്റ്ലി ദേ ബോത്ത് മാരിഡ് ഈച്ച് അതർ. അതാ സ്റ്റോറി. അപ്പൊ അങ്ങനെ വന്നിട്ട് ഞാൻ പറഞ്ഞ അതാണോ ഈ എങ്ങനെയാണ് രാജൻ പിള്ളയുടെ തകർച്ചയിലേക്ക് വന്ന് അല്ല നമുക്ക് അതിന് മുമ്പ് രാജൻ പിള്ള തകർച്ചയിലേക്ക് നമ്മൾ പോകാം. ഇവിടെ ഒരു നിർണായക സ്ഥലത്തെത്തി. എങ്ങനെയാണ് നമുക്ക് ഇച്ചിരി പുറകോട്ട് പോകാം. നിങ്ങളുടെ ബിസിനസ് തുടങ്ങുന്നത് ആരാണ്? എൻ്റെ അമ്മയുടെ അച്ഛൻ, അമ്മയുടെ അച്ഛൻ വെൻഡർ കൃഷ്ണപിള്ള എന്ന പേര്, കൊല്ലത്ത്. ഇപ്പം വെൻഡർ മുക്കുന്ന ആ സ്ഥലത്തിന്റെ പേര്. അവിടെ തന്നെ വെൻഡർ എന്ന് പറഞ്ഞാൽ ആധാരം എഴുത്തുകാരനാ. ഇതായിട്ട് ആധാരം എഴുത്തെന്ന് വെച്ചാൽ ലോയറിന്റെ അടിയിൽ വർക്ക് ചെയ്ത് എഴുതി കൊടുക്കുന്ന ആളായിരുന്നു. അദ്ദേഹം കുറച്ചൊരു ചട്ടമ്പി പോലത്തെ ഒരു സ്ട്രോങ്ങർ ഒരു പേഴ്സൺ ആയിരുന്നു. അവിടുത്തെ ഈ ഡിസ്പ്യൂട്ട്സ് എല്ലാം ഈ ലാൻഡിൻ്റെ എല്ലാം വരുമ്പോൾ ഹി യൂസ് ടു ഗോ ആൻഡ് സെറ്റിൽ ദ ഡിസ്പ്യൂട്ട്. ആ ഡിസ്പ്യൂട്ട്സ് സെറ്റിൽ ചെയ്യുന്നതിന് അന്ന് 1/3 ഓഫ് ദി പ്രോപ്പർട്ടി ഇത് തീരാൻ വയ്യാത്ത പ്രശ്നമൊക്കെ തീർത്തു കൊടുത്തു. പക്ഷേ സ്ഥലവും കൂടെ കിട്ടുക. ദാറ്റ് വാസ് പാർട്ട് ഓഫ് ദാറ്റ്. അന്ന് സ്ഥലത്തിന് അങ്ങനെ വിലയില്ല. ഈ സ്ഥലം ഉണ്ടെങ്കിലും നമ്മൾ ടാക്സും കൊടുക്കണം. അപ്പോൾ ഇറ്റ് ഇസ് ആക്ച്വലി എ ലയബിലിറ്റി ഈ വലിയ സ്ഥലങ്ങളെല്ലാം ഹോൾഡ് ചെയ്യുന്നത്. പക്ഷേ ഹി ബിക്കെയിം വെരി റിച്ച്. ആ റിച്ച്നെസ് വരുമ്പം തങ്ങളുഞ്ഞു മുസ്ലിയാർ വാസ് ഇൻ ദ കാഷ്യൂ ബിസിനസ് അപ്പം തന്നെ. അപ്പൂപ്പൻ ബിക്കെയിം എ ഫ്രണ്ട് ഓഫ് മുസ്ലിയാർ. എന്നിട്ട് ഹി ഓൾസോ സ്റ്റാർട്ടഡ് ബിസിനസ്. പക്ഷെ തുടങ്ങിയപ്പോൾ ഈ കാഷ്യൂ ബിസിനസ് തുടങ്ങിയപ്പോൾ ഹി ബിക്കെയിം വെരി വെരി ബിഗ്. ഭയങ്കരമായിട്ടങ്ങ് നന്നായിട്ടങ്ങ് ഗ്രോ ചെയ്തു. അപ്പം എന്നുവെച്ചാൽ ഹി ന്യൂ ഹൗ ടു ഈ ജോലിക്കാരെ വർക്ക് ചെയ്യാനും എല്ലാം ഉള്ള കാര്യങ്ങളെല്ലാം അറിയാം. അപ്പം എൻ്റെ അച്ഛൻ ഈസ് ഫ്രം എ വെരി പുവർ ഫാമിലി. എൻ്റെ അച്ഛൻ്റെ ഫ്രം കൊല്ലം. ഇവർ റിലേറ്റഡാ. പക്ഷേ ഹി ഈസ് എ ഫാമർ. എൻ്റെ അപ്പൂപ്പൻ അച്ഛൻ്റെ അച്ഛൻ ഈസ് എ ഫാമർ. ചവറയിൽ. അവർ ചവറയിൽ നിന്നാണ് അവർ വരുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് ഫാമിംഗ് എല്ലാം ചെയ്ത് അധികം പൈസയൊന്നും ഇല്ല, ഇലക്ട്രിസിറ്റി ഇല്ല, പഠിക്കാൻ പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് സമ്പന്നരായിട്ട് സഹായിക്കത്തൊന്നുമില്ലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് ഈ അച്ഛന് അങ്ങ് ഈ ചോട്ടാണി എന്ന് പറഞ്ഞിട്ട് കൊല്ലത്തൊരു വീടുണ്ട് എൻ്റെ അപ്പൂപ്പൻ താമസിക്കുന്നത്. അങ്ങോട്ട് കൊണ്ടങ്ങ് ആക്കി. എൻ്റെ അമ്മുമ്മയുടെ സിസ്റ്ററായിരുന്നു, കസിൻ സിസ്റ്ററായിരുന്നു ഈ വെൻഡർ കൃഷ്ണപിള്ള. അപ്പം ഈ അദ്ദേഹം വലിയ ബിസിനസ്മാൻ ആയതുകൊണ്ട് കുറേ പേര് അവിടെ വന്നങ്ങ് താമസിക്കും. അപ്പം എൻ്റെ അച്ഛൻ കുറച്ചും കൂടി ഒരു സാവി, കുറച്ചും കൂടി നന്നായിട്ട് വർക്കെല്ലാം ചെയ്യുന്നതുകൊണ്ട് അച്ഛനെ ഫാക്ടറീസിൽ അയക്കുമായിരുന്നു ഈ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ. അപ്പോൾ സ്കൂൾ ഫീസെല്ലാം അപ്പൂപ്പൻ കൊടുക്കും. പക്ഷേ അതിന് വേണ്ടി ഫാക്ടറി ചെന്ന് കണക്കെല്ലാം നോക്കിയിട്ട് വരണം എന്നാ റൂൾ. അപ്പോൾ സൈക്കിൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അവിടെ ഒരു 40-50 ഫാക്ടറീസ് ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസവും 10 ഫാക്ടറിയിലെല്ലാം പോയിട്ട് പിന്നെ രാത്രി വന്നിട്ട് അങ്ങനെ അച്ഛൻ അങ്ങ് അവിടുത്തെ ഒരു ഭാഗമായി. അച്ഛനെക്കാട്ടി 10 years യങ്ങറാ അമ്മ. അപ്പം അമ്മ ജനിച്ചപ്പോഴെല്ലാം അച്ഛൻ അവിടെയുണ്ട്. അമ്മ നോക്കിയെന്നതും എല്ലാം അച്ഛൻ തന്നെ. അച്ഛൻ ഈസ് ആക്ച്വലി എ വർക്കർ ഓഫ് അപ്പൂപ്പൻ. അങ്ങനെ വളർന്ന് വന്ന് ഒരു ദിവസം പറഞ്ഞതാ അച്ഛൻ്റെ അടുത്ത്, നിന്റെ കല്യാണം ഫിക്സ് ചെയ്ത് എൻ്റെ മോളുടെ അടുത്താണെന്ന് അപ്പൂപ്പൻ പറഞ്ഞു. അപ്പം പിന്നെ ക്വസ്റ്റ്യൻ ഒന്നുമില്ല, ഏത് മോളെന്ന് വരെ അറിഞ്ഞുകൂടാ. എന്നാൽ അപ്പൂപ്പൻ്റെ ഏറ്റവും ഇളയ മോള് നല്ല ബ്യൂട്ടിഫുള്ളാണ്. കുറച്ച് ഡാർക്കെല്ലാം ആണെങ്കിലും വളരെ ബ്യൂട്ടിഫുള്ളാണ്. അച്ഛനിങ്ങനെ വിചാരിച്ചത് ഇളയ മോളാണ്. ആ കല്യാണ കാർഡ് അടിക്കാൻ കൊടുത്തത് അച്ഛൻ്റെ അടുത്താണ്. അപ്പോൾ ഈ അപ്പൂപ്പൻ്റെ 2 കുട്ടികളുടെ കല്യാണം ഒരുമിച്ചായിരുന്നു. അപ്പോഴാ അച്ഛൻ അറിയുന്ന ആരാ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന്. അത് കഴിഞ്ഞ് ഈ കല്യാണത്തിൻ്റെ അറേഞ്ച്മെൻ്റ് എല്ലാം അച്ഛനാ ചെയ്യുന്നത്. അപ്പം അറേഞ്ച്മെൻറ്റിൽ നമുക്കൊരു ഇതുണ്ട്, ഈ പയ്യനെ വിളിക്കാൻ പോകണം. എന്നിട്ട് കാലെല്ലാം കഴുകി വിളിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. ഈ പയ്യൻ റെഡിയായിട്ട് കുറച്ച് ദൂരം വെയിറ്റ് ചെയ്യുക, ആരും വരുന്നില്ല. അതുകൊണ്ട് അച്ഛൻ പിന്നെ നടന്നുപോയി മണ്ഡപത്തിൽ കയറി അങ്ങ് ഇരുന്ന് കല്യാണം അങ്ങ് നടന്നു. അച്ഛൻ തന്നെയായിരുന്നു എല്ലാം അറേഞ്ച് ചെയ്തത്. അല്ലായിരുന്നെങ്കിൽ അച്ഛൻ തന്നെ പറയണമായിരുന്നു ഒരാളെ വരാനായിട്ടും എല്ലാം. വെൻഡർ കൃഷ്ണപിള്ള അന്ന് അങ്ങ് ഭയങ്കര വലിയൊരാളായിരുന്നു. ഹു വാസ് ദെയർ അന്നത്തെ വൺ ഓഫ് ദി റിച്ചസ്റ്റ് പീപ്പിൾ ഇൻ കൊല്ലം. പക്ഷേ എന്തുകൊണ്ടാണ് പിന്നെ പുള്ളി അങ്ങനെ അവർക്ക് പറ്റിയ ഒരു വലിയ സമ്പത്തുള്ള ഒരാളെ കല്യാണം ആലോചിക്കാതെ? അതെനിക്കറിയാം. അത് ശരിക്കും അങ്ങനെയല്ല. എൻ്റെ അച്ഛനും അങ്ങനെ തന്നെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എപ്പോഴും
ഒരു വിചാരം ഉണ്ടായിരുന്നു ദാറ്റ് നമ്മളെയും കാട്ടിയും സമ്പത്ത് കുറവുള്ള ഒരാളെ കല്യാണം കഴിച്ചാലേ നമ്മളുടെ കൂടെ നിൽക്കത്തോളം എന്നുള്ളൊരു തിയറി എൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു. എപ്പോഴും അങ്ങനത്തെ ഒരു ഇതായിട്ട് തിങ്കിങ് ആയിട്ടായിരുന്നു പോകുന്നത്. അത് തന്നെ ആയിരിക്കും. എന്നാൽ വെണ്ടർ കുഷ്ണോളയുടെ എല്ലാ പെൺമക്കളുടെയും കുട്ടികൾ ഗോട്ട് ഇൻ ടു ബിസിനസ് ആൻഡ് എല്ലാവരും ത്രൈവും ചെയ്തു, എല്ലാവരും നന്നായിട്ട് വരികയും ചെയ്തു, വളരെ നന്നായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഈ എന്നിട്ട് അച്ഛൻ എങ്ങനെയായി ബിസിനസ്സിലേക്ക് വരുന്നത്? അപ്പം ആ കല്യാണം കഴിച്ചപ്പോഴത്തേക്ക് ഒരു 50,000 റുപ്പീസ് ഒരു ഫാക്ടറിയും അച്ഛന് കൊടുത്തു റൺ ചെയ്യാൻ. മകൾക്ക് കൊടുത്തു. അച്ഛനല്ല, മകൾക്ക്. അച്ഛൻ പക്ഷേ എല്ലാ ബിസിനസ്സും മകളുടെ പേരിൽ മാത്രമേ ചെയ്തുള്ളൂ. അച്ഛൻ അസറ്റ്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇൻ ഹിസ് നെയിം. വൈഫിന്റെ പേരിൽ തന്നെയായിരുന്നു ബിസിനസ് ചെയ്തത്. ഹി നെവർ ലുക്ഡ് അറ്റ് ഇറ്റ് ആസ് എ ഡിഫറെൻറ്റ് തിങ്. അമ്മയുടെ പേരിൽ തന്നെ ഈ എക്സ്പോർട്ട് അവാർഡ്സ് എല്ലാം മേടിക്കുന്നത് അമ്മയായിരുന്നു പോകുന്നത്. ഒരു പ്രാവശ്യം മാത്രമേ അച്ഛൻ പോയി മേടിച്ചിട്ടുള്ളൂ. എല്ലാം. അപ്പൊ ഈ ബിസിനസ് ഒരു ഫാക്ടറി ഇതും കൊടുത്തപ്പോ അങ്ങോട്ട് മാറിയോ? മറ്റേതെല്ലാം വിട്ടു അച്ഛൻ മറ്റേ ഫാക്ടറീസ് നോക്കുന്നതെല്ലാം വിട്ടിട്ട് ഹീ സ്റ്റാർട്ടഡ് ലുക്കിംഗ് ആഫ്റ്റർ. എന്നിട്ട് അച്ഛൻ്റെ ഒരു കാഷ്യൂനട്ട് ഫാക്ടറി. എന്നിട്ട് അച്ഛൻ്റെ യങ് 2 ബ്രദേഴ്സ് ഉണ്ട്. അവരെ എല്ലാം അച്ഛൻ പിന്നെ നോക്കാൻ തുടങ്ങി. അതുവരെ ഈ ഒരു ഫാക്ടറിയിലേക്ക് കൊണ്ടുവന്നു. ഈ ഒരു ഫാക്ടറി, അതായത് അപ്പോഴത്തേക്ക് അപ്പൂപ്പനുമായിട്ടുള്ള ബിസിനസ് ബന്ധം വിട്ടു. അപ്പൂപ്പൻ വേറെ ബിസിനസ് കൊണ്ടുവന്നു. അപ്പൂപ്പന്റെ കുട്ടികളെല്ലാം അന്ന് വലുതായി, ഇൻക്ലൂഡിങ് രവീന്ദ്രനാഥൻ നായരും കുഞ്ഞുഷ്ണോളി എല്ലാവരും അങ്ങ് വലുതായി എല്ലാവരും. അപ്പം ഒരു ആക്ച്വലായിട്ട് രവീന്ദ്രനാഥ് നായർ എന്ന് പറഞ്ഞ മറ്റേ അടൂറിന്റെ സിനിമ രവി മോഹൻലാലി അമ്മയുടെ യങ് ബ്രദറാ. പക്ഷെ ഇവരെല്ലാവരും ഒരു ഫാമിലി ആയിട്ടാ റൺ ചെയ്തത്. അച്ഛനായിരുന്നു എൻ്റെ എൽഡസ്റ്റ്. അപ്പൊ അച്ഛൻ പറയുന്ന പോലെ ആയിരുന്നു ഇവരെല്ലാവരും കേൾക്കുന്ന ആസ് ഫാർ ആസ് ബിസിനസ് ഇസ് കൺസേൺ. അതായത് അച്ഛൻ്റെ വേറെ ബിസിനസ് ആണെങ്കിലും എല്ലാവരും ഒരുമിച്ച് ഒരേ പോലെയായിരുന്നു ഡിസിഷൻസും ഇൻഫർമേഷൻ. ബിക്കോസ് അപ്പൂപ്പൻ കഴിഞ്ഞ അച്ഛനായിരുന്നു എല്ലാ ബിസിനസിന്റെ എല്ലാ കാര്യങ്ങളും ഈവൻ ഇൻ അപ്പൂപ്പൻ ഉള്ളപ്പോഴും നോക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു രീതി തന്നെയാ കണ്ടിന്യൂ ചെയ്ത്. ഇവരുടെ ബിസിനസിന്റെ ഭാവി എന്തായി? അതായത് അച്ഛൻ ഒരു ബിസിനസ് മാറിക്കഴിഞ്ഞാൽ അച്ഛൻ ബിക്കെയിം ദ ബിഗ്ഗസ്റ്റ്. അത് കഴിഞ്ഞ് രവിമാമൻ ബിക്കെയിം ദ ബിഗ്ഗസ്റ്റ്. അച്ഛൻ ഒരു നഷ്ടം വന്നപ്പോഴത്തേക്ക് രവിമാമൻ ബിക്കെയിം ദ ബിഗ്ഗസ്റ്റ് ഇൻ ദി ഇൻഡസ്ട്രി. ബാക്കിയുള്ളവരുടെയൊക്കെയോ? ബാക്കി എല്ലാവരും നല്ല ബിസിനസ് ആയിരുന്നു. വെച്ചാൽ ബിഗ്ഗസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി ഒന്നും ആയിട്ടില്ലെങ്കിലും നല്ല ബിസിനസ് വെച്ചാൽ എല്ലാവരും വെരി വെരി വെൽത്തി. അച്ഛൻ ബിഗ്ഗസ്റ്റ് ആയിരുന്നു ആ സമയത്ത്, ബൈ ഫാർ ദ ബിഗ്ഗസ്റ്റ്. ഒരു 9 times പ്രസിഡൻസ് അവാർഡ് വിൻ ചെയ്ത ഒരു മനുഷ്യനാ. ഒരു ഓൾമോസ്റ്റ് 11 years കാഷ്യൂ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ ചെയർമാനും എല്ലാം ആയിട്ട് ജനാർദ്ദനൻ പിള്ള. അപ്പോൾ ഹി വാസ് ബൈ ഫാർ ദ ബിഗ്ഗസ്റ്റ്. അന്ന് ടാറ്റാസ് ആയിട്ട് ടൈപ്പ് ചെയ്ത് 5 5-star ഹോട്ടൽസ് ഗോവയിൽ ഉണ്ടാക്കി. ഇന്ത്യയുടെ ലാർജസ്റ്റ് മീറ്റ് എക്സ്പോർട്ടർ ആയിരുന്നു താജ് ഹോട്ടൽസ് ഗോവയിൽ ഫസ്റ്റ് ഉണ്ടാക്കിയത്. ഈ ഗാർമെൻറ്റ് എക്സ്പോർട്സ് കേരളയിൽ ഇപ്പം നമ്മളുടെ എഞ്ചിനീയറിംഗ് കോളേജ് ട്രിവാൻഡ്രത്തിരിക്കുന്നതിൻ്റെ സൈഡിൽ തന്നെ ഗാർമെൻറ്റ് എക്സ്പോർട്സ് നമ്മൾ അമേരിക്കയിലോട്ട് ചെയ്യാൻ തുടങ്ങി. ഷിപ്പിംഗ് കമ്പനി ഉണ്ടായിരുന്നു ഗോവയിൽ, അച്ഛൻ ഉണ്ടാക്കിയ ലെതർ ഫാക്ടറി ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് അങ്ങ് വലുതായി. മദ്രാസിൽ അവിടെ ലെതർ ഫാക്ടറി എല്ലാം തുടങ്ങി. സോ ഹീ ബിക്കെയിം വെരി വെരി എന്നുവെച്ചൊരു അന്ന് തന്നെ ഹാർവേഡിൽ നിന്ന് മലയാളി കുട്ടികൾ പഠിച്ച കുട്ടികളെല്ലാം മാനേജിങ് ഡയറക്ടേഴ്സ് ആയിട്ടെല്ലാം കൊണ്ടുവന്ന അഡ്മിറൽ നന്ദ എന്ന് പറഞ്ഞിട്ട് അന്നത്തെ അഡ്മിറലിന്റെ മോനായിരുന്നു ഷിപ്പിംഗ് കമ്പനി. ഒരു കമ്പനി ആയിരുന്നു അല്ല, എല്ലാം ഡിഫറെന്റ്. ഷിപ്പിംഗ് കമ്പനി ഈസ് ഡിഫറെന്റ്, എക്സ്പോർട്ട് മീറ്റ് കമ്പനി ഈസ് ഡിഫറെന്റ്. അല്ല, അച്ഛൻ രാജൻ തന്നെ ആക്കി. അച്ഛൻ അങ്ങനെ ഈ ചെയർമാൻഷിപ്പ് ഇതൊന്നും അധികം ഇമ്പോർട്ടൻ്റ് അല്ലായിരുന്നു. ഷെയർസ് എല്ലാം അച്ഛനായിരുന്നു ഹോൾഡ് ചെയ്ത്. അതോ അച്ഛൻ്റെ അമ്മയുടെ പേരിലും എല്ലാം ആയിരുന്നു എന്നല്ലാതെ അച്ഛൻ അങ്ങനെ ഒരു ഈ വെൽത്തിലോട്ട് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഹി വാസ് എ ഫിലോസഫി സ്റ്റുഡൻറ്റ്, യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു ഫിലോസഫി സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം ഹി ഓൾവേസ് ബിലീവ് ദാറ്റ് ആ സമയത്ത് ഒന്നും ഇല്ലാതെ വന്നത്. ഐ വിൽ ഓൾസോ ഗോ. എനിക്ക് അങ്ങനെ എല്ലാ അമ്മയുടെ വെൽത്ത് വെച്ചാൽ വന്നത്. അമ്മയ്ക്ക് തന്നെയാ അതിൻ്റെ. അമ്മയ്ക്ക് മുതലാളിയുടെ മകളെന്ന അഹങ്കാരം ഉണ്ടായിരുന്നില്ല, ഒട്ടുമില്ലായിരുന്നു. അവരെല്ലാം വളർത്തിയത് ഒരു അന്നത്തെ ഒരു രീതിയിലാണ്. അപ്പം ഈ വീട്ടിൽ വന്നത് വാസ് എ വെരി ബിഗ് ഷോക്ക് ഫോർ ഹർ. അവിടുന്ന് എല്ലാം നല്ല സൗകര്യമായിട്ട് വന്നിട്ട് ഈ ടോയ്ലറ്റ് ഫെസിലിറ്റി എല്ലാവരുമായിട്ട് ഇത് ചെയ്യുന്നതും
കുക്ക് ചെയ്യണം എന്ന് പറഞ്ഞതും, എൻ്റെ യങ്ങർ അച്ഛൻ്റെ അനിയന് ഈ ഫുഡ് കൊള്ളത്തില്ല എന്ന്. ബിക്കോസ് മറ്റേ വീട്ടിൽ ഇവരെല്ലാവരും ആയിരുന്നു സെർവൻസ്. എന്നിട്ട് തിരിച്ചു വന്ന് ഈ ഇവിടെ ദോശ കൊള്ളത്തില്ല, അഡ്ജസ്റ്റ് ചെയ്തു. ഭയങ്കര പാട് വിട്ടു, നല്ല പാട് വിട്ടു. പക്ഷേ ഭയങ്കരമായിട്ട് സഹിച്ചിട്ട് വളർന്ന ഒരു. എന്നിട്ട് ഈ സമയത്ത് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാൾ അച്ഛനായിരുന്നോ? ഡെഫിനറ്റ്ലി ബൈ ദ ഹയസ്റ്റ് ടാക്സ് പെയർ, ഏറ്റവും വലിയ. അന്ന് കേരളത്തിൽ ആരാ മുതലാളിമാരില്ല കാര്യമായിട്ട്. അന്ന് ഇവിടെ എല്ലാം ഈ വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ് എല്ലാം ഉണ്ടായിരുന്നു, കാലിക്കറ്റിൽ. അങ്ങനെ ഇവിടുത്തെ വൺ ഓഫ് ദി റിച്ചസ്റ്റ് ഡെഫിനറ്റ് ആയിട്ട്. അന്നും മുത്തൂറ്റെല്ലാം വരുന്ന സമയത്തുള്ള ഒരു ടൈമില്ല. പക്ഷേ വെളിയിൽ എന്ന് വെച്ചാൽ അച്ഛൻ്റെ മോൻ സിംഗപ്പൂരിൽ ചെന്ന് ബിസിനസ് ചെയ്യുന്നതോ അതോ ഇത്ര എക്സ്പോർട്ട്സ് ചെയ്യുന്നതോ, അന്ന് കാഷ്യൂസ് ആയിരുന്നു 3rd ലാർജസ്റ്റ് എക്സ്പോർട്ട്സ് ഫ്രം ഇന്ത്യ. അപ്പം അതിൻ്റെ ബിഗ്ഗസ്റ്റ് ആവുന്ന ഈസ് എ വെരി ബിഗ് കാര്യം. അന്നത്തെ ഒരു വലിയ റിച്ച്. അന്ന് ഈ S-class ബെൻസ് അന്ന് ഉണ്ടായിരുന്നത് ഒരെണ്ണം വാസ് വിത്ത് ദ മഹാരാജ ഓഫ് ട്രാവൻകൂർ, മറ്റേത് വാസ് വിത്ത് മൈ ഫാദർ. അല്ല, അപ്പം മുത്തശ്ശന് ബെൻസ് ഒന്നും ഇല്ലായിരുന്നോ? ബെൻസ് ആയില്ലായിരുന്നു അപ്പോഴത്തെ സമയത്ത്. ഇത് അന്ന് എന്തോ ഈ വേറെ ഒരു വണ്ടിയായിരുന്നു മേടിച്ചത്, ഞാൻ പറഞ്ഞു ഫോർഡിന്റെ ഏതൊരു വണ്ടിയല്ല. അപ്പൊ രാജാവ് കഴിഞ്ഞാൽ പിന്നെ ബെൻസ് ഉണ്ടായിരുന്നു. അത് അച്ഛനായിരുന്നു. ആൻഡ് എല്ലായിടത്തും ആ ഒരു 731 ഒരു S-class ബെൻസ് ആയിരുന്നു. അത് അന്ന് മേടിച്ചത് അമേരിക്കൻ അംബാസിഡർ ഇവിടെ ഉപയോഗിച്ച കാറായിരുന്നു മേടിച്ചത്. സോ ദാറ്റ് അതിൻ്റെ അകത്ത് ഫെസിലിറ്റീസും എല്ലാം ഭയങ്കര ഹൈ ആയിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ഈ കോളേജിൽ പോകുന്ന S-class ബെൻസിലായിരുന്നു. പക്ഷേ ഫ്രം വൺ ഡേ ഈ 18 ആയ ദിവസം, ഫ്രം ബീയിങ് വൺ ഓഫ് ദി റിച്ചസ്റ്റ് ബോയ്സ് ഇൻ ഇന്ത്യ, ഐ ബിക്കെയിം ദ പുവറസ്റ്റ് ബോയ് ഇൻ ഇന്ത്യ. ബിക്കോസ് അച്ഛൻ്റെ ലൈബിലിറ്റിയും കൂടെ ഞാൻ ഒപ്പിട്ടപ്പോഴത്തേക്ക്. അല്ലല്ല, അതായത് ആ സമയത്ത് ഈ ലൈബിലിറ്റി ഉണ്ടാവുന്നത് മറ്റേ റഷ്യൻ എക്സ്പോർട്ട്. അപ്പൊ എന്നെ അച്ഛൻ ആകെ തകർന്നു പോയോ? ആകെ തകർന്നു. കാറൊക്കെ വിറ്റു? കാറൊന്നും വിൽക്കാൻ പറ്റത്തില്ല, എല്ലാം പ്ലെജ്ഡ് ബാങ്കില്. ഒരു വീട് വിൽക്കാൻ പറ്റത്തില്ല, ഒന്നും വിൽക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ പോകുന്ന ബെൻസിലാണെങ്കിലും പീപ്പിൾ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. നമുക്ക് രൂപ കൊടുക്കേണ്ട ആളുകൾ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ എന്താ അത് കാറ് വിറ്റിട്ട് എനിക്ക് പൈസ തന്നാൽ പോരെ, നിങ്ങൾ എന്തിനാ ഈ വീട്ടിൽ താമസിക്കുക? ദേ ഡിഡ് നോട്ട് നോ ദറ്റ് ഇത് അറ്റാച്ച്ഡ് ആയതുകൊണ്ട് യു കനോട്ട് സെൽ ഇറ്റ് എന്ന്. ദ ലിറ്റിഗേഷൻ ഇസ് ഗോയിങ് ഓൺ. കേസ് അവർ ഫയൽ ചെയ്ത് കഴിഞ്ഞു, ബാങ്ക് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ. അന്നത്തെ ബാങ്കിനല്ലേ മെയിൻലി കൊടുക്കാനുള്ളത്? ബാങ്കിനാ മെയിൻ. ഇൻകം ടാക്സും സെയിൽസ് ടാക്സും ബാങ്കിന്. ഇവർക്ക് 3 പേർക്ക് ബേസിക്കലി ഗവൺമെന്റ് ഓഫ്. ഈ ഇൻകം ടാക്സ് സെയിൽ ടാക്സുകാർക്കൊക്കെ അറിയത്തില്ല വിഷയം ഇതാന്ന്. എല്ലാവർക്കും അറിയാം. അവർ പൈസ അവർ കേസ് കൊടുക്കും. പിന്നല്ലാതെ അവർ കോമേഴ്സ് മിനിസ്ട്രി നമുക്ക് റിട്ടേൺ ആയിട്ട് എഴുതി തന്നു, ദിസ് ലോസ് ഇസ് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ദി എക്സ്പോർട്ടർ. അതുകൊണ്ട് ഈ ബാങ്കേഴ്സ് ഷുഡ് സപ്പോർട്ട് ദീസ് ബിസിനസ്സസ് എന്ന് അവർ എഴുതി തന്നു. പക്ഷെ അതൊന്നും വാല്യൂ ഇല്ല. അൾട്ടിമേറ്റ്ലി നമുക്ക് പൈസ ഇല്ല. എന്നിട്ട് എന്തായി കേസ്? എങ്ങനായി കേസ്? ഞാനാണെങ്കിൽ പഠിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ പഠിച്ചോണ്ടിരിക്കുക. ചേട്ടനാണ് ഇത് നടത്തിപ്പ്? അല്ല, ചേട്ടൻ ഫോറിനിലായിരുന്നു, അച്ഛനായിരുന്നു നടത്തുന്നത്. അച്ഛനായിരുന്നു ഇത് നടത്തിക്കൊണ്ട്. ചേട്ടൻ എവിടെ? രാജൻപിള്ളി എവിടെ പഠിച്ചിരുന്നേ? കൊല്ലത്ത് ഫാത്തിമ കോളേജിലും TKM കോളേജിലും ക്രേവൻ സ്കൂളിലാണ് ഫസ്റ്റ്. കുറെ കാലം ഇവിടെ ജോലി ചെയ്തോളൂ? ഇവിടെ അച്ഛൻ ഇല്ല, 21 ആയപ്പം പോയി. പഠിച്ചു കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഇമ്മീഡിയറ്റ്. ഇവിടുത്തെ ബിസിനസ്സിലേക്ക് ചുമതല ഏറ്റെടുത്തില്ല? ഇല്ല, ചുമതല എടുത്തില്ല. അച്ഛൻ വാസ് ഫെയർലി യങ് അന്ന്. അപ്പൊ അച്ഛൻ എന്താ വിലയിൽ വിടാൻ കാര്യം? സിംഗപ്പൂർ. ബിക്കോസ് ഈ ടാക്സിന്റെ ഈ ഇന്ദിരാഗാന്ധിയുടെ അന്നത്തെ ടൈമില് ദ ടാക്സ് വെന്റ് അപ് ടു 97% ഓഫ് ദി ഈ ഹൈ ഇൻകം ഗ്രൂപ്പിന്റെ ടാക്സ്. അത് എക്സ്പോർട്ടിന് ഇല്ല ടാക്സ്. അന്ന് എക്സ്പോർട്ടിനും ഉണ്ടായിരുന്നു. എനി ഇൻകം വാസ് ടാക്സബിൾ. എനി ഇൻകം. അന്നൊരു സോഷ്യലിസ്റ്റിക് ഒരു തിങ്കിങ് ആയിരുന്നു ഇന്ത്യക്ക്. ആൻഡ് ഇതിൽ കൂടുതൽ ഇൻകം ഒരാൾക്ക് പാടില്ല എന്നായിരുന്നു അന്നത്തെ ഒരു തിങ്കിങ്. അതിൻ്റെ കൂടെ ദ ഹോൾ സിറ്റുവേഷൻ ഇസ്, നമ്മൾ എന്തെല്ലാം ടാക്സ് റിട്ടേൺ എഴുതി കൊടുത്താലും ദർ ഇസ് എൻ അസംഷൻ ബൈ ദി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ കള്ളവാ എഴുതുന്നതെന്ന്. എന്നിട്ട് അവർ വന്ന് റെയ്ഡിങ്ങും എന്തോ പറഞ്ഞാലും അതിനെക്കാട്ടി കൂടുതൽ ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പം അച്ഛൻ ഡിസൈഡ് ദാറ്റ് ഇങ്ങനെ ബിസിനസ് 98%. 97%. നമുക്കിപ്പം ലാഭത്തിന്റെ കണക്കെല്ലാം കഴിഞ്ഞു, ടാക്സിന്റെ അല്ല, പ്രോഫിറ്റിന്റെ എത്ര പ്രോഫിറ്റിന് അതിന് 98% കൊടുക്കണം. അപ്പൊ എത്ര? അപ്പൊ പിന്നെ എത്ര നമുക്ക് കിട്ടുന്നത്? 3%.
നമ്മൾ പിന്നെ എന്തിനാ ജോലി ചെയ്യുന്നത്? അതായിരുന്നു സെയിം സിറ്റുവേഷൻ. എല്ലാവരും ചോദിക്കുന്ന സെയിം അതായത് സിറ്റുവേഷൻ. 100 രൂപ ഉണ്ടാക്കിയാൽ 97 രൂപ സർക്കാരിന് കൊടുക്കും. അതുകൊണ്ട് ആരും ടാക്സ് കറക്റ്റായിട്ട് ഡിക്ലെയർ ചെയ്യത്തില്ല. അതുകൊണ്ട് ഇവര് ഇൻകം ടാക്സ് ആർക്ക് സംശയമാവും. അവര് വന്ന് റെയ്ഡിങ്ങും ഈ മതിലിടിക്കലും ക്യാഷ് പിടിക്കലും. ഇതൊക്കെ എന്നാ നിയമമല്ലേ? അതായിരുന്നു ആ കാലത്ത്. ഭയങ്കര റിട്ടാർഡഡ് ഒരു തിങ്കിങ് ആയിരുന്നു, വളരെ റിട്ടാർഡ്. അതുപോലെ അല്ലായിരുന്നു ബാങ്ക് എല്ലാം സ്റ്റേറ്റ് അനക്സ് ചെയ്തത്. അതെല്ലാം ആ സമയത്തുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം അന്നത്തെ അവരുടെ വിചാരം അങ്ങനെയാ, USSRനെ പോലെ ആകാൻ ശ്രമിച്ചു ആണ്. അതേപോലെ അപ്പം അവർക്ക് ഒരു ലെവലിൽ റിച്ച് ആവുന്ന ഇഷ്ടമില്ലായിരുന്നു. അവരൊക്കെ റിച്ച് ആയിട്ട് തുടരുകയും ചെയ്തു. അല്ലെ, എന്നിട്ട് അച്ഛൻ അതുകൊണ്ട് എന്ന് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഇവിടെ പറ്റത്തില്ല, സോ യു മേക്ക് മണി ഇൻ സിംഗപ്പൂർ, അതാ ബെറ്റർ. അവിടെയാണെങ്കിൽ അന്ന് എന്തോ 30% എന്തോ ടാക്സ്. യു ലിവ്, നമ്മളിപ്പം കാഷ്യൂസ് മേടിക്കുന്നതോ എല്ലാം യു മേക്ക് ദ പ്രോഫിറ്റ്സ് ദെയർ. ഈ റോനട്ട്സ് നമ്മളെല്ലാം ആഫ്രിക്കയിൽ നിന്നും എല്ലാം വരുന്നത്. അപ്പോൾ അത് അവിടെ ഉണ്ടാക്കിയിട്ട് യു കീപ്പ് ഇറ്റ് ദെയർ. നമ്മൾ ഇവിടെ കൊണ്ടുവന്ന ഈ ഫുൾ പൈസ ഗവൺമെന്റിന് കൊടുക്കാനായിട്ട് കാണത്തുള്ളൂ എന്നുള്ളൊരു തിയറി. സിംഗപ്പൂർ വിസയ്ക്കൊന്നും തടസ്സമില്ലായിരുന്നോ അന്ന്? എനിക്ക് തോന്നുന്നത് സിംഗപ്പൂർ വാസ് ഇൻവൈറ്റിംഗ് ബിസിനസ് പീപ്പിൾ. അന്ന് ഒരു പുവർ കൺട്രി ആയിരുന്നു. ഇറ്റ് വാസ് ഓൺലി കമ്മിങ് ഔട്ട് ഓഫ് ടോക്കിംഗ് അബൌട്ട് 1971. അതൊരു 71 രാജനൻ ആദ്യമേ പോയത്. അന്ന് ഇറ്റ് വാസ് അടിയന്തരാവസ്ഥയ്ക്കൊക്കെ മുമ്പാ, ബിഫോർ ദാറ്റ്, അതിന് മുമ്പേ. എന്നിട്ട് അച്ഛനോട് അങ്ങോട്ട് വിട്ടു. അച്ഛൻ കാശ് കൊടുത്തു വിട്ടോ? അച്ഛൻ എന്തോ ക്യാപിറ്റൽ കൊടുത്തു. അന്ന് എങ്ങനെയാ അത് കൊടുത്തതെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ 16 years യങ്ങർ ടു രാജനൻ. അപ്പം രാജനൻ 21 ആകുമ്പോൾ എനിക്ക് 6 ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് ഓർമ്മ രാജനെ എയർപോർട്ടിൽ പോയി റിസീവ് ചെയ്യുന്നതാ. അങ്ങനെ അവിടെ പോയി രാജൻപിള്ള എന്ത് ചെയ്തു? ഈ ഫാക്ടറി ഇട്ടു. നമ്മൾ ഈ കാഷ്യൂസ് കൊണ്ടുവന്ന് ഈ പ്രോസസ്സ് ചെയ്ത് ഈ റോസ്റ്റിംഗ് ആൻഡ് സോൾട്ടിങ് ചെയ്തിട്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യ കംപ്ലീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി. അതങ്ങ് ക്ലിക്കായി. ഓലെ എന്ന് പറഞ്ഞ ബ്രാൻഡ് അങ്ങ് ഭയങ്കര. ഇപ്പോൾ അതിൻ്റെ കൂടെ പൊട്ടറ്റോ ചിപ്സും എല്ലാം, നമ്മളിപ്പോൾ ലേസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പൊട്ടറ്റോ ചിപ്സ് പോലെ തന്നെ പൊട്ടറ്റോ ചിപ്സും, അതിൻ്റെ കൂടെ ഈ കാഷ്യൂസ് ആഫ്രിക്കയിൽ നിന്ന് മേടിച്ച് ഇന്ത്യയിലോട്ട് സെല്ല് ചെയ്യുന്ന ഈ റോനട്ട് ട്രേഡിങ്ങും എല്ലാം. എന്തിനാണ് കാഷ്യൂസ് ഇവിടെ ഉണ്ടായിരുന്നില്ലേ? എന്തിനാ ഇങ്ങോട്ട് ഉപയോഗിക്കുന്നതിനാ കാഷ്യൂട്ട് അവിടെ? ഇന്ത്യ വാസ് പ്രോസസ്സിങ് ഈ ലോകത്ത് എല്ലായിടത്തെയും ഒരു 98% കാഷ്യൂസ് യൂസ് ടു കം ടു ഇന്ത്യ ടു ഗെറ്റ് പ്രോസസ്ഡ്. എല്ലാം ഈ കൊല്ലത്ത് തന്നെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ബ്രസീലിൽ നിന്ന് വരുമായിരുന്നു, ആഫ്രിക്കയിൽ നിന്ന് എല്ലാ കൺട്രീസും കൊല്ലത്തേക്ക് വന്ന് നമ്മളുടെ ഈ ആളുടെ വിചാരം ഉണ്ടായിരുന്നു, ഇവിടെ കൊണ്ടുവന്ന് ഈ പെണ്ണുങ്ങൾ ഇത് പ്രോസസ് ചെയ്താലേ ഇത് കാഷ്യൂമായിട്ട് വരുത്തുള്ളൂ, ആ കാഷ്യൂസ് പൊട്ടിക്കുന്ന രീതി ഇവർക്ക് മാത്രമേ അറിയാവുള്ളൂ എന്നല്ല ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. അങ്ങനെയാ ഈ ലേബർ യൂണിയൻ ലീഡേഴ്സ് എല്ലാം വിചാരിച്ചത് ഇവിടെ അല്ലാതെ വേറെ ഒരു സ്ഥലത്തും ഫാക്ടറി വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിചാരമായിരുന്നു. പക്ഷെ പതുക്കനെ തമിലിയൻസ് പഠിച്ചു, ആൻഡ്രോയിഡ്സ് പഠിച്ചു. ഇപ്പം മെഷീനറി ആയി ഈ പ്രോസസ്സിങ്ങിന്. ചേട്ടൻ അവിടുന്ന് ആഫ്രിക്കയിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുവരും? അവിടെ പ്രോസസ്സ് അല്ല, അവിടെ പ്രോസസ് ഇതെല്ലാം ഈ ഇന്റർനാഷണൽ ട്രേഡാ. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആഫ്രിക്കയിൽ ഓപ്പൺ ചെയ്തിട്ട് ഷിപ്മെൻറ്റ് ഡയറക്ട്ലി ടു കൊച്ചിൻ പോർട്ട്. ആ കാഷ്യൂസ് ഇവിടെ പ്രോസസ് ചെയ്തിട്ട് ആ കേർണൽസ് ഈസ് ബോട്ട് ഇൻ ഇത് ഈ പേപ്പറില ആൻഡ് സോൾഡ് ടു അമേരിക്ക വയ ദി സിംഗപ്പൂർ കമ്പനി. ഓക്കെ, അപ്പോൾ ഇവിടെ ഇന്ത്യക്ക് ഒരു റോളും ഇല്ല. ഇന്ത്യക്ക് ആ പ്രോസസ്സിങ് കോസ്റ്റ് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രോഫിറ്റ്സ് ക്യാൻ ആക്ച്വലി ബി കെപ്റ്റ് ഇന്റർനാഷണലി. എല്ലാ അന്നത്തെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ടാറ്റാസിന് സ്വീഡനിലായിരുന്നു അവരുടെ ബേസ്, ബെർലാസിനുണ്ടായിരുന്നു ലണ്ടനിലെ ബേസ്, എല്ലാവർക്കും. ബിക്കോസ് ഈ രാജ്യത്തിന് കിട്ടേണ്ടതാണ് ഇവർ അമിത നികുതി ഇട്ട് മാറ്റിയത്. ആണ് ഈ 97% സത്യം പറഞ്ഞാൽ രാജ്യം എങ്ങനെയാണ് വളരാതെ പോയെന്നുള്ളൊരു വലിയൊരു ഉദാഹരണമാണ്. വലിയ ശരിക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ. വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് തിയറിയാണ്. ഇങ്ങനെ എല്ലാവരുടെയും പൈസ മേടിച്ചിട്ട് അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതേസമയത്ത് ഇവിടെ വന്ന് പ്രോസസ്സ് ചെയ്യുകയും ചെയ്യും. പക്ഷെ ആ പ്രോസസ്സിങ്ങിന്റെ ചെലവും അതേ ഉള്ളൂ, ലാഭമില്ല, കച്ചവടമില്ല. ആ കച്ചവടത്തിന്റെ പ്രോഫിറ്റ്സ് കംപ്ലീറ്റ് യു കീപ് ഇറ്റ് ഇന്റർനാഷണലി. അത് കൊള്ളാം, അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം ചേട്ടൻ അവിടെ നിന്ന് കൊണ്ടുവരാൻ തുടങ്ങി.
അല്ല ഈ ഇവിടെ കൊണ്ടുവന്ന് കാഷ്യൂസ് അല്ലാതെ എല്ലാം ഡയറക്റ്റ് ആയിട്ട് എന്തായാലും വരുമായിരുന്നു. ഈ കേർണൽസ് എന്തായാലും നേരത്തെ വരുമായിരുന്നു. നേരത്തെ വരുമായിരുന്നു. എന്നിട്ട് ഇവിടുന്ന് ഇത് സിംഗപ്പൂരിന് പോകും. അല്ല, സിംഗപ്പൂരിൽ പോകത്തില്ല. ഈ ഷിപ്മെന്റ്സ് ഡയറക്റ്റ് ആയിട്ട് ഈ ഇത് മാത്രം ലെറ്റർ ഓഫ് ക്രെഡിറ്റ് മാത്രമേ സിംഗപ്പൂരിൽ പോകത്തതേ ഉള്ളൂ. പക്ഷേ ഷിപ്മെന്റ് ഇസ് ഡെസ്റ്റിൻ ടു ഈ ന്യൂയോർക്കും സാൻ ഫ്രാൻസിസ്കോ അമേരിക്കയിലോട്ടുള്ള ഷിപ്മെന്റ്സാണ്. അപ്പൊ പിന്നെ അത് ചേട്ടൻ അതിന്റെ ലാഭം ഇവിടെ ചേട്ടനോടെ കിട്ടും. അവിടെ സിംഗപ്പൂരിൽ വെക്കും. അപ്പൊ അതും ചെയ്തു. അവിടെ ഒന്നുമില്ലാതെ തന്നെ അവിടെ ലാഭം എത്തിക്കാൻ തുടങ്ങി. അവിടെ ഒരു പണിയില്ല. അവിടെ ആ പ്രോസസ് ഫാക്ടറി ഉണ്ടായിരുന്നു, ഒലേ ഫാക്ടറി. പക്ഷേ ഈ കാഷ്യൂനട്ടിന്റെ പണിയൊന്നുമില്ല അവിടെ. കാഷ്യൂനട്ട്സ് റോസ്റ്റിംഗ് ആൻഡ് സോൾട്ടിങ് ഉണ്ടായിരുന്നു. പക്ഷെ അത് കൊച്ചു ശതമാനം. ഇതിനുമായിട്ട് കമ്പയർ ചെയ്താൽ അത് വളരെ കൊച്ചു. പിന്നെ ചേട്ടൻ അവിടെ ബിസിനസ് വളർന്നത് എങ്ങനെയാണ്? ഈ ഒരു നഷ്ടം വന്നപ്പോഴത്തേക്ക് ഈ നാട്ടിലോ അല്ല, ഈ USSR ആയിട്ട് ചേട്ടന്റെ ബൾക്ക് ഓഫ് ദി ബിസിനസ് ഈ കാഷ്യൂസി തന്നെയായിരുന്നു. അപ്പൊ ഈ അവിടുന്ന് ഈ ആഫ്രിക്കയിൽ നിന്ന് മേടിച്ച് ഇന്ത്യയിലോട്ട് വിൽക്കുന്നതും ഈ കാഷ്യൂ കേർണൽസ് അമേരിക്കയിൽ വിൽക്കുന്നതും എല്ലാം ബിസിനസ്. അതെ, ഇപ്പൊ അച്ഛൻ ബിഗ്ഗസ്റ്റ് ഇൻ കാഷ്യൂസ് ആയപ്പം ഹി വാസ് ഓൾസോ ഏബിൾ ടു ബിക്കം വെരി ബിഗ് ഇൻ അമേരിക്കയും ബാക്കി എല്ലായിടത്തും ഈ കാഷ്യൂസ് സപ്ലൈ ചെയ്യുന്ന സ്ഥലത്തല്ല. ആ ബിസിനസ് ഈ USSR ഇത് മേടിക്കാതെ വന്നപ്പം ചേട്ടൻ്റെ അടുത്തും അച്ഛൻ്റെ അടുത്തും ഇരുന്ന എല്ലാ കാഷ്യൂസിൻ്റെയും വില കുറഞ്ഞു. അതിലാണ് ഇവർക്ക് നഷ്ടം വന്നത്. ഇപ്പം അവർക്ക് നഷ്ടം വന്നപ്പോഴത്തേക്ക് ഹി ഹാഡ് ടു ഒരു കമ്പനി ഹി ഹാഡ് ടു സെൽ ഇറ്റ് ടു എ കമ്പനി. നെബിസ്കോയിന് വിറ്റിട്ട് നെബിസ്കോ ഇവർ ഫ്രണ്ട്സ് ആയിരുന്നു, അവർ ഓൾറെഡി സപ്ലൈ അല്ല. നെബിസ്കോ വാസ് ഇൻട്രസ്റ്റ്, അതൊരു ദേവാധീനം പോലെയാ. അവർക്ക് സിംഗപ്പൂരും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ മാർക്കറ്റിൽ വരാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് കാണിച്ചു. സോ ദേ ആക്ച്വലി കെയിം ടു ഹിം ടു സേ ദാറ്റ് ലുക്ക് നമുക്കൊരു ജോയിൻറ്റ് വെഞ്ചറോ വല്ലതും ചെയ്യാമെന്ന്. ആ മീറ്റിങ്ങിൽ സിംഗപ്പൂർ ഗവൺമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവും വന്നു. ബിക്കോസ് ദേ വെയർ ഇൻട്രസ്റ്റഡ് ഇൻ ബ്രിങ്ങിങ് നെബിസ്കോ ടു സിംഗപ്പൂർ. ബിക്കോസ് അത് വലിയൊരു ഡെവലപ്മെൻറ്റാണ് സിംഗപ്പൂരിന് വേണ്ടി. അമേരിക്കൻ കമ്പനിയായിരുന്നു. പക്ഷേ സിംഗപ്പൂരിന് ആ കമ്പനി ഇപ്പം ഈ ഗൂഗിളെല്ലാം വരുന്നത് പോലെയായിരുന്നു അന്ന് നെബിസ്കോ വരുന്നത്. അപ്പം നെബിസ്കോൻ്റെ ആൾ ചോദിച്ചു, മിസ്റ്റർ പിള്ളെ ഹൗ മച്ച് ക്യാൻ യു ഇൻവെസ്റ്റ് എന്ന്. അപ്പം രാജനന് പൈസ ഇല്ലാത്ത ഒരു സമയമായിരുന്നു. അപ്പം സിംഗപ്പൂർ ഗവൺമെൻറ് പറഞ്ഞു, ഡോണ്ട് വറി അബൌട്ട് ദി ഇൻവെസ്റ്റ്മെൻറ്റ്, വി വിൽ ഹെൽപ്പ് ഹിം ഡു ദി ഇൻവെസ്റ്റ്മെൻറ്റ്, ദി ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് യു കം ഇൻ ടു ദ കൺട്രി എന്ന്. അങ്ങനെ ആ ബിസിനസ് അങ്ങ് സെറ്റിൽഡായി. ഹീ ഷിഫ്റ്റ് ടു ലണ്ടൻ. കുറേ കൂടി ഒരു വൈഡർ റീജിയൻ ഓഫ് നെബിസ്കോ ലണ്ടനിൽ ഈ കാഷ്യൂസും എല്ലാം ഈ ബിസിനസ് നെബിസ്കോയിന് വിറ്റുകൊണ്ട് നെബിസ്കോ സ്റ്റാർട്ടഡ് എ ഫുൾ ഡിവിഷൻ ഓഫ് കാഷ്യൂസ്. ആ ഡിവിഷന് വേണ്ടി അവർ ബ്രസീലിൽ ഏറ്റവും വലിയ ഫാക്ടറി ടേക്ക് ഓവർ ചെയ്തു. ആഫ്രിക്കയിൽ ഈ ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കാഷ്യൂസ് മേടിക്കാൻ തുടങ്ങി. ഈ ഹോൾ ഇൻ്റഗ്രേഷൻ നോക്കാനായിട്ട് ലണ്ടനാ ബെറ്റർ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞു. ജോലിക്കാരനായി നെബിസ്കോയുടെ ബിസിനസ് നിർത്തി. അതിലൊരു ഷെയർ ഉണ്ടായിരുന്നു, ആ കമ്പനിയിൽ ഒരു ഷെയർ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബിക്കെയിം ജോലിക്കാരൻ. ദ സെയിം ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ ദ ബിസിനസ് വാസ് സോൾഡ് ടു നെബിസ്കോ. ഓക്കെ, അത് നെബിസ്കോയുടെ സ്റ്റാഫായി. അതേസമയം ഷെയറും ഉണ്ട്. എന്നിട്ട് ഈ അങ്ങനെ ആയപ്പോഴത്തേക്ക് ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു, എന്നെങ്കിലും നെബിസ്കോ ഈ കമ്പനീസ് വല്ലതും വിൽക്കുന്നെങ്കിൽ ഫസ്റ്റ് റൈറ്റ് ഓഫ് റെഫ്യൂസൽ വിൽ കം ടു രാജൻ എന്ന്. നെബിസ്കോ ഇത് വിൽക്കുന്നെങ്കിൽ അപ്പം ദാറ്റ് ഇൻക്ലൂഡഡ് ഈ ബ്രിട്ടാനിയ ഇൻ ഇന്ത്യ. അപ്പൊ ഈ നെബിസ്കോയുടെ ബ്രിട്ടാനിയ ഇന്ത്യയിൽ ഈ സമയത്തുണ്ട്. ആ 82 ടൈമിലാണ് ഇതെല്ലാം വന്നത്. അപ്പൊ ഈ 11% മേടിച്ചതും ബ്രിട്ടാനിയയിൽ ചെയർമാനായിട്ട് വരുന്നതും അതിൻ്റെ കമ്പനിയിലെല്ലാം ഓപ്പറേഷനിൽ ഇൻവോൾവ് ആവുന്നതും, ബിക്കോസ് നമ്മളുടെ ബിസിനസ് നഷ്ടമായതുകൊണ്ട് ഇതിലോട്ട് വരേണ്ടത് വന്നു. അത് 87 വലിയൊരു കോർപ്പറേറ്റ് വാർ ഉണ്ടായിരുന്നു. അത് വലിയൊരു ബുക്സെല്ലാം ഈ ബാർബേറിയൻസ് അറ്റ് ദി ഗേറ്റ് എന്നെല്ലാം വലിയ ബുക്കെല്ലാം ആയതാ. ഈ റോസ് ജോൺസ് എന്ന് പറഞ്ഞുകൊണ്ട് രാജനൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഹു വാസ് ദ ചെയർമാൻ ഓഫ് നെബിസ്കോ. ഹീ ബിഡിഡ് ഫോർ ഈ ഫുൾ കമ്പനി മേടിക്കാനായിട്ട്. അന്നത്തെ ഏറ്റവും വലിയ ബിഡായിരുന്നു, എന്തോ $21 ബില്യൺ. ഈ ഫോർച്യൂണിൽ ഫ്രണ്ട് പേജിലെല്ലാം വന്നത്. മാനേജ്മെൻറ്റ് ബൈ ഔട്ട് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. മാനേജേഴ്സ് തന്നെ ലോൺ കണ്ടുപിടിച്ച് ഈ ഷെയർസ് മേടിക്കുന്ന ഒരു സിറ്റുവേഷൻ. അത് ഈ KKR എന്ന് പറഞ്ഞൊരു കമ്പനി അതിനേയും കാട്ടിയും വലിയൊരു $25 ബില്യൺ ബിഡ് ചെയ്ത്
ഇവരുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി അവരെടുത്ത് വന്നു. അപ്പോൾ അവർ ഇത്രയും രൂപയ്ക്ക് മേടിച്ചുകൊണ്ട് ദേ ഹാഡ് ടു സെൽ ഓഫ് എ ലോട്ട് ഓഫ് ദ ഫോറിൻ അസറ്റ്സ്. അപ്പോൾ അവർ ഇന്ത്യയും പാകിസ്ഥാനും എല്ലാം ദേ ഡിസൈഡ് ടു സെൽ. അപ്പോൾ അത് ഈ നെബിസ്കോ കമോഡിറ്റീസ് ആയിരുന്നു പാർട്ട് ഇത് നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് റൈറ്റ് ഓഫ് റിഫ്യൂസൽ രാജനന് കിട്ടി ഇത് ചെയ്യുന്നത്. അപ്പോൾ ഹീ വെൻ ടു ദി ബാങ്കേഴ്സ് ആൻഡ് സെഡ് ഐ ഹാവ് ദ റൈറ്റ് ടു ബൈ ദീസ് ഷെയർസ്. ഇനി എന്നെ ഫൈനാൻസ് ചെയ്താൽ ഐ ക്യാൻ ആക്ച്വലി ബൈ ഓവർ ആൻഡ് ബിക്കം ദി ഓണർ ഓഫ് ദറ്റ് കമ്പനി. ഈ ബാങ്ക്സ് സപ്പോർട്ടഡ് ദം ആൻഡ് ഈ RJR നെബിസ്കോൻ്റെ കയ്യിൽ നിന്ന് അന്ന് ഇറ്റ് വാസ് എ $900 million ഡീൽ വെച്ചിട്ടാണ് മേടിച്ചത്. ബ്രിട്ടാനിയ മാത്രം. ബ്രിട്ടാനിയ ഈ 5 രാജ്യത്തിൽ ഈ ബിസ്ക്കറ്റ് കമ്പനീസ്, ഈ മലേഷ്യ, ബ്രിട്ടാനിയ വലിയ ബ്രാൻഡാണ്, വലിയ ബ്രാൻഡാണ് ഇതായിട്ട് നെബിസ്കോൻ്റെ. അതെല്ലാം കൂടെ ബ്രിട്ടാനിയ എന്ന് പേരിട്ടത് രാജനാണ്. അവിടെയാണെങ്കിൽ ജേക്കബ് ബിസ്ക്കറ്റ്സും സിംഗപ്പൂരി വേറെ ബ്രാൻഡും എല്ലാം ആയിരുന്നു, ഗിഫിൻസ് എന്നെല്ലാം പറഞ്ഞുണ്ട്. അതെല്ലാം രാജനൻ മേടിച്ച് കഴിഞ്ഞിട്ട് ഇറ്റ് ഓൾ ബിക്കെയിം പാർട്ട് ഓഫ് എ ബ്രിട്ടാനിയ എംപയർ. അങ്ങനെ ഹി ബിക്കെയിം ദ ലാർജസ്റ്റ് ബിസ്ക്കറ്റ് മാനുഫാക്ചറർ ഇൻ ഏഷ്യ. അന്ന് ഹി ഹാഡ് എ ഡിസിഷൻ വാണ്ടിങ് ടു ബിക്കം വെരി ലാർജ് ഇൻ ദ വേൾഡ്. അപ്പോൾ അതിൻ്റെ ഒരു രീതിയിൽ അക്വിസിഷന് വേണ്ടിയെല്ലാം പോകുമ്പോഴത്തേക്കാ ഒരു പാർട്ട്ണറിനെ കണ്ടുപിടിച്ച ഡെനോൺ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫ്രഞ്ച് കമ്പനി. അപ്പം ഡെനോണിനെയും കൂടെ ഷെയർ ഹോൾഡർ ആയിട്ട് കൊണ്ടുവന്നിട്ട് ഹി ടുക്ക് ഓവർ ന്യൂസിലൻഡിലെ ഏറ്റവും ലാർജസ്റ്റ് ഫുഡ് കമ്പനി. പക്ഷെ ആ ഡെറ്റ്സാ ഫൈനലായിട്ട് വിച്ച് ക്രിയേറ്റഡ് പ്രോബ്ലം. ന്യൂസിലൻഡ് കമ്പനിയുടെ ഡെറ്റ് ഉണ്ടായിരുന്നു. ആ മേടിച്ചതിൻ്റെ ഡെറ്റായിരുന്നു വിച്ച് ക്രിയേറ്റഡ് പ്രോബ്ലംസ് ഫോർ ഹിം. അപ്പോൾ ഹി വാസ് ട്രൈങ് ടു ഗോ ഫോർ എ ലിസ്റ്റിംഗ് സോ ദാറ്റ് ഈ ഡെറ്റ് പേ ചെയ്യാമെന്ന്, വിച്ച് അവർ സമ്മതിക്കാതെ ദേ ടുക്ക് ഓവർ ദ കമ്പനി. അതില്ല ന്യൂസിലൻഡോ അല്ല, ഈ ഫുൾ കമ്പനിയുടെ ഷെയർ ഹോൾഡറായി ഡെനോൺ. അപ്പം ഡെനോൺ ഫൈനാൻസ്ഡ് ഫോർ ദി ന്യൂസിലൻഡ് ടേക്ക് ഓവർ ഓൺ ദി കണ്ടീഷൻ ദാറ്റ് ഈ സമയത്ത് ഇറ്റ് വിൽ ബി പെയ്ഡ് ബാക്ക്, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഇൻ ദ കമ്പനി. ഏതെങ്കിലും ഒരു സമയത്ത് ഇഫ് യു ഡോണ്ട് പേ ബാക്ക് ഇറ്റ് വിൽ ബി കൺവേർട്ടഡ്. അങ്ങനെ അവരുടെ ഷെയർസ് സ്റ്റാർട്ടഡ് ക്രീപ്പിംഗ് അപ്പ്. അവരുടെ പെർസെൻറ്റേജ് നോട്ട് ഓൺലി ന്യൂസിലൻഡ് ബട്ട് ഓൾ കമ്പനീസ്. അതിൻ്റെ ആ ഓൾ കമ്പനീസിൻ്റെ ആ ഓപ്പർച്യൂണിറ്റി കൊടുത്താലേ ഒരു പുതിയ കമ്പനിക്ക് മേടിക്കാനായിട്ട് സമ്മതിക്കും. ന്യൂസിലൻഡ് പണക്കം ഉണ്ടായില്ല. അപ്പം ഈ ഡെനോണും രാജനുമായിട്ട് വഴക്കുണ്ടായി. ബിക്കോസ് ഇതിൻ്റെ കൺട്രോൾ ഒരു 2% ഷെയറിൻ്റെ ഒരു സിറ്റുവേഷൻ വന്നു. ഇവരുടെ ഡെറ്റ് പേ ചെയ്യുന്നതിൻ്റെ എമൗണ്ടും ആ ഷെയർസിലോട്ടും കൂടെ മാറ്റിയായിരുന്നെങ്കിൽ ഡെനോൺ വുഡ് ഹാവ് ബിക്കം 51% ഓഫ് ദി ബ്രിട്ടാനിയ കമ്പനി. അത് രാജനൻ സെഡ് ദാറ്റ് ലുക്ക് ഹിയർ വി ക്യാൻ ആക്ച്വലി ഗോ പബ്ലിക്, എന്നിട്ട് ഈ പൈസ റീപേ ചെയ്യാമെന്ന്. അത് അവർ സമ്മതിച്ചുകൊണ്ട് ദേ വെൻറ്റ് ഇൻ ടു എ ബിഗ് ഫൈറ്റ് വിത്ത് ഈച്ച് അതർ. ഈ പാർട്ട്നേഴ്സ് ഡെനോണും ഇതില്ല. അതിൽ നസ്ലി വാഡിയ വെൻ ടു ഡെനോൺ ആൻഡ് സെഡ് ഐ വിൽ സപ്പോർട്ട് യു ഇൻ ദ ഫൈറ്റ് ഇന്ത്യയിൽ ഓൺ ദി കണ്ടീഷൻ ദാറ്റ് ഐ ബിക്കം ദി ചെയർമാൻ ഓഫ് ബ്രിട്ടാനിയ. അപ്പം നസ്ലി വാഡിയ സ്റ്റാർട്ടഡ് സപ്പോർട്ടിങ്. അപ്പം ഭയങ്കര ഒരു PR ആയിരുന്നു എഗൻസ്റ്റ് രാജനൻ. രാജനൊന്നും ഇല്ലാത്ത ഒരാളാണ്, ഹീ ഈസ് ഫുൾ ഓഫ് ഡെറ്റ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒരു പബ്ലിക് റിലേഷൻസ് ഓൾ ഓവർ. അപ്പം ഈ ഒരു 5 രാജ്യത്തിലായിരുന്നു ഇവരുടെ ബിസിനസ്. എല്ലായിടത്തും ലിറ്റിഗേഷൻസും കേസസും എല്ലാം ആയിരുന്നു. അതിൽ ഒരു കേസ് ഉണ്ടായിരുന്നു സിംഗപ്പൂരിൽ, വേർ ഒരു $14 million ഒലേന്ന് ഇവരുടെ ഒരു ബ്രാൻഡുണ്ട്, ആ ഒലയ്ക്ക് വേണ്ടി പേ ചെയ്തത് $14 million ബോർഡ് അറിയാതെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അലിഗേഷൻ. അറിയാതായിരുന്നോ? അല്ല, ഈ 11 ബോർഡ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. 10 പേര് പറഞ്ഞു ദേ ന്യൂ അബൌട്ട് ഇറ്റ് എന്ന്. ഈ റോസ് ജോൺസണും എൻ്റെ ഡയറക്ടറാണ്, അയാൾ പറഞ്ഞ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. പക്ഷേ സിംഗപ്പൂരിലൊരു പ്രോബ്ലം ഉണ്ട്. ഗവൺമെൻറ് ആ കേസ് എടുക്കുന്നത് അവിടെ കൺവിക്ഷൻ റേറ്റ് ഇസ് ഫെയർലി ഹൈ. ആ ഒരാൾ നമ്മളുടെ അന്ന് ലണ്ടനിൽ നിന്നായിരുന്നു ലോയറിനെ കൊണ്ടുവന്ന ഒരു ക്വീൻസ് കൗൺസിൽ വന്ന് ആർഗ്യൂ ചെയ്ത. ഹീ റിസൈൻ ഫ്രം ദറ്റ് കേസ് വിതൗട്ട് ടേക്കിംഗ് എനി ചാർജസ്, സെയിങ് ദാറ്റ് ഇവിടെ നമുക്ക് എന്തായാലും നീതി കിട്ടത്തില്ല, ബിക്കോസ് ദ വേ ദറ്റ് ദി കോർട്ട് ഇസ് ഗോയിങ് നമ്മളുടെ കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫൈറ്റ് ചെയ്തു, പക്ഷേ ആ സമയത്ത് ദേ ഡിസൈഡഡ് ടു കൺവിക്ട് ഹിം ഇൻ സിംഗപ്പൂർ.
നമ്മൾ ജസ്റ്റ് ഇന്ത്യയിലെ ഈ ഒരു ഡയറക്ടർ അനുവാദം ഇല്ലാതെ ചെയ്തതില്ല. ഈ 14 മില്യൺ കൊടുക്കുകയും ചെയ്ത് അത് രൂപയും തിരിച്ച് കിട്ടുകയും ചെയ്തായിരുന്നു, അത് തിരിച്ച് മേടിക്കുകയും ചെയ്തായിരുന്നു. ദർ വാസ് നോ ക്യാഷ് ലോസ് ഫോർ എനിബഡി. പക്ഷേ ദ ഫാക്ട് ദാറ്റ് ദ ബോർഡിൻ്റെ മിനിറ്റ്സിൽ ഇത് കറക്റ്റായിട്ട് റെക്കോർഡഡ് അല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കേസ്. ആ കേസിൽ എത്ര കാലത്തേക്ക് ശിക്ഷിച്ചു? ശിക്ഷിച്ചില്ല, ആ ശിക്ഷയ്ക്ക് വേണ്ടി നിന്നില്ല. അപ്പോഴത്തേക്ക് ഹി ആക്ച്വലി കെയിം ടു ഇന്ത്യ. ശിക്ഷ വിധിച്ചില്ല. ട്രയൽ കഴിഞ്ഞു. വേർഡിക്ട് കേം ദാറ്റ് ഹി വാസ് ഈസ് ഗോയിങ് ടു ബി കൺവിക്റ്റഡ് ഗിൽറ്റി. അതിന്റെ ശിക്ഷ കുഡ് ഹാവ് ഗോൺ ടു 14 years ഓഫ് ഇംപ്രിസൺമെന്റ്. ചെറിയൊരു അവിടെ അങ്ങനത്തെ റൂള്. അപ്പം വാട്ട് ഹീ കെയിം ടു സേ, ഇവിടെയാണെങ്കിൽ 500 രൂപയ്ക്ക് ഫൈൻ അടിക്കേണ്ട കാര്യത്തിന് അവിടെ 14. സോ വി വാണ്ടഡ് ദ കേസ് ടു ബി ട്രൈഡ് ഹിയർ. അപ്പോൾ എക്സ്ട്രഡിഷൻ്റെ തിയറി എന്ന് വെച്ചാൽ ഇവിടെ അവിടുത്തെ ലോ സിമിലർ ആണെങ്കിൽ എക്സ്ട്രഡേറ്റ് ചെയ്യത്തുള്ളൂ. ഇപ്പം അവിടെ ഇപ്പം തലവെട്ടി കൊല്ലുന്ന ഒരു ഇതും ഇവിടെ ആണെങ്കിൽ ഇറ്റ് ഇസ് 2 years ഇംപ്രിസ്മെൻ്റ് ആണെങ്കിൽ വി വുഡൻറ്റ് എക്സ്ട്രഡൈറ്റ്. അപ്പോൾ അതായിരുന്നു ദാറ്റ് ഹി വാസ് എക്സ്പെക്ടിങ് ടു ആക്ച്വലി ഹാപ്പൻ ഇൻ ഇന്ത്യ. അത് നടന്നില്ല. അതിൻ്റെ മുമ്പേ അതായത് ഇവിടെ അറസ്റ്റ് ചെയ്യാൻ കാര്യം ഇവിടെ കേസില്ലായിരുന്നല്ലോ, ഒരു കേസും ഇല്ലായിരുന്നു. അപ്പോൾ ഈ എക്സ്ട്രഡിഷന് വേണ്ടി സാധാരണ ഇപ്പം കുറേ പേര് കമ്മിങ് ഫ്രം മിഡിൽ ഈസ്റ്റും ലണ്ടനിൽ നിന്നും എല്ലാം വരുന്നുണ്ട്. അവർ ആ എക്സ്ട്രഡിഷൻ കോർട്ട് ഇസ് ഡിസൈഡഡ് അക്കോർഡിംഗ് ടു വെയർ ദേ ആർ സ്റ്റേഷൻ. ഇപ്പം ട്രിവാൻഡ്രത്തോ കൊല്ലത്തോ താമസിക്കുന്ന ആളല്ല, ഇവിടുത്തെ കോർട്ട് ഇത് ചെയ്യുന്നത്. ഇത് അന്ന് അവർ പോയി ഡൽഹിയിൽ കൊണ്ടുപോയി ആ എക്സ്ട്രഡിഷൻ കേസ് ഫയൽ ചെയ്തു. So he had to go to Delhi to fight that case. ആ ഡൽഹിയിൽ അവിടെ ചെന്നപ്പോഴത്തേക്ക് he was arrested and put behind bars because red corner Interpol notice വന്നായിരുന്നു. അതിൻ്റെ മുമ്പേ he asked for bail. ഈ എക്സ്ട്രഡിഷൻ്റെ അഗേൻസ്റ്റ് ബെയിൽ പോയി. അത് ആദ്യമേ ട്രിവാൻഡ്രത്ത് കൊടുത്തു. അത് പിന്നെ ഇറ്റ് വാസ് ക്യാൻസൽഡ് ബിക്കോസ് ഡൽഹിയിലായി ഈ കേസ് വന്നത്. അവിടെ ബെയിൽ എടുക്കാൻ പോയപ്പോഴാണ് അറസ്റ്റ് ചെയ്ത് ഹി വെൻ ബിഹൈൻഡ് ബാസ്. തിഹാറിൽ അടച്ച്. അന്ന് വി ടോൾഡ് ദം ദറ്റ് ഹീസ് സിക്കായി, ലിവർ സിറോസിസ് ഉണ്ട്. 2 പ്രാവശ്യം മേജർ പ്രോബ്ലംസ് വന്നിട്ടുള്ള, അതുകൊണ്ട് മെഡിസിൻസ് കൊടുത്തില്ലെങ്കിൽ ഹി വിൽ ആക്ച്വലി ഡൈ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് CBI അത് ഒപ്പോസ് ചെയ്തു, സെയിങ് ദാറ്റ് വെറുതെ കൊടുക്കരുത് ബിക്കോസ് ഈ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾ ദീസ് ഫെസിലിറ്റീസ് ആർ അവൈലബിൾ ഇൻ ദ ഹോസ്പിറ്റൽ ഇൻ ദ ജയിൽ. അത് നമ്മളാണെങ്കിൽ വി പ്രൂവ് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് ദെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ലെറ്റർ ജഡ്ജ് CBI വഴി അവിടെ അയച്ചു. ഈ പർട്ടിക്കുലർ ഡിസീസിന് വെദർ യു ഹാവ് ദി ട്രീറ്റ്മെൻ്റ് എന്ന് ചോദിച്ച കാര്യത്തിന് റിപ്ലൈ വന്നില്ല. വരാതെ ചേട്ടൻ്റെ പനി അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് കൂടി. ഹി വാസ് നോട്ട് ഗിവൺ ഈ ഒരു മാട്രസ് വരെ കൊടുത്തില്ല കിടക്കാനായിട്ട്. പനി കൂടി. ഹി വാസ് ഗിവൺ എ ടാബ്ലറ്റ്. ഈ അസുഖത്തിന് കൊടുത്തുകൂടാത്ത ഒരു കാര്യം ബൈ വിച്ച് ഹി ഡൈഡ് അൾട്ടിമേറ്റ്ലി. ഈ വെയിനെല്ലാം അങ്ങ് പൊട്ടാനായിട്ട് തുടങ്ങി. അപ്പം പിന്നെ നമ്മൾ കാണുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ഈ ബ്ലഡെല്ലാം വോമിറ്റ് ചെയ്യുന്ന ഇതായി. കേസ് എന്തായി? അപ്പം നമ്മളുടെ തിയറി വാസ് ദിസ് ഇസ് ആക്ച്വലി പ്ലാൻഡ്. അല്ലാതെ ഒരാൾക്ക് അസുഖം ഉണ്ടെങ്കിൽ ഹി ഷുഡ് ഹാവ് ബീൻ ടേക്കൺ ടു ദി ഹോസ്പിറ്റൽ. നമ്മൾ അതിൻ്റെ പ്രൂഫ് എല്ലാം കൊടുത്തതിൻ്റെ ഒരു കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അന്ന് മരിച്ചപ്പോൾ തന്നെ നമ്മൾ അസംബ്ലി കെയിം, 1 minute സൈലൻസും. അസംബ്ലി ഓൾസോ റിക്വസ്റ്റഡ് ഫോർ എൻ എൻക്വയറി. നമ്മൾ 20 പാർലമെൻറ്റ് മെമ്പേഴ്സിനെ നമ്മൾ കൊണ്ടുപോയിട്ട് പാർലമെൻറ്റിൽ ഇത് പറയിപ്പിച്ചു. പക്ഷേ അന്ന് അവർ റിഫ്യൂസ് ചെയ്തു ഈ ഒരു ഇതെടുക്കാൻ. ഒരു നഷ്ടപരിഹാരം ഒന്നും കൊടുത്തില്ല. ഒടുക്കം വന്ന് 10 ലക്ഷം രൂപ സുപ്രീം കോർട്ട് ഓർഡർ ചെയ്തു. ജയിലിൽ കിടന്ന് മരിച്ചത് 10 ലക്ഷം രൂപ. അപ്പം ഞാൻ ചോദിക്കുന്നത് ഈ നസ്ലിവാടിയാണോ ഇതിൻ്റെ പിന്നിൽ? അതായിരുന്നു എൻക്വയറി ചെയ്യാനായിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ മരിച്ചപ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ബഹളം ഉണ്ടാക്കി. ഈ ഒരു സിറ്റുവേഷൻ ഇതിൻ്റെ ഒരു ഇത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് എങ്ങനെയാണ് ഇത് പറ്റിയെന്ന്. അപ്പം തന്നെ അവരൊരു ലീല സേഠ് കമ്മീഷൻ ഫിക്സ് ചെയ്തു ഡൽഹി ഗവൺമെൻറ്. ഞങ്ങൾ റിയലൈസ് ചെയ്തില്ല ദാറ്റ് കമ്മീഷൻ്റെ ടേംസ് വാസ് ഓൺലി ടു ഇൻവെസ്റ്റിഗേറ്റ് വിതിൻ ഡൽഹി. ആൻഡ് ആ കമ്മീഷൻ ഇരിക്കുമ്പം ദേ കുഡിൻറ്റ് അപ്പോയിൻറ്റ് അനദർ കമ്മീഷൻ വിത്ത് എ ഡിഫറെൻറ്റ് ടേം.
അപ്പോൾ ഇവർ പാർലമെൻറ്റ് എല്ലാം വന്നിട്ട് ഇവർ കമ്മീഷൻ കണ്ടുപിടിച്ചു ജയിലിൽ ഇത് തെറ്റ് പറ്റിയതാ, തെറ്റ് മെഡിസിനാണ് കൊടുത്തത്, അതുകൊണ്ട് അവരെ 2-3 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ദേ കുഡിൻ എൻക്വയർ ഓഫ് എ ബിഗർ ആസ്പെക്ട്. ഇതിന്റെ ഇത് പറ്റിയില്ല. അപ്പോൾ ഒന്നും നടന്നില്ല. അപ്പോൾ നമ്മളിപ്പോഴും വിശ്വസിക്കുന്നത് ഡെഫിനറ്റ് ആയിട്ട്, ബിക്കോസ് എല്ലാ രീതിയിലും ഒരു രീതിയിലൊരു ഡൽഹിയിലാവേണ്ട കേസല്ല. ബിക്കോസ് ഇതേത്തെ ബോംബെ ഡൈങ്ങിക്ക് അല്ലായിരുന്നു അവരുടെ അന്നത്തെ. ഇപ്പോഴും ബോംബെ ഡൈങ്ങിന്റെ ചെയർമാനാ, ഇപ്പൊ ബ്രിട്ടാനിയയുടെ ചെയർമാനാ. അങ്ങനെ ബ്രിട്ടാനിയ പിന്നെ എന്ത് സംഭവിച്ചു ഈ കമ്പനി ഈ സംഭവത്തിന്? ഞാൻ എപ്പോഴും പറയുന്ന വെന്നെവർ സംബഡി ഡൈസ് ആരാ ബെനിഫിറ്റ് ചെയ്യുന്നതെന്നല്ലേ ഫസ്റ്റ് നമ്മൾ എൻക്വയറി ചെയ്യേണ്ടത്. അപ്പൊ ദ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി ഇൻ ഇന്ത്യ ഈസ് നെസ്ലി വാഡിയ. നെസ്ലി വാഡിയ എങ്ങനെ അത് കിട്ടിയത്? പിന്നെ അപ്പം തന്നെ ഡെനോൺ ആണെങ്കിൽ ഫോർ ഹെൽപ്പിംഗ് ദം വിത്ത് ദിസ് ഹോൾ തിങ് ഡെനോൺ നസ്ലി വാഡിയെ ചെയർമാൻ ആക്കി. പിന്നെ ഡെനോണും നസ്ലി വാഡിയും വഴക്കുണ്ടാക്കിയിട്ട് നസ്ലി വാഡിയെ ടുക്ക് ഓവർ ബ്രിട്ടാനിയ ഫ്രം ഡെനോൺ ഓൾസോ. അത് പിന്നത്തെ കാര്യമാണ്. പക്ഷെ അപ്പം തന്നെ ഒരുപാട് ആസ്തികൾ ഉണ്ടായിരുന്നില്ല ഈ സമയത്ത് മരിക്കുമ്പോൾ? ആർക്ക്? ഈ രാജൻപിള്ളയ്ക്ക്. അത് പക്ഷേ ഈ കേസ് വന്നുകൊണ്ട് ഹി ഹാഡ് ടു സ്പെൻഡ് അബൌട്ട് $28 million ഓൺ കേസ് അലോൺ ആൻഡ് ഡിസ്ട്രസ് ആയിട്ടാണ് സെല്ല് ചെയ്തത്. ഹി ഹാഡ് ടു ഈ ഫൈനാൻസിങ് ഹിസ് ഓൺ എല്ലാം സെല്ല് ചെയ്തു ഈ കേസ് നടത്താനായിട്ടും ഈ ഡെറ്റ് എടുത്തിട്ടാ ഇത് ആ ഡെറ്റ്സ് പേ ചെയ്യാനായിട്ട്. അങ്ങനെ ഒരുമാതിരി എല്ലാം തീർത്തു. ഒരു ലയബിലിറ്റി ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ തൈ ഫുഡ്സ് ടേക്ക് ഓവർ ചെയ്തത്. അതിൻ്റെ ഒരു $114 million ലയബിലിറ്റി ഉണ്ടായിരുന്നു, വിച്ച് ഐ ഹാഡ് ടു ആക്ച്വലി പേ ബാക്ക് ലേറ്റർ. ബന്ധമൊന്നുമില്ല. പക്ഷേ രാജനൻ ഈ കേസ് വന്നപ്പോൾ ഞാനായിരുന്നു അതിൻ്റെ ഡയറക്ടർ, തൈ ഫുഡ്സിൻ്റെ ഡയറക്ടർ, ബിക്കോസ് ഹീ കുഡിൻ ബിക്കം ഡയറക്ടർ ഓഫ് ദാറ്റ്. അന്ന് ഈ ലയബിലിറ്റി എടുത്തിട്ട് ഇത് പേ ചെയ്താലേ നമ്മളുടെ ഷെയർസ് അവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഷെയർസ് ആയിരുന്നു പ്ലെഡ്ജ് ചെയ്തത് ഫോർ ഗെറ്റിംഗ് ദി. എന്നിട്ട് അങ്ങനെ അടച്ചു തീർത്തത്. ഇറ്റ് ടുക്ക് മീ അബൌട്ട് 28 years. അല്ല, അപ്പോൾ ഈ കമ്പനി കിട്ടിയോ? തൈ ഫുഡ്സിന്റെ ഷെയർസ് കിട്ടി ആ കമ്പനിയുടെ. ഇതിനകത്ത് നീന പിള്ളയ്ക്ക് എന്താ റോളുള്ളത്? പുള്ളിക്കാരത്തി എന്ത് ചെയ്തു ഇതിനിടയ്ക്ക് കേസുള്ളപ്പം? ഗോവിയേച്ചി ഒരു സമയം വരെ ഷീ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ രാജനൻ വരാനായിട്ട്. ഒരു സമയത്ത് ഷീ ലോസ്റ്റ് ഹോപ്പ് രാജനൻ എപ്പോഴെങ്കിലും ഇനി തിരിച്ച് വരും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഷീ ലോസ്റ്റ് ഹോപ്പ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വാട്ട് ഷീ ഡിഡ് വാസ് ഷീ ഫോട്ട് എൻ എലക്ഷൻ ഇൻ കൊല്ലം വിത്ത് ദ BJP സപ്പോർട്ട്, ഒരു ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റ് ആയിട്ട് കൃഷ്ണകുമാറിനെ തോൽപ്പിക്കാൻ പറ്റി. എന്ന് വെച്ചാൽ നോട്ട് ദറ്റ് കൃഷ്ണകുമാറിനെ തോൽപ്പിച്ചതല്ല, ഷീ ഗോട്ട് അബൌട്ട് 56,000 or 60,000 വോട്ട്സ് ബൈ വിച്ച് കൃഷ്ണകുമാർ ലോസ്റ്റ് ആൻഡ് പ്രേമേന്ദ്രൻ വൺ ദി കൊല്ലം. അത് അന്ന് ഈ കോൺഗ്രസ്സുകാർ ചെയ്തത് കൊണ്ട് പകരം വീട്ടിയതാ. അതുകൊണ്ട് ഒരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്ന ആളുകളുടെ ഇടയ്ക്ക് ദറ്റ് ദേ ഡിഡ് നോട്ട്, ബിക്കോസ് കൃഷ്ണകുമാർ IAS ഓഫീസർ ആയിരുന്നു. അദ്ദേഹം wanted to come into politics. അതുകൊണ്ട് ആദ്യമേ ഞങ്ങളുടെ ഒരു പത്രം ഉണ്ടായിരുന്നു, കേരള പത്രിക. അതിൻ്റെ ട്രിവാൻഡ്രത്ത് ഓൾ ഓവർ കേരള പത്രിക എന്നാണ് പേര്. അതിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ട് വന്നതാ. IAS കഴിഞ്ഞിട്ട് IAS റിസൈൻ ചെയ്തിട്ട് ഹി വാണ്ടഡ് ടു ഗെറ്റ് ഇൻ ടു പൊളിറ്റിക്സ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വാസ് ഈ കേരള പത്രികയുടെ മാനേജിങ് ഡയറക്ടറായിട്ട് ഞങ്ങളായിരുന്നു കൊല്ലത്ത് ഫസ്റ്റ് കരുണാകരനത്ത് പറഞ്ഞിട്ട് അവിടുത്തെ MP ആയിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. നിങ്ങളാണ് അയാൾക്ക് സീറ്റ് ഉറപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷെ എന്നിട്ട് നിങ്ങളെ സഹായിച്ചില്ലേ? ആ പ്രോബ്ലം വന്നപ്പോൾ സഹായിച്ചു. എന്നാ പറഞ്ഞു? അന്ന് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞ ഏതൊരു ഡാൻസിന് പ്രോഗ്രാമിന് പോവുക, അതുകൊണ്ട് സമയമില്ലെന്നെല്ലാം പറഞ്ഞു. പക്ഷെ അന്ന് എല്ലാവരും കുറേ പേരെ സഹായിച്ചിട്ടുണ്ട്. ഫ്രം സുരേഷ് കൽമാഡിയ ഹു വാസ് ദി റെയിൽവേ മിനിസ്റ്റർ ടു അന്നത്തെ ശരത് പവാർ വാസ് വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് രാജനൻ. ഇവരെല്ലാവരും ലണ്ടനിൽ വരുന്നതോ സിംഗപ്പൂരിൽ വരുന്ന എല്ലാവരും ഇത് ഇപ്പോഴത്തെ സുപ്രിയസിൽ ആക്ച്വലി വർക്ക്ഡ് ഇൻ നമ്മുടെ ഓഫീസ് ഇൻ സിംഗപ്പൂർ വർക്ക് ചെയ്തിട്ടുള്ള ഇപ്പം NCPയുടെ ഹെഡായിട്ടുള്ള ആൾ എല്ലാവരും, രാജേഷ് പൈലറ്റ്, എല്ലാവരും പേർ ആക്ച്വലി ഫ്രണ്ട്സ്. ആരും സഹായിച്ചില്ല? ആരും വന്ന് നസ്ലിവാടി അവരെയൊക്കെ പിടിച്ചോ? ഡെഫിനറ്റായിട്ട് ഹി വാസ് വെരി പവർഫുൾ, ബിക്കോസ് നസ്ലിവാടി എന്ന് വെച്ചാൽ മുഹമ്മദ് അലി ജിന്നയുടെ ഗ്രാൻഡ് സണ്ണാണ്. ആണോ? ആൻഡ് ഹീസ്
one of the richest man in Bombay. ദാറ്റ് ടൈം. ഇപ്പോഴും ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റ് ഉള്ള ഇൻഡിവിജ്വൽ പേഴ്സൺ ഇൻ ബോംബെ ഈസ് നസ്ലി വാഡിയ. ഇപ്പം റിലയൻസ് എല്ലാം ബിക്കം വെരി ലാർജ് ബിക്കോസ് ഷെയർ വാല്യൂ എല്ലാം കൂടിയുണ്ട്. അന്നത്തെ ടൈമിൽ ലാൻഡ് വാസ് മച്ച് മോർ വാല്യൂബിൾ ദാൻ ദ ഷെയർസ്. അപ്പം ഹി വാസ് ബൈ ഫാർ വൺ ഓഫ് ദി റിച്ചസ്റ്റ് ആൻഡ് ഈ രണ്ട് മേജർ കമ്പനീസ് ഉണ്ടായിരുന്നു. ബോംബെ ബർമ എന്ന് പറഞ്ഞൊരു പ്ലാന്റേഷൻ കമ്പനിയും ബോംബെ ഡൈയിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കമ്പനിയും. അല്ലാതെ തന്നെ ഹി വാസ് വെരി വെൽത്തി, ഈ ലാൻഡും ഇതുമെല്ലാം ഉണ്ട്. അപ്പം ഇവരെല്ലാം അതിൽ വീണുപോയി കാണും. ഡെഫിനറ്റായിട്ട് ദി ഗവൺമെൻറ് ഭയങ്കരമായിട്ട് ഡിഡ് നോട്ട് സപ്പോർട്ട് അസ്. അപ്പം അതിലൊരു ചന്ദ്രസ്വാമി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്വാമി എല്ലാം ഉണ്ടായിരുന്നു, ഹു വാസ് ഓൾ എഗൻസ്റ്റ് അസ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. അയാളായിരുന്നു ഡൽഹിയിലെ നിയന്ത്രണം. അയാളായിരുന്നു. അങ്ങയുടെ കാലിലായിരുന്നു വന്ന് പ്രൈം മിനിസ്റ്റർ നരസിംഹറാവു വന്ന് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. ഹി വാസ് ദ വൺ ദാറ്റ് വാസ് കൺട്രോളിങ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. എന്നിട്ട് നീനാപ്പിള്ളിക്ക് പിന്നെ എന്നാ സംഭവിച്ചു? അപ്പം ഗോപിയേച്ചി എലക്ഷൻ ഫൈറ്റ് ചെയ്തു. ഷീ ലോസ്റ്റ്. ഷീ വാസ് എക്സ്പെക്ടിങ് ടു വിൻ. പക്ഷേ നമുക്ക് വെളിയിൽ നിൽക്കുമ്പം ഇറ്റ് ലുക്സ് വെരി ഈസി ടു കം ടു എൻ എലക്ഷൻ ആൻഡ് വിൻ. അത് കഴിഞ്ഞ് പോയി BJP ജോയിൻ ചെയ്തു. അപ്പം ഞാനാണെങ്കിൽ പോയി അദ്വാനി അടുത്ത് റിക്വസ്റ്റ് ചെയ്തു ദാറ്റ് ലുക്ക്, നമ്മൾ ഒരു ബിസിനസ് ഫാമിലിയാണ്, വി കനോട്ട് ഹാവ് എനി പൊളിറ്റിക്കൽ കണക്ഷൻ, ഇറ്റ് വിൽ എഫക്റ്റ് അസ് ഓൾ ഓവർന്ന്. അദ്വാനി അപ്പം തന്നെ നീനാപ്പിള്ളയെ വിളിച്ച് പറഞ്ഞു ദാറ്റ് ഡോണ്ട് get into it because അവർക്കും they also did not find a value ഇതായിട്ട് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് then she resigned from BJP. പക്ഷേ കുറച്ച് കാലം പൊളിറ്റിക്സ് എല്ലാം ട്രൈ ചെയ്തു. she was not very successful in either politics or in business. അപ്പം പിന്നെ കുറേ പൈസ കിട്ടിയായിരുന്നു. ഈ വീടും കുറേ അസറ്റ്സും ഗോൾഡും ഈ പെയിൻറ്റിങ്സും ആർട്ടിഫാക്ട്സും ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം വിറ്റിട്ട് ഇൻക്ലൂഡിങ് ഒരു നല്ലൊരു വീടുണ്ടായിരുന്നു ബോംബെയിൽ, വർലിയിൽ. ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ലായിരുന്നു. അത് ഒന്നും അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. ഇതിന് ഈ കമ്പനി മേടിച്ചതിൻ്റെ ഷെയർസ് വെച്ചിട്ടാ അതിൻ്റെ ഇത് ചെയ്തത്. അതിനൊന്നും ഇതെല്ലാം പുള്ളിക്കാരത്തിയുടേതായി ആയി അവരെ വിറ്റു. എല്ലാം വിറ്റു. വേറെ വിവാഹം കഴിച്ചു. വേറെ വിവാഹം കഴിക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ കഴിച്ചില്ല. അതിനെപ്പറ്റി ആ സമയത്ത് എന്തോ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായി ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദി ഗേളും. ഇപ്പം എവിടെ ഉണ്ട്? ഡൽഹിയിലുണ്ട്. നമ്മളായിട്ട് കോണ്ടാക്ട് ഒന്നുമില്ല. ചിലപ്പം വിളിക്കും, കുട്ടികളെല്ലാം ചിലപ്പം വരും, അങ്ങനെ. അല്ലാതെ മേജറായിട്ടൊരു കോണ്ടാക്ട് ഇല്ല. അപ്പം ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ചേട്ടൻ ഉണ്ടാക്കിയതെല്ലാം തന്നെ ചേട്ടനോടുകൂടി ഇല്ലാതായി. അപ്പം രാജ്മോഹൻ എങ്ങനെയാണ്? നമ്മൾ അപ്പോഴത്തേക്ക് ഈ അച്ഛൻ്റെ ലൈബിലിറ്റി പേ ചെയ്തുകൊണ്ടും ഒരു ചേട്ടൻ അങ്ങനെ അങ്ങ് പോയി, അച്ഛൻ്റെ ലൈബിലിറ്റി ആയി. അപ്പോഴാണ് ഇതിലേക്ക് ഇറങ്ങുന്നത്, ലൈബിലിറ്റിയിലോട്ടാ ഞാൻ 18 വയസ്സിൽ. അത് അന്ന് ചേട്ടന് അത് കഴിഞ്ഞിട്ടാ ഭയങ്കര വലുതായതുമല്ല. പക്ഷെ ഞാൻ ഈ ലൈബിലിറ്റിയിലോട്ടാ ഇറങ്ങുന്നത്. എങ്ങനെയാണ് പരിഹരിച്ചത്? അത് ഭയങ്കര ഒരു സ്റ്റോറിയാണ്. ബിക്കോസ് എനിക്കറിയായിരുന്നു ഞങ്ങളുടെ ടോട്ടൽ അസറ്റ്സ് അന്നത്തെ, ഈവൻ ദോ ഹി വാസ് എ വെരി റിച്ച് മാൻ, 3.5 കോടി രൂപയേ ഉള്ളായിരുന്നു. എല്ലാ ലാൻഡും ബിൽഡിങ്ങും എല്ലാം കൂടെ. അന്ന് അത്രേ ഉള്ളൂ വാല്യൂ. 82-ൽ അന്ന് ഞങ്ങളുടെ ലയബിലിറ്റി വാസ് 40 crores. അപ്പം അന്നത്തെ ഇൻട്രസ്റ്റ് വാസ് 26% ബാങ്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു. എന്നുവെച്ചാൽ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ അന്നത്തെ പലിശ. അത് നമ്മൾ കറക്റ്റായിട്ട് പേ ചെയ്തില്ലെങ്കിൽ ഇറ്റ് ഗോസ് ടു 36%. അതായിരുന്നു അന്നത്തെ പലിശ. അന്നത്തെ ഇൻഫ്ലേഷൻ എല്ലാം കുറച്ചും കൂടെ കൂടുതലെല്ലാം ആയുണ്ട്. ഇറ്റ് വർക്ക്സ് ഔട്ട് ടു അബൌട്ട് 55 lakhs of rupees എല്ലാ മാസവും യു ഹാവ് ടു പേ എസ് ഇൻട്രസ്റ്റ് ഇഫ് യു ഡോണ്ട് പേ എനി ക്യാപിറ്റൽ. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഐ ന്യൂ ദാറ്റ് ലുക്ക് നമ്മൾ എത്ര രൂപ സേവ് ചെയ്യാൻ നോക്കിയാലും ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. നമ്മൾ ഈ 3.5 കോടി രൂപ വെച്ചിട്ട് എന്തോ വാട്ട് ക്യാൻ യു ഡു ഓഫ് പേയിങ്? ഇത് അഥവാ വിറ്റ് 55 lakhs പേ ചെയ്ത് ഇറ്റ് ഈസ് ഓൺലി എ മാറ്റർ ഓഫ് എ ഇയർ ദാറ്റ് ദ ഹോൾ തിങ് ഗോസ്. സോ ഐ ന്യൂ ദാറ്റ് ഐ ഹാഡ് ടു ഡു ബിസിനസ് വലുതാക്കി, നന്നായിട്ട് വലുതാക്കണം, ബൈ വിച്ച് ഈ ലയബിലിറ്റി ലുക്സ് വെരി സ്മോൾ. പക്ഷേ ഒരു ബാങ്കേഴ്സും ഫൈനാൻസ് ചെയ്യത്തില്ല. ഈ ലയബിലിറ്റി ഉള്ളപ്പം നോ ബാങ്കേഴ്സ് വിൽ ഫൈനാൻസ് ആരും. അപ്പം അന്ന് വി ഫൗണ്ട് ഔട്ട് എ സിസ്റ്റം. നമ്മൾ ഈ ബയേഴ്സിന് നമ്മളുടെ റിലേഷൻഷിപ്സ് വേ വെരി വെരി ഗുഡ്.
നമ്മൾ ഈ ലോങ് ടേം ആയിട്ട് കോൺട്രാക്ട്സ് എൻട്രി ചെയ്തിട്ട് അവർ അഡ്വാൻസ് പേ ചെയ്യാനായിട്ട് തുടങ്ങി. ആൻഡ് ദേ വർ വെരി ഹാപ്പി ബിക്കോസ് ഈ കമോഡിറ്റീസിൻ്റെ പ്രോബ്ലം വാസ് ഓൾവേസ് പ്രൈസസും പൊങ്ങും താഴുവും ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അവർക്ക് ആർക്കും പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല അവരുടെ പ്രോഡക്ട്സ് ഏത് പ്രൈസിൽ വിൽക്കാൻ പറ്റുമെന്ന്. സോ വി ഗേവ് ദം എ സ്റ്റഡി പ്രൈസ് for 10 years on the condition that they advance money to us. that actually bit and അവർ പതുക്കനെ പേ ചെയ്യാൻ തുടങ്ങി. അവർ പേ ചെയ്യാൻ തുടങ്ങി, നമ്മൾ പ്രോസസ്സിംഗ് എല്ലാം തുടങ്ങിയപ്പം നമ്മളുടെ ക്രെഡിറ്റേഴ്സ് തന്നെ സ്റ്റാർട്ടഡ് ഗിവിങ് അസ് മോർ ക്രെഡിറ്റ്സ് ആൻഡ് എവറിത്തിങ്. ഈ ബാങ്കേഴ്സ് അല്ലാതെ തന്നെ വി സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ഇനഫ് മണി ടു ഡു ദ പ്രോസസ്സിങ് ആൻഡ് അത് കൂട്ടാനായിട്ടും. അച്ഛൻ ബിസിനസ്സിലുണ്ടപ്പോഴും അച്ഛൻ അന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് സ്ട്രോക്ക് ഈ ബാധ്യത ഉള്ളപ്പോൾ അച്ഛൻ വലിയ സമ്പത്തിൽ നടക്കം, പക്ഷെ ഒന്നുമില്ലാതെ മരിച്ചു. ലയബിലിറ്റി, ഞാൻ അച്ഛൻ്റെ ലയബിലിറ്റി തീർക്കുന്നതിൻ്റെ 2 വർഷം മുമ്പേ ഹീ ഡൈഡ്. ഞാൻ രാജനൻ്റെ ലയബിലിറ്റി തീർക്കുന്നതിൻ്റെ 3 years ബിഫോർ മൈ മദർ ഡൈഡ്. ഇവർക്ക് രണ്ടുപേർക്ക് ആ ലയബിലിറ്റി കാണാൻ പറ്റിയില്ല. നിങ്ങൾ ഈ രീതിയിൽ ബിസിനസ് പ്ലാൻ ചെയ്ത് അത് ചെയ്ത് നമ്മളാണെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷൻ യൂറോപ്പിൽ തുടങ്ങി. നമ്മളാണെങ്കിൽ ഈ സോൾട്ടേഴ്സ് ഓൾറെഡി നമ്മൾ സപ്ലയേഴ്സ് ആയിരുന്നു. അപ്പോൾ അവർക്ക് ഓൾറെഡി ഈ നമ്മൾ കാഷ്യൂസ് മേടിക്കുന്ന ആളുകൾക്ക് ആൽമണ്ട്സും പിസ്റ്റാഷ്യൂസും എല്ലാം കൂടെ വേണ്ടതാണ്. അപ്പോൾ അവർക്ക് വി സ്റ്റാർട്ടഡ് സപ്ലൈയിങ് ദം ഓൾ ദ കമോഡിറ്റീസ് ടുഗദർ. അവർ 15 പേരെടുത്ത് കോൺടാക്ട് ചെയ്യുന്നതിന് പകരം ഒരാളുടെ അടുത്ത് കോൺടാക്ട് ചെയ്താൽ മതി ഫോർ ഓൾ ദീസ് തിങ്സ്. അങ്ങനെ ദേ സ്റ്റാർട്ടഡ് സപ്പോർട്ടിങ് അസ്, ദേ സ്റ്റാർട്ടഡ് ഗിവിങ് എ ലോട്ട് ഓഫ് ഹെൽപ്പ്. ഭയങ്കര ഹെൽപ്പായിരുന്നു ഇൻ ദറ്റ് ഹോൾ സിറ്റുവേഷൻ. നമ്മൾ ആഫ്രിക്കൻ ഫാംസിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ തുടങ്ങി. സോ ദറ്റ് ബിക്കം മോർ പ്രോഫിറ്റബിൾ. നമ്മൾ ഒറീസയിൽ ഫാക്ടറി എല്ലാം തുടങ്ങിയപ്പം നമ്മളെ ഫാക്ടറി ചാർജസ് ബിക്കെയിം മച്ച് മോർ ലെസ്സർ. അങ്ങനെയെല്ലാം നന്നായിട്ടങ്ങ് ഗ്രോ ചെയ്ത് വന്നതാ. ഈ ബാധ്യതകൾ ഇപ്പം ഇല്ല, അങ്ങനെ കാര്യമായി ഇല്ല, ഒന്നുമില്ല, ബാധ്യതകളില്ല. കംപ്ലീറ്റ് ആയിട്ട് ടാക്സും എല്ലാം. ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട്. ഓൾമോസ്റ്റ് 40 years എൻ്റെ ലൈഫ് ഈ ലയബിലിറ്റി പേ ചെയ്യാനായിട്ടാണ്. ഇപ്പോൾ കംഫർട്ടബിളായി. വന്നായിരുന്നു. ഇത് വന്നത് ആ സമയത്ത് നമ്മൾ CBI എടുത്ത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് ഒരു കേസ് കൊടുത്തു, വിച്ച് ദ ഹൈക്കോർട്ട് സ്റ്റേ ചെയ്ത് അങ്ങനെ നിൽക്കുക. കുറേ കാലമായി 97 ആണോ? ഇതുവരെ തീരുമാനമായിട്ടില്ല. അത് പൈസ കൊടുക്കുവായി ബന്ധപ്പെട്ടാണോ? ഒരു ലെറ്റർ ഓഫ് ക്രെഡിറ്റിൽ നമ്മൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കാഷ്യൂസിന് വേണ്ടി ഓപ്പൺ ചെയ്തിട്ട് അതിന് വേണ്ടി ക്യാഷ് മേടിച്ചെന്ന കേസ്. ഓ, സർക്കാരിൻ്റെ കേസാ? സർക്കാരിൻ്റെ, അല്ലാതെ ഇൻഡിവിജ്വലിൻ്റെ കേസല്ല, കമ്പനിയുടെ കേസാണ്. നമ്മളെ കമ്പനി ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഓപ്പൺ ചെയ്ത് സർക്കാരിന്. അതായത് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് പാർട്ടി നമുക്കിതിനെ കൊടുത്തിരിക്കുന്ന കേസല്ല. അല്ലല്ല, ഗവൺമെൻറ് എടുത്തിരിക്കുന്ന കേസാണ്. അപ്പോൾ അതങ്ങനെ പോയി, അങ്ങനെ ഇരിക്കുക. നമ്മൾ ഇത് ചെയ്തില്ല. ആ സെയിം ടൈമില്ല, രാജനൻ്റെ മരിച്ച ആ സമയത്തുള്ളൊരു ഇതായിരുന്നു. അന്ന് നമ്മളെ എല്ലാവരെയും ഇത് ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. നമ്മളെല്ലാവരെയും കോർണർ ചെയ്യാനായിട്ടും സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള. അപ്പോൾ ബാധ്യതകളെല്ലാം മാറി. ഇപ്പം 2 പിള്ളേരോ? 2 പിള്ളേർ. രണ്ടുപേരും ബിസിനസ്സിലാണോ? രണ്ടുപേരും. അവരൊക്കെ എവിടെ പഠിച്ചു? എല്ലാവരും ഇവിടെ സെൻറ്റ് തോമസിലും ഇവിടെ ഗവൺമെൻറ് സ്കൂളിലും എല്ലാം പഠിച്ചു. യൂണിവേഴ്സിറ്റിയൊക്കെയോ? ഒരാളാണെങ്കിൽ ക്രൈസ്റ്റ് കോളേജ് ബാംഗ്ലൂരിൽ പോയി, ഒരാൾ MG കോളേജ്. മാനേജ്മെന്റ് ആണോ? കോമേഴ്സ് തന്നെ. രണ്ടുപേരും കോമേഴ്സ്. വിവാഹിതരായ രണ്ടുപേരും? ഇല്ല, രണ്ടുപേരും ഇപ്പം പെണ്ണുങ്ങളെ പേടിച്ചിരിക്കുക. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ കുറച്ച് മോഡേൺ. രണ്ടും ആൺപിള്ളേരാ? രണ്ടും ആണ്, പെൺപിള്ളേരില്ല. ഇല്ല. എത്ര സഹോദരങ്ങൾ? രാജനും ഞാനും ഒരു സഹോദരനേ ഉള്ളൂ. എനിക്ക് 6 സിസ്റ്റേഴ്സ് ഉണ്ട്. അവരെല്ലാം അവരെല്ലാവരും കല്യാണം കഴിച്ചു. അവരൊക്കെ ആ കാലത്ത് തന്നെ വലുതായിട്ട് കിട്ടിച്ചു കേട്ടോ? അച്ഛൻ വലുതായിട്ട്, നല്ല വലുതായിട്ട്. ഞാൻ സെക്കൻഡ് യങ്ങസ്റ്റ് ആയിരുന്നു. അന്നെല്ലാം അച്ഛൻ ഭയങ്കര റിച്ച് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 18 വയസ്സിലാണ് ഇതെല്ലാം പോയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു സിസ്റ്ററിൻ്റെ കല്യാണമേ ഉള്ളായിരുന്നു. അവരെല്ലാം നല്ല നിലയിൽ പോകുന്നു. നല്ല നിലയിൽ, തിരക്കേടില്ലാതെ അവരുടെ ഓൺ ഒരു ലൈഫും. എല്ലാവരുടെ ലൈഫിലും അപ്സ് ആൻഡ് ഡൗൺസും. ഇനിയിപ്പോൾ എന്താണ് ജീവിതത്തിൽ പദ്ധതികളും സ്വപ്നങ്ങളും? അങ്ങനെ എനിക്ക് സ്വപ്നങ്ങൾ കാണാനായിട്ട് ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ലായിരുന്നു. ബിക്കോസ് ഇങ്ങനത്തെ ലയബിലിറ്റീസും എല്ലാ ദിവസവും എങ്ങനെയാണ് വരുന്നതെന്നും ഈ കുറേ കേസസും
ഞാനാണെങ്കിൽ 18 വയസ്സിൽ ടേക്ക് ഓവർ ചെയ്ത് 175 കേസായിരുന്നു എനിക്കുള്ളത്. എല്ലാ ഈ ബിസിനസ്സസ് ഈ ബോംബെയിലും ഡൽഹിയിലും കേസുള്ള ആളാണ് ഞാൻ. വളരെ കുറച്ച് ആളുകളെ ഉള്ളു അങ്ങനെ മീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, വളരെ കുറച്ച് ആളുകളെ. ബിക്കോസ് അതിൽ കുറെ ക്രിമിനൽ കേസസും ഈ സിവിൽ കേസസും ലയബിലിറ്റീസും എല്ലാം കൂടെ ഉള്ളപ്പോ നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ എന്തോ ഇത് എല്ലാം തീർന്നോ. ആ 175 കേസ് തീർന്ന് ഇങ്ങനത്തെ ഈ 1-2 കേസസ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് എന്തെങ്കിലും സെറ്റ് ബാക്ക് ഉണ്ടായോ കേസുകളിൽ? ഇല്ല, നമ്മൾ അതിലെല്ലാം നമ്മൾ ജയിച്ച് വന്നതേ ഉള്ളൂ എല്ലാത്തിലും. എല്ലാം ഞാൻ പറഞ്ഞ ബേസിക്കായിട്ട് കുറേ എല്ലാം ഈ ഫൈനാൻഷ്യൽ കേസസ് എല്ലാം നമ്മൾ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യേണ്ടി വന്നു. അത് നമ്മൾ സംസാരിച്ചു എല്ലാം. ഒരു കുറേ സമയം നമുക്ക് പേ ചെയ്യാൻ പറ്റും. നമ്മൾ പൈസ പേ ചെയ്യേണ്ട ആളുകൾ വന്ന് സംസാരിക്കാൻ ഒരു ചീത്തയെല്ലാം വിളിക്കും. യു ഹാവ് ടു ലിസൺ. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴും ഈ പഴയ ബെൻസ് കാറിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇൻകം ടാക്സ് ചോദിക്കും, ബെൻസ് കാർ വരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇത് എക്സംഷൻ കൊടുക്കാൻ പറ്റുന്നതെന്ന്. വിതൗട്ട് റിയലൈസിങ് നമുക്ക് ആ കാറ് വിറ്റിട്ട് വേറൊരു കാറ് മേടിക്കാനുള്ള സൗകര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട്. ഏത് കാറാണ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ ഒരു BMW. ഇപ്പം ഈ ലൈബിലിറ്റി എല്ലാം തീർന്നു. ഒരുപാട് കാറുകളൊന്നുമില്ല. ഇല്ല. എന്താണ് റോൾസ് റോയ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ CJ റോയ് ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട് ഡൽഹി ദുബായി ചെന്നപ്പോൾ. അപ്പോൾ എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ 2 റോൾസ് റോയ്സ് അയച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലാവത്തില്ല എന്തിനാ ഈ 2 റോൾസ് റോയ്സ് ടു ടേക്ക് 1 person ബാക്ക് ടു ദി ഹൗസ്. അപ്പോഴേ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഇങ്ങനത്തെ ഒരു കാര്യം. എൻ്റെ മൂത്ത മോനാണെങ്കിൽ ഒരു വാഗണാറേ ഉപയോഗിക്കത്തുള്ളൂ ഇപ്പോഴും. ഹി ഈസ് വെരി, എനിക്കൊന്ന് എൻ്റെ ലൈബിലിറ്റി എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ കെയർഫുൾ. 10 രൂപയാണെങ്കിലും ഹി ഈസ് വെരി കെയർഫുൾ. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഞാനും ഐ ഓൺലി ടേക്ക് എ സാലറി. ഐ ഓൾസോ ബിലീവ് ദാറ്റ് ഇതെല്ലാം ഒരു ടെമ്പററി കാര്യമാണ്. എന്ന് വേണമെങ്കിലും ഇതെല്ലാം മാറാൻ സാധ്യതയുണ്ട്. എൻ്റെ അച്ഛൻ്റെയും ചേട്ടൻ്റെയും എല്ലാം സിറ്റുവേഷൻ, ചേട്ടനെല്ലാം ഈ 5 സ്റ്റാർ ഹോട്ടലിൽ ഏറ്റവും വലിയ റൂം, പ്രൈവറ്റ് ജെറ്റ്സിലെല്ലാം വന്ന ഒരാൾ സഡനായിട്ട് കാര്യങ്ങൾ മാറിയപ്പം ആരെയും ഫോൺ വിളിച്ചാൽ ഫോൺ വരെ എടുക്കത്തില്ല. യു ഗോ ടു ജയിൽ, ദർ ഇസ് നോബഡി ടു ഹെൽപ്പ്. എല്ലാവരും ഞാൻ ചോദിക്കും, വാഗണാർ ഇത്ര ജോലി ചെയ്യുമ്പോൾ നല്ല കാര്യം നടക്കും. സത്യമായിട്ടും ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. അത് എനിക്ക് തോന്നുന്നു ആ ലക്ഷറിയിലോട്ട് പോയാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു കം ഡൗൺ. അത് ഞാൻ 2-3 പ്രാവശ്യം ഈ ഒരു ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കുമ്പോൾ കാർ ഇസ് ഓൺലി ടു ട്രാൻസ്പോർട്ട് അല്ലേ. സേഫ് ആയിരിക്കണം. ഇഫ് യു ആർ ട്രാവലിംഗ് ഇതെല്ലാം ഒരു ഇന്നോവയുണ്ട് എനിക്കും എൻ്റെ വൈഫിനും, വിച്ച് ഇസ് എ ഗുഡ് കാർ. ഐ ബിലീവ് ദാറ്റ് ഇസ് ദ വാല്യൂ ഫോർ മണി കാർ. അതിൽ കൂടുതലെല്ലാം എനിക്ക് തോന്നുന്നു വളരെ ആവശ്യമില്ല. യെസ്, ചില ഈ ഫോറിനേഴ്സ് വരുമ്പോൾ അവർക്ക് നല്ല കാറെല്ലാം അയച്ചു കൊടുക്കണം. ഇതെല്ലാം യു ക്യാൻ ഓൾവേസ് യൂസ്. പക്ഷേ ഇപ്പം ഞാനാണെങ്കിൽ ഒരു AC ഇല്ലാത്ത റൂമില്ല ഓഫീസ് എന്നുവെച്ചാൽ AC ഉണ്ട്. പക്ഷേ ഐ ഡോണ്ട് നോർമലി പുട്ട് ദി AC ബിക്കോസ് ഐ ഫൈൻഡ് ഇറ്റ് വെരി ഈസി. എനിക്ക് ഐ ഫൈൻഡ് ഇറ്റ് പ്രോബ്ലം. ഞാൻ പറഞ്ഞത് നമ്മൾ ഈ കഷ്ടപ്പെടുകയും അധ്വാനിക്കുകയും ചെയ്യുന്നത് ഒരു നിശ്ചിത കാലയളവ് നമുക്ക് ഈ കാലത്ത് ജീവിക്കുമ്പോൾ ഉപയോഗിക്കാനല്ലേ. ഉപയോഗിക്കുന്നില്ലേ പിന്നെ കാര്യം ദൂർത്ത് വേണ്ട. ചേട്ടൻ ചെയ്തതുപോലെ അല്ലെ CJ റോയ് ചെയ്തതുപോലെ. പക്ഷെ എങ്കിൽ പോലും നമ്മൾ അധ്വാനിക്കുന്നതുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാമല്ലോ. കംഫർട്ട് എന്ന് വെച്ചാൽ നമ്മളുടെ ഡിസിഷൻ അല്ല, നമ്മളുടെ ഡിസിഷൻ. ഐ ആം കംഫർട്ടബിൾ വെൻ ദ ടെമ്പറേച്ചർ ഇസ് നോട്ട് എബവ് 32 degrees centigrade. I feel more comfortable in the normal climate than. ഞാൻ രാവിലെ എണീക്കും 2:45 എണീക്കും, രാത്രി 9 o'clock ഉറങ്ങാൻ പോകും. It's very different from your life. You have to ഞാനും 4 എണീക്കും. അപ്പൊ ഐ വൈകുന്നേരം കൃഷിയുണ്ട്. അത് ഭയങ്കര ഭാഗ്യമാണ്, ഭയങ്കര നല്ല. ഞാൻ കണ്ടായിരുന്നു TV-ൽ. അത് ഞാൻ ഓൾമോസ്റ്റ് ഈ ദിവസങ്ങൾ നല്ല തിരക്കാണ്. എന്താ വെച്ചാൽ ഞാൻ അമേരിക്കയ്ക്ക് പോവാണ് വൈകുന്നേരം. അപ്പൊ അതിന് മുമ്പ് എനിക്ക് ഒരുപാട് പണികൾ തീർക്കണം. കപ്പ എല്ലാം തീർക്കണം. CJ റോയായിട്ട് വല്ല എന്തായിരുന്നു വിളിച്ചപ്പോ ഇൻവെസ്റ്റ്മെന്റ്? ഇല്ല, അദ്ദേഹം wanted to meet and സംസാരിക്കാനായിട്ട്, അല്ലാതെ ഒന്നും ചോദിച്ചതൊന്നുമില്ല. ഞാൻ അങ്ങനെ ഇൻവെസ്റ്റും അങ്ങനെ ഒന്നും ചെയ്യാറും ഇല്ല. എല്ലാവർക്കും അറിയാം, എല്ലാവരും ഫ്രണ്ട്സായിട്ട് ഇത് ചെയ്യുന്നല്ലാതെ വേറെ ഒന്നും. അപ്പോൾ വളരെ എല്ലാം നമ്മൾ സംസാരിച്ചെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാ ആശംസകളും നൽകുന്നു.
താങ്ക് യു സോ മച്ച്. കുറച്ചുകൂടെ പോഷ് ലൈഫ് ആശംസിക്കുന്നു. താങ്ക് യു. അത് യു ക്യാൻ ഓൾസോ എല്ലാവർക്കും എഫോർഡ് ചെയ്യാവുന്ന കാര്യങ്ങളാ. അതെ അതെ അതെ, ഞാൻ മിനിമം സൗകര്യം ഫോർച്യൂണറിലാണ് നടക്കുന്നത്. കാരണം സേഫ്റ്റി ഒരു ഘടകം ആണ്. നിങ്ങൾക്ക് അത് വളരെ ഇമ്പോർട്ടന്റ്. സേഫ്റ്റി ഒരു ഘടകം ആയതുകൊണ്ട് ഞാൻ ഫോർച്യൂണറിലാവും. ലക്കിലി എനിക്ക് അങ്ങനത്തെ ആളുകൾ എല്ലാം ഗവൺമെന്റ് ആയതുകൊണ്ട് അടിക്കാനായിട്ടൊന്നും ആളുകൾ വരും. അതെനിക്ക് ഒരുപാടുണ്ട്. അതെന്തായാലും അത് വലിയൊരു ഭാഗ്യമാണ്. താങ്ക് യു സോ മച്ച്.